അർദ്ധരാത്രി സമയം. വിഷ്ണുദേവനും ദേവപ്രിയയും ഉറങ്ങിയിരുന്നില്ല. ദേവപ്രിയയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരിയായ ശക്തി സമയമായിരുന്നു അത്. 3 മണി കഴിഞ്ഞേ അവൾക്ക് ശരിക്കും നിദ്ര പ്രാപിക്കാറുണ്ടായിരുന്നുള്ളൂ. 5 മണിക്ക് എണീൽക്കുകയും ചെയ്യും. അമ്മാവൻ വന്നത് എന്തിനായിരിക്കും? അവൾ വിഷ്ണുവിനോട് ചോദിച്ചു. എനിക്കും അക്കാര്യത്തിൽ സംശയമുണ്ട്. വളരെ കാലം കൂടിയാണ് അമ്മാവൻ വരുന്നത്. അങ്ങനെ വന്നിട്ടും എന്നോടോ നിന്നോടോ കൂടുതൽ സംസാരിക്കാൻ ശ്രമിച്ചില്ല. അതെ അതെ, എപ്പോഴും അമ്മയുമായിട്ടായിരുന്നു സംസാരം. തന്നെയോ? അമ്മ ഇടയ്ക്കിടെ എന്നെ ശ്രദ്ധിക്കുന്നതും കാണാമായിരുന്നു. അങ്ങനെയെങ്കിൽ അമ്മാവൻ വന്നത് നല്ല ഉദ്ദേശത്തിനല്ല. അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. അതിനിപ്പോൾ എന്താണൊരു മാർഗം? വിഷ്ണുദേവൻ ചോദിച്ചു. സാധാരണ മാന്ത്രികന്മാർക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതേസമയം എന്തെങ്കിലും ചതിവ് പറ്റിയെങ്കിലേ ഉള്ളൂ, ദേവപ്രിയ പറഞ്ഞു. അതെങ്ങനെയാ ചതിവ് പറ്റുക? അറിയാതെ ഉപദ്രവിക്കുക. അത് ആർക്കും പറ്റുന്ന കാര്യമാണല്ലോ. ഇനിയിപ്പോ എന്താ അതിനൊരു വഴി? വിഷ്ണുദേവൻ ചോദിച്ചു. സാരമില്ല, അമ്മ അറിയാതെ നോക്കിയാൽ മതി. ഞാനത് ശ്രദ്ധിക്കുന്നുമുണ്ട്, അവൾ പറഞ്ഞു. വിഷ്ണുദേവന്റെ കൺപോളകൾക്ക് കനം തൂങ്ങി വന്നു. അയാൾ തലയണ നേരെയാക്കി കണ്ണുകളടച്ച് കിടന്നു. ദേവപ്രിയ അയാളെ തന്നെ സൂക്ഷിച്ചു നോക്കിയിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം രാത്രി ഉറക്കം ഇല്ല തന്നെ. രാത്രിയാണല്ലോ അവളുടെ പകൽ. പകൽ സമയം അവൾ ഉച്ചയൂണ് കഴിഞ്ഞ് വിശ്രമിക്കാറുണ്ട്. ഒരു മനുഷ്യ സ്ത്രീ എന്ന നിലയ്ക്ക് പകൽ ജോലി ചെയ്തു കഴിയുമ്പോൾ ക്ഷീണം തോന്നാറുണ്ട്. സരസ്വതി അന്തർജനം നടുവ് നിവർക്കാനായി കിടക്കുമ്പോൾ ദേവപ്രിയ അവളുടെ കിടക്കമുറിയിൽ കിടന്നു മയങ്ങാറുമുണ്ട്. ആ മയക്കത്തിൽ അവൾ സ്വപ്നങ്ങൾ കാണാറുമുണ്ട്. അവളുടെ കിനാവുകളിൽ ഗന്ധർവലോകവും യക്ഷി അമ്പലങ്ങളും സ്ഥലം പിടിച്ചിരുന്നു. ഉറങ്ങിപ്പോയ വിഷ്ണുദേവന്റെ മാറിൽ ഇടതുകവിൾ അമർത്തി വലതു കൈകൊണ്ട് അയാളെ വട്ടം ചുറ്റി വലതുകാൽ അയാളുടെ അടിവയറ്റിലേക്ക് മടക്കി വെച്ച് അവൾ മനഃപൂർവ്വം കണ്ണടച്ചു കിടന്നു. അല്പസമയം കഴിഞ്ഞ് എന്തോ സംശയദൃഷ്ടിയോടെ അവൾ ചാടി എഴുന്നേറ്റു. ആ സമയം വിഷ്ണുദേവന്റെ ഇടതു കൈയുടെ അടിയിൽ ഒരു മിനുക്കം കണ്ടു. ഗോപാലൻ നമ്പൂതിരി സരസ്വതി അന്തർജനത്തെ ഏൽപ്പിച്ച ഏലസിന് ജീവൻ വന്നിരുന്നു. അത് ഒരു സ്വർണ്ണ നാഗമായി പരിണമിച്ച് കിടക്കയുടെ അടിയിൽ നിന്നും സാവധാനം പുറത്തു വന്ന് വിഷ്ണുദേവന്റെ കൈത്തണ്ടയ്ക്ക് മുകളിലൂടെ ഇഴയുകയായിരുന്നു. പെട്ടെന്ന് ദേവപ്രിയയ്ക്ക് കാര്യം മനസ്സിലായി. അവളുടെ ദീർഘദൃഷ്ടി കൊണ്ട് ആ നാഗം വിശ്വമംഗലത്തെ ജയന്തൻ ഗോപാലൻ നമ്പൂതിരിയുടെ കൈവശം കൊടുത്തയച്ച ഏലസാണെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞു. ഘോര വിഷമുള്ള ആ നാഗത്തെ ജയന്തൻ ഒരു ഏലസിനുള്ളിൽ ഒതുക്കി കൊടുത്തയച്ചതാണെന്നും അവളുടെ മായാദൃഷ്ടിയിൽ കാണുകയും ചെയ്തു. അതിന്റെ ദംശനമേറ്റാൽ തന്റെ നിറത്തിന് മാറ്റം വരുമെന്നും അവൾ അറിഞ്ഞു. നീല നിറത്തിലുള്ള തന്നെ തിരിച്ചറിഞ്ഞ് ആ ഇല്ലത്തു നിന്നും മാന്ത്രിക വിധി ഉപയോഗിച്ച് എവിടെയെങ്കിലും തറയ്ക്കുക എന്നതാണ് അതിന്റെ പിന്നിലെ നടപടിയെന്ന് അവൾ ഊഹിച്ചു. ദേവപ്രിയ ഒരു മായാജാലം പ്രയോഗിക്കുവാൻ തീരുമാനിച്ചു. മേശപ്പുറത്ത് കൂജയുടെ അടുത്ത് വെച്ചിരുന്ന വെറ്റില ചെല്ലത്തിൽ നിന്നും ഒരു തുളസി വെറ്റില എടുത്ത് അതിന്റെ അകപ്പാളിയിൽ ഒരു കീരിയുടെ ചിത്രം നഖം കൊണ്ടവൾ വരച്ചു. അതിനുശേഷം ആ വെറ്റില കിടക്കയിലേക്കിട്ടു. പെട്ടെന്ന് അതൊരു കീരിയുടെ രൂപം കൈക്കൊള്ളുകയും സർപ്പത്തെ തട്ടി താഴേക്കെറിഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ കുതിക്കുകയും ചെയ്തു. ജയന്തൻ കൊടുത്തയച്ച ഘോര സർപ്പവും ദേവപ്രിയയുടെ കീരിയും തമ്മിൽ പോരാട്ടമായി. തിരിഞ്ഞും മറിഞ്ഞും സർപ്പം കീരിയെ കൊത്താൻ നോക്കി. അപ്പോഴെല്ലാം കളത്തിൽ പകടയുരുളുന്നതുപോലെ കീരി ഉരുണ്ടുമാറി. കീരിയുടെയും സർപ്പത്തിന്റെയും പോരാട്ടത്തിന്റെ ശബ്ദം കേട്ട് വിഷ്ണുദേവൻ ഉണർന്നു. കട്ടിലിനു താഴെ കണ്ട കാഴ്ച അയാളെ വിസ്മയിപ്പിച്ചു. സ്വർണ്ണ നിറത്തിലുള്ള പാമ്പും കീരിയും തമ്മിൽ മത്സരിക്കുന്നു. ആരും പരാജയപ്പെടുന്ന ലക്ഷണം കാണുന്നില്ല. എന്താണീ കാണുന്നത്? വിഷ്ണുദേവൻ ചോദിച്ചു. ദേവപ്രിയ സർപ്പത്തിന് നേരെ കൈ ചൂണ്ടി പറഞ്ഞു. അത് വിശ്വമംഗലം അമ്മാവന്റെ കൈവശം കൊടുത്തുവിട്ടതാണ്. അതിനുശേഷം കീരിയെ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അത് ഞാൻ വെറ്റിലയിൽ വരച്ച കീരി. എങ്ങനെയുണ്ട്? അതിശയമായിരിക്കുന്നു, വിഷ്ണുദേവൻ പറഞ്ഞു. എങ്കിൽ തീർന്നില്ല, കണ്ടോളൂ. മത്സരം നടന്നുകൊണ്ടേയിരുന്നു.
ആരും തോൽക്കുന്ന ലക്ഷണം കണ്ടില്ല. ഇനി ഞാൻ മറ്റൊന്നു കാണിക്കാം. ദേവപ്രിയ കൈകൊണ്ട് കീരിയെ സ്പർശിച്ചു. പെട്ടെന്ന് അതിന്റെ വലിപ്പം ഇരട്ടിയായി. അതോടെ ഇരട്ടി ശക്തി ആർജിച്ചതുപോലെ ആ കീരി ഒറ്റ കുതിപ്പിന് സർപ്പത്തിന്റെ പത്തി അതിന്റെ വായ്ക്കുള്ളിലാക്കി. ആര് കൊണ്ടുവന്നോ അവിടെ കൊണ്ട് വിടൂ, അവൾ പറഞ്ഞു. കീരി സർപ്പത്തെയും കൊണ്ട് ആ മുറി വിട്ടുപോയി. ദേവപ്രിയയുടെ ആജ്ഞയനുസരിച്ച് കീരി സർപ്പത്തെ കൊണ്ടുപോയി ഗോപാലൻ നമ്പൂതിരിയുടെ കിടക്കയിലിട്ടു. പെട്ടെന്ന് കീരിയുടെ വായിൽ നിന്നും മോചനം പ്രാപിച്ച സർപ്പം ഗോപാലൻ നമ്പൂതിരിയെ ആഞ്ഞുകൊത്തി. അതിഭയങ്കരമായ ഒരലർച്ചയോടെ അദ്ദേഹം ചാടി എണീറ്റു. വിളക്ക് കൊളുത്തി അദ്ദേഹം തന്റെ മുമ്പിൽ കണ്ട സർപ്പത്തെ കണ്ട് നിലവിളിച്ചു. അലർച്ച കേട്ടപ്പോൾ തന്നെ സരസ്വതി അന്തർജനം ഉണർന്നു കഴിഞ്ഞിരുന്നു. വിഷ്ണുദേവനും ഓടിച്ചെന്നു. ഉരപ്പുരയിൽ കിടന്നുറങ്ങിയിരുന്ന പാർക്കുട്ടിയമ്മയും ഓടിയെത്തി. ഇതിനിടെ സർപ്പം അന്തർധാനം ചെയ്യുകയും ചെയ്തു. എന്തുപറ്റി? സരസ്വതി അന്തർജനം ചോദിച്ചു. സർപ്പദംശനമേറ്റു. എവിടെ എവിടെ? വിഷ്ണുദേവൻ വിളക്കിന്റെ തിരി നീട്ടിവെച്ചു. ഇതാ ഇവിടെ. അയാൾ തന്റെ കാലിന്റെ പത്തി കാണിച്ചു. അവിടെ ഒരു വെള്ളി നാണയ വൃത്തത്തിൽ നീല നിറം വ്യാപിച്ചിരുന്നു. അയ്യോ, ഇതിനിപ്പോ എന്താ ചെയ്യുക? ഭയന്നു വിറച്ചുകൊണ്ട് സരസ്വതി അന്തർജനം ചോദിച്ചു. അതിന് മറുപടി നൽകുവാൻ ആർക്കും അറിയുമായിരുന്നില്ല. നാം ഇപ്പോൾ എന്താ ചെയ്യുക? വീണ്ടും അവർ ചോദിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ വിഷ്ണുദേവനും വിഷമിച്ചു നിൽക്കുകയായിരുന്നു. വിഷ്ണു, നീ പോയി രാമൻ നായരെ കൂട്ടി ആ വിഷകാരിയെ വിളിച്ചോണ്ടുവരൂ. അപ്പോഴേക്കും ദേവപ്രിയ അങ്ങോട്ട് വന്നു. നീ ഇതൊന്നും കേട്ടില്ലേ? അവർ ചോദിച്ചു. ഇല്ലമ്മേ, ഇന്നത്തെ ജോലി കാരണം ഞാൻ ഉറങ്ങിപ്പോയി. ഇത് കണ്ടോ കുട്ടി, സർപ്പദംശനമേറ്റിരിക്കുന്നു. അപ്പോഴേക്കും വിഷ്ണു പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. ദേവപ്രിയ അവളുടെ മേൽമുണ്ടിന്റെ കര കീറി അബോധാവസ്ഥയിൽ കിടക്കുന്ന ഗോപാലൻ നമ്പൂതിരിയുടെ കണങ്കാലിനു മുകളിലായി വിഷം കയറാതിരിക്കാൻ വേണ്ടി മുറുക്കി കെട്ടി. അതോടൊപ്പം സരസ്വതി അന്തർജനം മനസ്സിലാകാത്ത രീതിയിൽ മുറിവിൽ നിന്നും മുകളിലേക്ക് കയറിയ വിഷം കൈകൊണ്ട് ഒഴിഞ്ഞ് രക്തത്തിൽ കൂടി പുറത്തേക്ക് കളയുകയും ചെയ്തു. കുറെ സമയം കഴിഞ്ഞ് വിഷ്ണുദേവനും രാമൻ നായരും വിഷകാരിയെയും കൊണ്ട് എത്തുകയും ചെയ്തു. മാന്ത്രിക സിദ്ധി കൂടി വശമുണ്ടായിരുന്ന വിഷകാരി മുറിവ് പരിശോധിച്ചു. അതിനു ചുറ്റുമുള്ള നീല നിറത്തിലുള്ള വൃത്താകാരവും കണ്ടു. കയ്യിലെ നാഡി പരിശോധിച്ചു. അത് കഴിഞ്ഞ് കൺപോളകൾ അകത്തി നോക്കി. എന്നിട്ട് സംശയദൃഷ്ടിയോടെ ഗോപാലൻ നമ്പൂതിരിയുടെ ശരീരത്തെ അടിമുടി നോക്കി. എന്തേ വൈദ്യരെ, ഒന്നും ചെയ്യാതിരിക്കണേ? സരസ്വതി അന്തർജനം ചോദിച്ചു. അപ്പോഴും വൈദ്യർ ഓരോരുത്തരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. അതും കൂടി കണ്ടപ്പോൾ സരസ്വതി അന്തർജനത്തിന് പ്രയാസമായി. സഹോദരൻ ആപത്തിൽ പെട്ടുകഴിഞ്ഞുവെന്ന് തന്നെ അവർ ഉറച്ചു. ആരെങ്കിലും മരുന്ന് വല്ലതും കൊടുത്തോ? വൈദ്യർ ചോദിച്ചു. ഇല്ല, അന്തർജനം പറഞ്ഞു. പിന്നെ എങ്ങനെ ശരീരത്തിൽ നിന്നും വിഷമിറങ്ങിയെന്നോ? അതിന് മരുന്നൊന്നും കൊടുത്തില്ലല്ലോ. എങ്കിൽ സാരമില്ല, അത്ഭുതകരമായ എന്തോ ഇവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നീല നിറമുണ്ടാക്കിയ ആ വിഷം പുറത്തു പോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവൾ ആ തുണി വെച്ച് കെട്ടി, അത്ര തന്നെ. വിഷകാരി ദേവപ്രിയയുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ കണ്ണുകൾക്ക് ഭാവവ്യത്യാസമുണ്ടായി. ഒരു ഭയത്തിന്റെ നിഴൽ അയാളിൽ വ്യാപിച്ചു. ദേവപ്രിയയുടെ കണ്ണുകളിലേക്ക് നോക്കുവാൻ അയാൾക്ക് ശക്തിയുണ്ടായില്ല. അവളുടെ നോട്ടം അയാളിൽ കേന്ദ്രീകരിച്ചപ്പോൾ അയാൾ സാവധാനം എണീറ്റു. സാരമില്ല, ഞാൻ പോകുന്നു, അയാൾ പറഞ്ഞു. അല്ല വൈദ്യരെ, ഇത് കണ്ടില്ലേ മയങ്ങിക്കിടക്കുന്നത്? ദേവപ്രിയ വൈദ്യരെ നോക്കി പറഞ്ഞു. ഇരിക്കൂ, ഇദ്ദേഹത്തെ ഉണർത്തിയിട്ട് പോയാൽ മതി. ഒരു ശാസന പോലെയായിരുന്നു അത്. അത് കേട്ട് വൈദ്യർ തന്റെ ചുമലിൽ തൂക്കിയിട്ടിരിക്കുന്ന സഞ്ചിയിൽ നിന്നും ഒരു വെള്ളി ചെല്ലമെടുത്ത് തുറന്ന് അതിൽ നിന്നും ഒരു ഗുളികയെടുത്തു. ഇത്തിരി തുളസി നീര് വേണം, അയാൾ ആവശ്യപ്പെട്ടു. ഞാൻ കൊണ്ടുവരാം. ദേവപ്രിയ പുറത്തേക്ക് പോയി. ആരാണത്? വൈദ്യർ സരസ്വതി അന്തർജനത്തോട് ചോദിച്ചു. വിഷ്ണുവിന്റെ വേളിയാണ്. നേരോ? ഭയപ്പാടോടെ വൈദ്യർ ചോദിച്ചു. അപ്പോഴേക്കും ദേവപ്രിയ തുളസി ഇലകളുമായി വന്നു. അവൾ അമ്മ കൊണ്ടുകൊടുത്ത ചിപ്പിയിലേക്ക് തുളസി ഇലയെ ഞരടി നീരൊഴിച്ചു. പുറത്തേക്കെറിഞ്ഞപ്പോൾ തുളസി ഇലകളുടെ ചണ്ടി ഉണങ്ങിയിരുന്നു. മാത്ര ചാലിച്ച് ഗോപാലൻ നമ്പൂതിരിയുടെ ചുണ്ടിൽ നനച്ചപ്പോൾ അയാൾ കണ്ണു തുറന്നു. ഇനി സാരമില്ല, ഞാൻ പോട്ടെ.
രാവിലെ ഗോപാലൻ നമ്പൂതിരി എണീറ്റു. യാതൊരു അസ്വസ്ഥതയും അയാൾക്ക് തോന്നിയില്ല. അവിടെ നടന്ന വിവരങ്ങൾ പെട്ടെന്ന് ധരിപ്പിക്കാനായി അയാൾ വിശ്വമംഗലത്തേക്ക് തിരിച്ചു. അവിടെ എത്തി എല്ലാ വിവരങ്ങളും ജയന്തനോട് അയാൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണല്ലേ, ഞാൻ സംശയിച്ചത് ശരി തന്നെ. ഇനി അരവാശി നോക്കിക്കളയാം, ഒരു തീരുമാനത്തിന്റെ സ്വരത്തിൽ ജയന്തൻ പറഞ്ഞു. ഗുരുക്ഷേത്രത്തു മനയിൽ ഒരു യക്ഷിയുണ്ടെന്ന് മനസ്സിലായതോടെ മാന്ത്രികനായ ജയന്തൻ അതുമായി ബന്ധപ്പെടുത്തി പലതും ചിന്തിച്ചു. അങ്ങനെയെങ്കിൽ എവിടെ നിന്നായിരിക്കും അവിടെ എത്തിച്ചേർന്നത്? അവിടെ വരാനുണ്ടായ കാരണം എന്തായിരിക്കും? വന്നെങ്കിൽ ഏത് രൂപത്തിൽ അവിടെ കഴിയുന്നു? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം, ഓമല്ലൂർ കാവിന്റെ ഊരായ്മയായ ദാനവേദൻ നമ്പൂതിരിപ്പാട് ദേവിയുടെ ദ്വാരപാലികയെക്കുറിച്ച് സംസാരിച്ചതും അവളുടെ കാൽത്തള നഷ്ടപ്പെട്ടതും അതേക്കുറിച്ച് പ്രശ്നം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ രാശിപ്പലക പറന്നുപോയതും അയാൾ ചിന്തിച്ചു. മുത്തശ്ശൻ പറഞ്ഞതനുസരിച്ച് കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതീവ സുന്ദരിയായ ഒരു യുവതിയെ കാണുകയുണ്ടായി. അവളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പുരുഷൻ കുരുക്ഷേത്രത്തു മനയിലെ കൊച്ചു തിരുമേനിയാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. ആ നിലയ്ക്ക് കൂടെ കണ്ട യുവതി ആരാണെന്ന് ജയന്തൻ ചിന്തിച്ചു. ഒക്കെ ഞാൻ കണ്ടുപിടിച്ച് അറിയിക്കാം, ഗോപാലൻ നമ്പൂതിരി പൊയ്ക്കൊള്ളൂ. ഇത് അല്പം ബുദ്ധിമുട്ടുള്ള കളിയാ, അത്ര എളുപ്പമല്ല, ജയന്തൻ പറഞ്ഞു. അതനുസരിച്ച് ഗോപാലൻ നമ്പൂതിരി പോവുകയും ചെയ്തു. രാത്രി പ്രശ്നം വയ്ക്കുന്നത് ശരിയല്ലെങ്കിലും അതിന് വിപരീതമായി ജയന്തൻ ചെയ്യുവാൻ തീരുമാനിച്ചു. മുന്നേ നഷ്ടപ്പെട്ടു പോയ പ്രശ്നപ്പലക തറവാട്ടുവക കുളത്തിലുണ്ടെന്ന് മുത്തശ്ശൻ സ്വപ്നത്തിൽ വന്ന് പറയുകയുണ്ടായി. അതെടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കെ മറ്റൊരു പലക പണിയിച്ചെടുത്തിരുന്നു. ഒരു വെള്ളക്കിലിന്റെ പലക ഉപയോഗിച്ച് പണിതതാണ് പുതിയ രാശിപ്പലക. കാഴ്ചയിൽ ഒത്തിണങ്ങിയതുപോലെയുണ്ട്. നഷ്ടപ്പെട്ടതിന്റെ തനി പകർപ്പുമാണ്. അന്നത്തെ പലക പണിത അതേ തറവാട്ടിൽ പിറന്നയാളാണ് ഇതും പണിതു തന്നിരിക്കുന്നത്. ദാനവേദൻ ഊണുകഴിഞ്ഞ് ദേവകി അന്തർജനവുമായി വെടി പറഞ്ഞിരിക്കുന്നത് ജയന്തൻ കണ്ടിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം കണ്ടില്ലെന്നു തന്നെ ജയന്തൻ നടിച്ചു. അല്ലെങ്കിൽ തന്നെ ബന്ധപ്പെട്ടാൽ എന്താ കുഴപ്പം? 40 കഴിഞ്ഞ സഹോദരി പുരുഷനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി എത്രയോ കാലമായി നിൽക്കുന്നു. അവളുടെ ആഗ്രഹങ്ങൾ അണപൊട്ടി ഒഴുകുന്നതിനു മുൻപ് ഒരു നമ്പൂരി തന്നെ വന്ന് ബന്ധപ്പെടുന്നതിൽ യാതൊരു തെറ്റും ജയന്തൻ കണ്ടില്ല. അവർ സംസാരിച്ചു കൊണ്ടിരുന്ന തെക്കിനിയിലെ വിളക്കണഞ്ഞു. ജയന്തൻ ചാവടിയിലേക്ക് പോന്നു. ചാവടിയിൽ രാശിപ്പലക വെച്ചു. അതിന്റെ മുന്നിൽ 7 തിരിയിട്ട നിലവിളക്ക് കൊളുത്തി. നവഗ്രഹങ്ങളെയും അശ്വിനി ദേവതകളെയും അഷ്ടദിക് പാലകരെയും മനസ്സിലോർത്തുകൊണ്ട് കവടി വാരി നിരത്തി. എണ്ണം കണ്ട് ഹരിച്ചു ഗുണിച്ച് കൂട്ടി കുറച്ചു. മിച്ചത്തിൽ 0 നിൽക്കുന്നു. ശൂന്യഗ്രഹമാണ്. അപ്പോൾ മനസ്സിലായി പ്രശ്നത്തിൽ ഒന്നും തെളിയുന്നില്ല എന്ന്. പഴയ അനുഭവം മനസ്സിലോർത്തതുകൊണ്ട് ജയന്തൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. വാതിൽ തുറന്നു കിടക്കുകയാണ്. പുറത്തു നിലാവ് പെയ്യുന്നുണ്ട്. നിലാവിൽ തുളസിത്തറയിൽ തുളസിയിലകൾ തിളങ്ങുന്നു. തളിരുകളാണ്, കാറ്റല്ല. പരിസരമെല്ലാം നിശബ്ദമാണ്. പെട്ടെന്ന് ജയന്തന്റെ ദൃഷ്ടി തുളസിയിൽ പതിഞ്ഞു. തുളസിക്കതിരുകൾ ചലിക്കുന്നതുപോലെ തോന്നി. കാറ്റില്ലാത്ത അന്തരീക്ഷത്തിൽ തുളസിയിലകൾ ചലിക്കുകയോ? എന്ത് വിചിത്രം! നിലവിളക്കിലെ തിരുനാളം പോലും നിശ്ചലമായി നിൽക്കുകയാണ്. തുളസിക്ക് പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ ജയന്തന് തോന്നി. അങ്ങനെ തോന്നിയതിന് കാരണം വടക്കുവശത്താണ് കിണർ. പ്രധാന കെട്ടിന്റെ കന്നിക്കോണിൽ നിലാവിൽ വണ്ടിപ്പറയുടെ പിത്തളക്കെട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. ആ തിളക്കം കാണാത്തായതുപോലെ തോന്നി. അല്ല, തിളങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് കാണാതായതായി അയാൾക്ക് തോന്നിയിരുന്നു. എന്തോ വെച്ച് മറച്ചതുപോലെയായിരുന്നു അത്. ജയന്തൻ ഒരു പിടി ഭസ്മം എടുത്തുകൊണ്ട് ആ ഭാഗത്തേക്ക് പാഞ്ഞു. അടുത്തു ചെന്നപ്പോൾ ആരുമില്ല. പക്ഷെ തറയിൽ ഒരു ആമ്പൽപ്പൂവ് കിടക്കുന്നു. സാമാന്യം വലിപ്പമുള്ള വെള്ളാമ്പൽ പൂവാണത്. ഉടൻ തന്നെ ജയന്തന്റെ ബുദ്ധി പ്രവർത്തിക്കുകയും ചെയ്തു. അതിന് താങ്ങെന്ന വണ്ണം ആമ്പൽപ്പൂവിന് പാലപ്പൂവിന്റെ മണമായിരുന്നു. ആമ്പൽപ്പൂവ് ചൂടി ആരോ അവിടെ വന്ന് നിന്നിരുന്നു. ആ പൂവിന്റെ മറയിലാണ് വണ്ടിപ്പറയിലെ പിത്തളക്കെട്ട് കാണാതായത്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഇവിടെ വന്നു നിന്നത്?
മനുഷ്യ സ്ത്രീ അല്ലായിരുന്നെന്നുള്ളത് തീർച്ചയാണ്. മഹാമാന്ത്രികനായ ജയന്തന് ഒരു പിടിയും കിട്ടിയില്ല. തിരികെ വന്ന് ചാവടിയുടെ വാതിലടച്ച ശേഷം പ്രശ്നപ്പലകയുടെ അടുത്തിരുന്നു. വീണ്ടും കവടി വാരി നിരത്തി. അടുത്ത നിമിഷം കവടികൾ കൂട്ടിമുട്ടി ഞെരുങ്ങുന്നത് പോലുള്ള ശബ്ദമുണ്ടായി. ജയന്തൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ രാശിപ്പലക പതുക്കെ അനങ്ങുന്നതാണ് കണ്ടത്. അതനുസരിച്ച് കുമിഞ്ഞിരുന്ന കവടികൾ നിരക്കാൻ തുടങ്ങി. നിരന്നു നിരന്ന് അത് വൃത്താകൃതിയിലായി. ജയന്തന്റെ സൂക്ഷ്മ ദൃഷ്ടി അതിൽ പതിഞ്ഞു നിന്നു. ഉടൻ രാശിപ്പലക ചലിച്ചുകൊണ്ട് സാവധാനം ഉയരുവാൻ തുടങ്ങി. അത് ഉയർന്നു വന്ന് ജയന്തന്റെ മൂക്കിന് നേരെയായി വീണ്ടും ഉയർന്നു. തലയ്ക്ക് മുകളിലെത്തിയപ്പോൾ ജയന്തൻ അതിൽ കയറി പിടിച്ചു. പക്ഷെ അയാളുടെ ശക്തിയിൽ ഒതുങ്ങാതെ ആ പലക ഉയർന്നുകൊണ്ടു തന്നെയിരുന്നു. ചാവടിയുടെ ഉയരത്തിൽ മച്ചിലത് പതിഞ്ഞു നിന്നു. അപ്പോൾ ജയന്തൻ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ പലകയിൽ തൂങ്ങിക്കിടക്കുന്നതുപോലെ കാണപ്പെട്ടു. അയാൾ താഴേക്ക് നോക്കി. 7 തിരിയിട്ട നിലവിളക്ക് നേരെ താഴെ നിന്ന് കുത്തുന്നു. പിടിവിട്ടാൽ താഴെ വിളക്കിന്റെ കൂമ്പാണ് നിൽക്കുന്നത്. ജയന്തൻ വിറച്ചുപോയി. പിടിവിടാതിരിക്കാൻ അയാൾ ബലമായി പിടിച്ചു. എന്നിട്ട് താഴേക്ക് നോക്കാൻ ഭയന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ടു. പലകയോളം വലിപ്പമുള്ള ഒരു കൈത്തലമാണ് അതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ബാക്കിയൊന്നും വ്യക്തമല്ല. ആ കൈ ഒരു സ്ത്രീയുടെ കൈ പോലെ തോന്നിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ പലക താഴേക്ക് വന്ന് വിളക്കിനു നേരെ മുകളിൽ തൊട്ടില്ലെന്ന മട്ടിൽ ജയന്തൻ നിന്നു. തീനാളങ്ങളുടെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അല്പം കൂടി താഴ്ത്തിയാൽ താൻ ഉടുത്തിരിക്കുന്ന പുളിയിലക്കരയൻ വേഷ്ടിക്ക് തീ പിടിച്ചതു തന്നെ. മുത്തശ്ശ കാക്കണേ, ജയന്തൻ വിളിച്ചു പറഞ്ഞു. ആ വിളിയുടെ ശബ്ദം അങ്ങ് പഴയ തറവാടിന്റെ നിലവറയിൽ പ്രതിധ്വനിച്ചു. സമാധിയിലുണ്ടായിരുന്ന വിശ്വമംഗലം തറവാട്ടിലെ രുദ്രപ്രതാപിയായിരുന്ന സൂര്യനാരായണൻ വിളി കേട്ടു. നിലവറയ്ക്കുള്ളിൽ നിന്ന് ആ മാന്ത്രികന്റെ ആത്മാവ് പുറത്തു വന്നു. അപ്പോൾ അത് പരകായ പ്രവേശനം എന്ന മഹാവിദ്യയിലൂടെ കുന്തിരിക്കമിട്ട് മൂടിയിരുന്ന പഴയ ശരീരത്തിൽ കടന്നുകൂടിയിരുന്നു. തികച്ചും ഭീവത്സമായ ഒരു രൂപമായിരുന്നു അത്. സർവാംഗം ദ്രവിച്ചു തുടങ്ങിയ ഒരു മനുഷ്യ ശരീരം നടന്നു നീങ്ങിയാൽ എങ്ങനെയിരിക്കും? അതുപോലെയായിരുന്നു സൂര്യനാരായണൻ. നിലവറയ്ക്കുള്ളിൽ നിന്നും പുറത്തു വന്ന് അറയുടെ ഭിത്തി ചുറ്റി വാതിലിനടുത്തെത്തിയപ്പോൾ ഭയന്നു വിറച്ചതുപോലെ വാതിൽ പാളികൾ അകത്തേക്ക് വലിച്ചു തുറന്നു. സാക്ഷാകൾ തനിയെ മാറിക്കൊണ്ട് തിരി ചുഴിക്കുറ്റിയിൽ കറങ്ങി പാളികൾ ശബ്ദമുണ്ടാക്കി. ആ കറകറ ശബ്ദം പഴയ തറവാടിന്റെ തടിച്ചുവരുകളിലും മച്ചിലും മാറ്റൊലി കൊണ്ടു. കോലായിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ ചുവരിൽ പതിഞ്ഞിരുന്ന ഗൗളികൾ പരക്കം പാഞ്ഞു. സൂര്യനാരായണൻ മുറ്റത്തേക്കിറങ്ങി. അതൊരു ഇറക്കമായിരുന്നു. കാലങ്ങളായി താൻ സ്വയം രൂപപ്പെടുത്തിയെടുത്തിരുന്ന ഒരു ചിതൽപുറ്റ് പൊട്ടിച്ച് പുറത്തു വന്നതുപോലെയായിരുന്നു അത്. മുറ്റത്ത് ഇറങ്ങി നിന്ന് മുകളിലേക്ക് ചുറ്റും നോക്കി. അപ്പോൾ ചിറകടിച്ചകലുന്ന കടവാവലുകളുടെ ശബ്ദം അവിടെ വികൃത സ്വരത്തിൽ കേട്ടു. എന്തിനേയോ കണ്ട് പേടിച്ചതുപോലെ തങ്ങളുടെ വൃത്തികെട്ട തോൽ ചിറകുകൾ കൊണ്ട് വായുവിൽ വകഞ്ഞു കീറി പ്രാണനും കൊണ്ട് അവ പറന്നു. മൂങ്ങകൾ ശബ്ദമിട്ടു കരഞ്ഞു. പെരിയാനെ കണ്ട് പേടിച്ചരണ്ടതുപോലെ കുറുനരികൾ ഓലിയിട്ടു. ചുറ്റുപാടുമുള്ള പ്രകൃതി പോലും ഭയന്നു വിറച്ചതുപോലെയായി. ആരാണ്? പുരാതന വിശ്വമംഗലം തറവാടിന്റെ തിരുമുറ്റത്ത് നിൽക്കുന്നത് ആര്? ഒരു കാലത്ത് ആ തറവാടിനെയും അതിനു ചുറ്റുമുള്ള ജീവജാലങ്ങളെയും വിറകൊള്ളിച്ചിട്ടുള്ള സാക്ഷാൽ സൂര്യനാരായണൻ നമ്പൂതിരി നിൽക്കുന്നു. ഒരു പ്രതിമ കാലെടുത്തു വെക്കുന്നത് പോലെ സാവധാനം ആ രൂപം നടന്നു. മുത്തശ്ശ! ഭയന്നു വിറയ്ക്കുന്ന ആ ശബ്ദം വീണ്ടും ഉയർന്നു കേട്ടു. ഇതാ ഞാൻ വരുന്നു, സൂര്യനാരായണൻ നമ്പൂതിരി വിളിച്ചു പറഞ്ഞു. ആ ശബ്ദം ചാവടിയിൽ ത്രിശങ്ക സ്വർഗത്തിലെന്ന പോലെ നിൽക്കുന്ന ജയന്തൻ കേട്ടു. സമാധാനിക്കുകയും ചെയ്തു. നിന്റെ കളി ഇന്ന് അവസാനിപ്പിക്കും, ജയന്തൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. പുറത്ത് കാറ്റടിക്കുന്ന ശബ്ദമുണ്ടായി. അതിഭയങ്കരമായ കാറ്റ്. ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങളെ വിറകൊള്ളിച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് അവിടെയുണ്ടായി. മൂളി ചൂളം വിളിച്ചുകൊണ്ട് കാറ്റ് ചുറ്റിയടിച്ച് ഒരു ചുഴലിക്കാറ്റ് പോലെ തുളസിച്ചെടിയെ പിരിച്ചു കളഞ്ഞു. അത് മഹാമാന്ത്രികന്റെ വരവിന്റെ മുന്നോടിയായിരുന്നു.
മുറ്റത്തിറങ്ങി നിന്ന സൂര്യനാരായണൻ നമ്പൂതിരി തന്റെ ശിരസിലെ ഒരു രോമം പിഴുതെടുത്ത് മന്ത്രം ജപിച്ച് എറിഞ്ഞു. നിമിഷങ്ങൾക്കകം ഒരു പനയോല തണ്ടിനു മുകളിൽ വെച്ച് ഇരിഞ്ഞ് പറന്നു വന്ന് മുന്നിൽ പതിച്ചു. സൂര്യനാരായണൻ അതിൽ കയറി നിന്നു. മുകളിലേക്കുയർന്ന പന പോലെ, പുഷ്പക വിമാനം പോലെ ആകാശത്തുകൂടെ വിശ്വമംഗലം പുതിയ തറവാടിന്റെ മുന്നിൽ സാവധാനം താണിറങ്ങി. അപ്പോൾ വീണ്ടും ജയന്തൻ മുകളിലേക്കുയർന്ന് മച്ചിൽ എത്തിയിരുന്നു. അയാൾ നോക്കിയപ്പോൾ രാശിപ്പലക താങ്ങി നിർത്തിയിരിക്കുന്ന കൈ സാവധാനം അയഞ്ഞു വരുന്നത് കണ്ടു. താഴെ നിലവിളക്ക് കത്തി നിൽക്കുന്നു. അതിന്റെ മധ്യത്തിലുള്ള കൂമ്പ് മുകളിലേക്ക് കൂർത്തു നിൽക്കുന്നു. പലകയിൽ നിന്നും ആ വലിയ കരതലം അയച്ചാൽ വന്നു വീഴുന്നത് നിലവിളക്കിന്റെ കൂമ്പിലായിരിക്കും. ഹോ! ജയന്തൻ നിലവിളിച്ചു പോയി. ആ നിലവിളി സൂര്യനാരായണൻ നമ്പൂതിരിയുടെ കാതുകളിൽ ആഞ്ഞു പതിച്ചു. മാന്ത്രികൻ തന്റെ വലതുകൈ ഉയർത്തി വാതിൽക്കലേക്ക് നീട്ടി. സൂര്യനാരായണൻ നമ്പൂതിരിയുടെ നീട്ടിയ കൈത്തണ്ടയിൽ നിന്നും നിഴൽ പോലെ മറ്റൊരു കൈ നീണ്ട് ചാവടിയുടെ വാതിൽ പാളി തല്ലി തുറന്നു. അത് അകത്തേക്ക് കടന്നു ചെന്നു. നിലവിളക്കിന്റെ കൂമ്പിനു മുകളിൽ ആ കൈത്തലം ജയന്തൻ താഴെ വീണാലും അപകടം പറ്റാത്ത രീതിയിൽ നിന്നു. ജയന്തൻ അത് കണ്ടു. ആ കൈ മുത്തശ്ശന്റേതാണെന്ന് അയാൾ മനസ്സിലാക്കുകയും ചെയ്തു. തന്റെ അപകടനില മനസ്സിലാക്കിയ മുത്തശ്ശൻ സമാധി സ്ഥലം വിട്ട് ഇറങ്ങി വന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ നഷ്ടപ്പെട്ട ധൈര്യം അയാൾക്ക് വീണ്ടു കിട്ടി. ഇനി ഒന്നുകൊണ്ടും ഭയപ്പെടാനില്ലെന്ന ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്തു. പെട്ടെന്ന് രാശിപ്പലക താങ്ങിയിരുന്ന കൈത്തലം മാറുകയും ജയന്തൻ താഴോട്ട് വീഴുകയും ചെയ്തു. പക്ഷേ അയാൾക്ക് യാതൊന്നും സംഭവിച്ചില്ല. മുത്തശ്ശന്റെ കൈത്തലം അയാളെ താങ്ങി പായിൽ ഇരുത്തുകയും ചെയ്തു. രാശിപ്പലക അയാളുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അത് മുകളിൽ പിടിച്ചിരിക്കുകയാണെന്ന് അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്. ജയന്ത, എന്താണ് ഉണ്ടായത്? പുറത്ത് മുത്തശ്ശന്റെ ശബ്ദം കേട്ടു. സംഭവിച്ച കാര്യങ്ങൾ ജയന്തൻ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ അവൾ കളിക്കുകയാണ് അല്ലേ? മുത്തശ്ശൻ ചോദിച്ചു. അതെ, ഇതിപ്പോൾ 2ാം തവണയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല. എന്റെ മനയിൽ കയറി എനിക്കെതിരായി കളിക്കുന്നവളെ വെറുതെ വിടാൻ പറ്റില്ല. വിശ്വമംഗലം തറവാടിന് ഇത് ആദ്യത്തെ കളങ്കമാണ്, ജയന്തൻ ഓർമ്മിപ്പിച്ചു. ഞാനൊന്ന് ആലോചിക്കട്ടെ, മാർഗം പറഞ്ഞു തരാം. പുറത്ത് മഹാമാന്ത്രികനായ സൂര്യനാരായണൻ നമ്പൂതിരിപ്പാട് ഇനി എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തു. ഒറ്റ വഴിയേയുള്ളൂ. നിന്റെ ശത്രുവാണ് ആ യക്ഷി. അവളെ നശിപ്പിക്കാൻ ധൂമാവതിക്കു മാത്രമേ സാധിക്കൂ. ധ്യാനം ഞാൻ പറഞ്ഞു തരാം. നാരായമെടുത്ത് കുറിച്ചോളൂ. പുറത്തുനിന്നും സൂര്യനാരായണൻ ധ്യാനവും മന്ത്രവും പറഞ്ഞുകൊടുത്തു. വളരെ ഉയരമുള്ള ശരീരത്തോടു കൂടിയവളും മുഷിഞ്ഞ വസ്ത്രങ്ങളോടു കൂടിയും സകല മനുഷ്യർക്കും ഉദ്വേഗത്തെ ജനിപ്പിക്കുന്നവളും ദുഷ്ടമനസ്സോടു കൂടിയവളും ഭയങ്കരങ്ങളായ 3 കണ്ണുള്ളവളും വലിയ വായുള്ളവളും ചഞ്ചല സ്വഭാവത്തോടു കൂടിയുള്ളവളും വിയർത്തൊലിച്ച ദേഹത്തോടും വിശന്നു വലഞ്ഞ് ഒട്ടിയ ശരീരത്തോടു കൂടിയവളും അഴിച്ചിട്ട മുടിയോടു കൂടിയവളും കറുത്ത നിറമുള്ളവളും കലഹപ്രിയയുമായ ധൂമാവതിയെ ധ്യാനിക്കുന്നു. ഒരക്ഷരം പോലും വിടാതെ ജയന്തൻ അതെല്ലാം എഴുതിയെടുത്തു. അതിനുശേഷം സൂര്യനാരായണൻ വീണ്ടും പറഞ്ഞുകൊടുത്തു. ധൂം ധൂം ധൂമാവതി സ്വാഹ എന്നുള്ള മന്ത്രം ശ്മശാനത്തിൽ പോയിരുന്ന് നഗ്നനായി ജപിക്കണം. എള്ള് 10,000 തവണ ഹോമാഗ്നിയിൽ ഹോമിക്കണം. മന്ത്രത്തിൽ തെറ്റോ എണ്ണത്തിൽ പിശകോ വരാൻ പാടില്ല. ഹോമത്തിന്റെ അവസാനം ധൂമാവതി പ്രത്യക്ഷപ്പെട്ട് കാര്യം ചോദിക്കുമ്പോൾ നിന്നെ തോൽപ്പിച്ചിരിക്കുന്ന യക്ഷി എവിടെയിരുന്നാലും അവളെ കൈയോടെ പിടിച്ചുകെട്ടി നിന്റെ മുന്നിൽ കൊണ്ടുവരും. കയ്യിൽ വന്നു ചേർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നീ അവളെ കിടക്കറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അവളുമായി ശയിച്ച് അവളെ നീ കീഴ്പ്പെടുത്തണം. അപ്പോൾ അവൾ നിന്റെ ചൊൽപ്പടിക്ക് നിന്നുകൊള്ളും. മാത്രമല്ല, ഇപ്പോൾ അവൾ ആരുടെ കൂടെ നിൽക്കുന്നുവോ അവർക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യാം. അതിനുള്ള വിദ്യ അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. സൂര്യനാരായണൻ തന്റെ സമാധി സ്ഥലത്തേക്ക് തിരിച്ചുപോയി. സമാധാനത്തോടെ ജയന്തൻ കിടന്നുറങ്ങി. പിറ്റേന്ന് ഗോപാലൻ നമ്പൂതിരിയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കുരുക്ഷേത്രത്തുമനയിൽ ഏതെങ്കിലും ഒരു യക്ഷി തുണയായിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ഇവിടെ വരുത്തി എന്റെ അടിമയാക്കിക്കൊള്ളാം. അക്കാര്യത്തിൽ ഞാൻ ഉറപ്പു തരുന്നു.
അത് കേട്ടപ്പോൾ ഗോപാലൻ നമ്പൂതിരിക്ക് സന്തോഷമായി. യക്ഷി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കുരുക്ഷേത്രത്ത് മനയുടെ ഐശ്വര്യം നശിക്കും. അപ്പോൾ സഹോദരിയുടെയും മരുമകന്റെയും ഗർവ് അവസാനിക്കുകയും ചെയ്യും. പിന്നീട് നിമിഷ നേരം മതി പഴയ രീതിയിൽ ആയിത്തീരാൻ. അങ്ങനെയാണല്ലോ പലയിടത്തും സംഭവിച്ചിട്ടുള്ളത്. യക്ഷികളെ പോലുള്ള ഔഭൗമ ശക്തികളുമായി ബന്ധമുള്ള ഐശ്വര്യങ്ങളെല്ലാം അവർ അവിടെ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ അതോടെ അവസാനിക്കുമെന്ന് അയാൾ കേട്ടിട്ടുണ്ട്. ഇത് സാധിച്ചു തന്നാൽ ദേവകിക്കൊരു കൂട്ടായി ഇവിടെ കഴിയാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇതൊരു വാശിയാണ്. അതുകൂടി കേട്ടപ്പോൾ ജയന്തന് കൂടുതൽ താല്പര്യമായി. ഒരു വെടിക്ക് രണ്ടു പക്ഷി. തനിക്ക് അന്തിക്കൂട്ടിന് ഒരു യക്ഷിയുമായി, ഇതുവരെ അവിവാഹിതയായി കഴിഞ്ഞ സഹോദരിക്ക് ഒരു ആൺതുണയുമായി. അങ്ങനെ ആച്ചാൽ ഗോപാലൻ നമ്പൂതിരി ഇന്ന് പോവണ്ട. കാരണം രാത്രി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ട്. തന്നെയുമല്ല, പകൽ എനിക്ക് ചില സാമഗ്രികൾക്കായി പോവുകയും വേണം. ആരെങ്കിലും വന്നാൽ ഞാൻ ഇവിടെയില്ലെന്ന് ആരെങ്കിലും പറയണ്ടേ? അപ്പോഴേക്കും ദാനവേദൻ കുളി കഴിഞ്ഞെത്തി. സംഗതിയെല്ലാം ജയന്തൻ ദാനവേദനോട് പറഞ്ഞു. സംഗതിയെല്ലാം ഏതാണ്ട് ഭദ്രമായെന്നാ തോന്നണേ. നിങ്ങളിനി ഓമല്ലൂർക്ക് മടങ്ങിക്കോളൂ. അത് കേട്ടപ്പോൾ ദാനവേദന് പരിഭ്രമമായി. ഞാൻ തനിച്ചെങ്ങനെ പോവാ? വാസുവിന്റെ കാര്യം അദ്ദേഹം ചോദിച്ചു. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയായി വരികയാ. നഷ്ടപ്പെട്ട കാൽത്തള കൊണ്ടേ വാസു മടങ്ങി വരൂ. അതിന് ചില ഹോമങ്ങളെ വേണമത്രേ. ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താ? അത് കേട്ടപ്പോൾ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയ ആശയമാണെന്ന് ദാനവേദന് തോന്നി. രാവിലത്തെ കാപ്പി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറപ്പെട്ടു. കൂടെ ജയന്തനും പോകാൻ തയ്യാറായി. ജയന്തൻ ദേവകി അന്തർജനത്തെ വിളിച്ചു പറഞ്ഞു. ഞാൻ കുറെ ദൂരെയൊരു സ്ഥലത്തു പോവുകയാണ്. സന്ധ്യയ്ക്ക് മടങ്ങി വരൂ. വിരുന്നുകാരന്റെ കാര്യം നോക്കിക്കൊള്ളണം. ഞാൻ ഇറങ്ങുന്നു. ഉച്ചയൂണ് കഴിഞ്ഞ് ഗോപാലൻ നമ്പൂതിരി വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം കോലായിൽ ഇരിക്കുകയായിരുന്നു. ദേവകി അന്തർജനം വന്നു വിളിച്ചു. തെക്കിനിയിൽ നല്ല കാറ്റുണ്ട്. അവിടെ പോയി ഇരിക്കുകയല്ലേ നല്ലത്. കൂടെ ചുണ്ടിന്റെ ഇടത്തെ അരികിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ചിരിയും ഒരു ഗൂഢമന്ദഹാസം. മുറിയിലേക്ക് കയറിയപ്പോൾ വാതിൽ അടച്ചത് ദേവകി അന്തർജനം തന്നെയായിരുന്നു. കിടക്കയിൽ നിവർത്തി വെച്ചിരുന്ന തലയിണയിൽ ചാരിയിരുന്ന് ഗോപാലൻ നമ്പൂതിരി നോക്കിയപ്പോൾ ദേവകി അന്തർജനം തനിച്ചു നിൽക്കുന്നു. ഇതിനു മുമ്പ് നിലവിളക്കിന്റെ പ്രകാശത്തിൽ മാത്രമേ അവരെ അയാൾ തനിച്ചു കണ്ടിട്ടുള്ളൂ. സൗന്ദര്യവും ശരീരവും ഈശ്വരൻ അവൾക്ക് കൈ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ അസ്ഥികൾ എത്രയോ ഉള്ളിലാണെന്ന് തോന്നും. തുള്ളിത്തുളുമ്പുന്ന മാംസളമായ ശരീരമാണ് അവളുടേത്. അതോടൊപ്പം ആവേശവും അവർക്കുണ്ട്. സ്വന്തം ഭാര്യയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആവേശമാണ് ഗോപാലൻ നമ്പൂതിരിയെ ദേവകി അന്തർജനത്തിലേക്ക് ആകർഷിച്ചത്. ശാസ്ത്രങ്ങൾ അവൾക്ക് കാണാപ്പാടമാണെന്ന് ഗോപാലൻ നമ്പൂതിരിക്ക് തോന്നി. ദേവകിയെ എനിക്ക് വിട്ടുപിരിയാൻ തോന്നുന്നില്ല. അയാൾ ഹൃദയം തുറന്നു പറഞ്ഞു. എനിക്കും അങ്ങനെ തന്നെയാ. ദേവകി അന്തർജനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായി തപസ്സിരുന്ന് പുറത്ത് വാൽമീകം മൂടിക്കഴിഞ്ഞതുപോലെയായിരുന്നു. ഒടുവിൽ വാൽമീകം തകർത്ത് പുറത്തു വന്നപ്പോൾ ഏതു പാറക്കല്ലിനെ പോലും തിരുമ്മി പൊടിക്കാനുള്ള ശക്തി അവളുടെ ശിരാവ്യൂഹങ്ങൾക്ക് കിട്ടിയിരുന്നു. ആവേശവും ഓജസ്സുമുള്ള ദേവകി അന്തർജനം ഗോപാലൻ നമ്പൂതിരിയുടെ അടങ്ങിക്കിടന്ന മോഹങ്ങൾക്ക് ചിറകുകൾ നൽകി. അവ അഗ്നിച്ചിറകുകളായി മാറുകയായിരുന്നു. ജയന്തൻ പുറത്ത് ചുമയ്ക്കുന്നത് കേട്ട് ദേവകി പിടഞ്ഞെണീറ്റ് മുണ്ടും മേൽമുണ്ടും ധരിച്ച് പുറത്തു വന്നു. എവിടെ ഗോപാലൻ നമ്പൂതിരി? ജയന്തൻ ചോദിച്ചു. ഉച്ചയൂണ് കഴിഞ്ഞ് ഉറങ്ങാൻ കയറിയതാണ്. ഞാൻ വിളിക്കാനൊന്നും ഒരുമ്പെട്ടില്ല. സന്ധ്യ കഴിഞ്ഞല്ലോ. കാപ്പി കൊടുത്തില്ലേ? ഉറങ്ങുന്നയാളെ എങ്ങനാ വിളിക്കുക? ഞാൻ വിളിച്ചില്ല. അയാളെ ഒരന്യനായി കരുതേണ്ട ദേവകി, ജയന്തൻ പറഞ്ഞു. ജയന്തൻ ഗോപാലൻ നമ്പൂതിരിയെ വിളിച്ചുണർത്തി. സത്യത്തിൽ അയാൾ ഉറങ്ങിപ്പോയിരുന്നു. എപ്പോൾ വന്നുവെന്ന കുശലത്തോടു കൂടിയാണ് ഗോപാലൻ നമ്പൂതിരി എണീറ്റത്. ഒക്കെ പറയാം. നമുക്കാദ്യം ഊണ് കഴിക്കാം. ശരീരം വിയർത്തിരിക്കുന്നു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എങ്കിൽ ഒരുമിച്ചു പോയി കളയാം. കുളി കഴിഞ്ഞു. രണ്ടാളും ഊണ് കഴിച്ചു. ദേവകി, ഞങ്ങൾ രണ്ടാളും യാത്ര പറയുന്നില്ല. സംഗതി അന്തർജനത്തിന് പിടികിട്ടിയില്ല.
എവിടേക്കാണോ പോകുന്നത് അവർ ചിന്തിച്ചു. ജയന്തനും ഗോപാലൻ നമ്പൂതിരിയും പോയത് അവിടെ നിന്നും 2 നാഴിക അകലെയുള്ള ശ്മശാനത്തിലേക്കായിരുന്നു. ആ ഗ്രാമത്തിലെ പൊതുശ്മശാനമായിരുന്നു അത്. അകലെ വച്ചു തന്നെ അവിടെ അഗ്നിസ്ഫുലിംഗങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നത് അവർ കണ്ടു. ആരെയോ ദഹിപ്പിക്കുന്നുണ്ട്, ഗോപാലൻ നമ്പൂതിരി പറഞ്ഞു. അത് പറയുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു വൈക്ലഭ്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി അയാൾക്ക് പരിചയമില്ലായിരുന്നു. നടാടെയാണ് അതിന് പോകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാതിരിക്കാനും പറ്റില്ല. 2 തരത്തിൽ താനിപ്പോൾ വിശ്വമംഗലവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, സഹോദരിയുടെ അഹന്ത കുറയ്ക്കുക. പിന്നെ ദേവകിയുടെ മാംസള ശരീരത്തിന്റെ ചൂടും ഓജസ്സും അനുഭവിക്കുക. അതിൽ രണ്ടാമത്തേത് ഇപ്പോൾ കൂടുതൽ ആനന്ദമായി തോന്നുന്നുണ്ട്. കുറെ കാലമായി മനസ്സ് ഉറങ്ങുകയായിരുന്നു. ഉണർത്താനുള്ള കഴിവും ചിമിട്ടും വേളിക്കില്ലായിരുന്നു. അവരിപ്പോൾ കുടുംബകാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ വച്ചിരിക്കുന്നത്. താനും ഇപ്പോൾ എല്ലാം മറന്ന മട്ടാണ്. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കളത്തിലിറങ്ങിയപ്പോൾ ചുറ്റിവെച്ച നൂലുവണ്ടി ചക്രം കയ്യിൽ നിന്ന് പോയ മട്ടാണ്. ചുറ്റിയതിനേക്കാൾ കൂടുതൽ അഴിഞ്ഞിരിക്കുന്നു. സ്വന്തം അളിയന് കൂട്ടുപോകുന്നത് പോലെയാണ് ഇപ്പോൾ ഗോപാലൻ നമ്പൂതിരി പോകുന്നത്. എന്താ ഒന്നും ഉരിയാടാത്തത്? ജയന്തൻ തിരക്കി. ഓ, ഒന്നുമില്ല. അല്ല, ഇങ്ങനെയൊക്കെ സഞ്ചരിച്ച് പരിചയമുണ്ടാവില്ല. ഏറെക്കുറെ ശരി തന്നെ. എന്നാൽ കേൾക്കണോ? എന്റെ കുട്ടിക്കാലം മുതൽക്കേ എന്നുവെച്ചാൽ 5 വയസ്സുള്ളപ്പോൾ മുതൽ അച്ഛന്റെ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഭയമില്ല. ജയന്തൻ പറയുന്നത് കേട്ടുകൊണ്ട് ഗോപാലൻ നമ്പൂതിരി നടന്നു. ഒരിക്കൽ ഞാനും അച്ഛനും കൂടി ഒരു പ്രേതത്തെ ഇറക്കാൻ പോയി. കുറെ വടക്ക. അച്ഛൻ ആള് എന്നേക്കാളും വമ്പനായിരുന്നു. ഒരു പെണ്ണിന്റെ ദേഹത്ത് ഒരു രക്ഷസ് കൂടി കേറിയിട്ട് കാലം കുറെ ആയിരിക്കണ്. രാത്രി കാലങ്ങളിലാ ആക്രമണം. എന്നിട്ടെന്താ ചെയ്യാ? കേട്ടോളൂ, നല്ല രസമാ. ജയന്തൻ അന്നത്തെ സംഭവം മുന്നിൽ കാണുന്നത് പോലെ പറയുകയായിരുന്നു. എനിക്കന്ന് വയസ്സ് 18. ചെന്നപ്പോഴുണ്ട് പെണ്ണ് അതിസുന്ദരി. ഉണ്ണയാർച്ചയുടെ വിവരണം പോലുണ്ട്. വയനാടൻ മഞ്ഞൾ മുറിച്ചതുപോലെ. ജയന്തൻ നിർത്തി. ഗോപാലൻ നമ്പൂതിരിക്ക് തോന്നി അവളെ അയാൾ മുന്നിൽ കാണുകയാണെന്ന്. പരാക്രമം എന്താണെന്ന് കേൾക്കണോ? കേൾക്കണം. കേൾക്കേണ്ടതാ. രാത്രിയായാൽ ഭർത്താവിനെ വിടില്ല. എത്രയായാലും മതിയാവില്ല. ആസക്തിയെ. വേറെ കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ മനസ്സിലായില്ല. പിന്നെ ഒരു ഗന്ധം വന്നപ്പോഴാ സംശയം തോന്നിയത്. ഗോപാലൻ നമ്പൂതിരി മൂളിക്കേട്ട് നടന്നു. ഗന്ധോന്നു വെച്ചാൽ പാലപ്പൂവിന്റെ ഗന്ധം. അത് വന്നപ്പോഴാണ് സംശയം വന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. സത്യം പറഞ്ഞാൽ എനിക്കൊരു മോഹം. പക്ഷെ അച്ഛനോട് പറയാനൊക്കുമോ? പക്ഷെ ഞാൻ വിട്ടില്ല. ജയന്തൻ ചിരിച്ചു. 7 നാളത്തെ ഹോമം ഉണ്ടെന്നറിഞ്ഞപ്പോൾ സമാധാനമായി. അച്ഛന്റെ മുന്നിൽ വരുമ്പോ ഒരു കുഴപ്പവുമില്ല. അതു കഴിഞ്ഞാൽ തകരാറാ. 3-ാം നാൾ അവളുടെ ഭർത്താവിനെ ഞങ്ങളോടൊപ്പം കിടത്തി. അവൾ അവിടെ വരുമോന്ന് അറിയാനാ അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഗോപാലൻ നമ്പൂതിരിക്ക് രസം കേറി. വന്നു എന്റെ അടുത്ത്. അവൾക്ക് ആരായാലും മതിയായിരുന്നു. എന്നിട്ട് തരക്കേടില്ലെന്നുള്ള മറുപടിയായിരിക്കണം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. അഭ്യാസമെല്ലാം കഴിഞ്ഞിരുന്ന ഒരു നമ്പൂരിപ്പെണ്ണിന്റെ രക്ഷസായിരുന്നു കൂടിയിരുന്നത്. നേരോ? അറിയാതെ ഗോപാലൻ നമ്പൂതിരി ദേവകിയുടെ കാര്യം ഓർത്തുപോയി. 7-ാം നാൾ അവളെ ഇരുമ്പാണിയിൽ ഒതുക്കി. എനിക്ക് ദുഃഖവും തോന്നി. അവർ ചുടുകാടിനടുത്തെത്തി. മധ്യത്തിലായി ഒരു ചിത കത്തുന്നുണ്ട്. പാതി കഴിഞ്ഞിരിക്കുന്നു. അനാഥപ്രേതമാണെന്ന് ഉറപ്പായി. ആരെയും അവിടെ എങ്ങും കാണാനില്ല. സംഗതി വിജയമാണ്, ജയന്തൻ പറഞ്ഞു. ഗോപാലൻ നമ്പൂതിരി കാരണം ചോദിച്ചില്ല. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചുടലക്കളവുമായി ബന്ധപ്പെട്ട എല്ലാ ദേവതകളും എത്തും. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം നിറവേറും. ജയന്തൻ എല്ലാം തയ്യാറാക്കി. ഗോപാലൻ നമ്പൂതിരി ആ മരക്കുറ്റിയിൽ ഇരുന്നോളൂ. ലക്ഷ്യം ഞാൻ കാണിച്ചു തരാം. ഭയക്കരുത്. ഇതാ, ഇത് കയ്യിൽ വെച്ചോളൂ. ജയന്തൻ കഴുത്തിൽ നിന്നും തന്റെ രുദ്രാക്ഷം ഊരിയെടുത്ത് ഗോപാലൻ നമ്പൂതിരിയുടെ കയ്യിൽ കൊടുത്തു. അയാൾ അതു വാങ്ങി കഴുത്തിലിട്ട് മരക്കുറ്റിയിലിരുന്നു. ജയന്തൻ ഉടുവസ്ത്രം ഉരിഞ്ഞ്
ഞാന്നു കിടന്നിരുന്ന ഒരു വൃക്ഷക്കൊമ്പിൽ തൂക്കി. അതിനുശേഷം പൂർണ്ണ നഗ്നനായി ചമ്രം പടിഞ്ഞിരുന്നു. ഹോമാഗ്നിയിൽ സഞ്ചിയിൽ കരുതിയിരുന്ന എള്ള് 3 വിരലിൽ നുള്ളിയെടുത്ത് ഹോമിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലി. അത് അങ്ങനെ നീണ്ടുപോയി. ഗോപാലൻ നമ്പൂതിരി കേട്ടിരുന്നു. സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. രാത്രിയുടെ 3-ാം യാമം അവസാനിക്കാൻ ഇനിയും 1 നാഴിക കൂടിയുണ്ട്. അപ്പോൾ അതിഭയങ്കരമായ ഒരു ശബ്ദം കേട്ടു. കാടിളക്കിക്കൊണ്ട് എന്തോ വരുന്നതുപോലെ ആയിരുന്നു അത്. ജയന്തൻ അപ്പോഴും ഹോമാഗ്നിയിൽ എള്ള് ഹോമിച്ച് മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നു. തെക്കുഭാഗത്തു നിന്നും കേട്ട ആ ശബ്ദം അടുത്തടുത്തു വന്നുകൊണ്ടേയിരുന്നു. നോക്കിയപ്പോൾ കൊഴുത്ത പുക ഒഴുകി വന്നു. അന്തരീക്ഷത്തിൽ കൂടി ഒരു തൂണുപോലെ ആയിരുന്നു അത് വന്നുകൊണ്ടിരുന്നത്. ഒരു ചുഴലിക്കാറ്റുപോലെ അത് കറങ്ങിക്കൊണ്ടിരുന്നു. വന്ന വഴിയിൽ വൃക്ഷക്കൊമ്പുകൾ വളഞ്ഞ് ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഭീകരമായ ഒരു ശബ്ദം. ഒടുവിൽ ജയന്തന്റെ വായിൽ നിന്ന് ധൂം ധൂം ധൂമാവതി സ്വാഹ എന്നു മാത്രം 10,000-ാമത് ഉയർന്നു വീണപ്പോൾ നിൽക്കുന്നു മുന്നിൽ പുകയുടെ ആകൃതിയിൽ ഒരു രൂപം. അതിനുള്ളിൽ 2 ചുവന്ന കണ്ണുകൾ തിളങ്ങുന്നു. പൈശാചികവും ഘോരവുമായ ആ രൂപം ജയന്തൻ കണ്ടു. എന്നാൽ ഗോപാലൻ നമ്പൂതിരി ഒരു ധൂമവലയം മാത്രം കണ്ടു. അയാൾ രുദ്രാക്ഷത്തിൽ പിടിച്ചു മുറുക്കിക്കൊണ്ട് ദേവിയെ വിളിച്ച് ഇരുന്നു. ജയന്തന്റെ കാതിൽ ദേവി രഹസ്യമോതി. അവിടെയുള്ളത് യക്ഷി തന്നെ. പക്ഷെ നിസാരമല്ല, ശക്തിയുണ്ട്. സാക്ഷാൽ ദുർഗയുടെ പരിചാരികയാണ്. ജയന്തൻ മണിമുഴക്കം പോലുള്ള ആ വാക്കുകൾ കേട്ടിരുന്നു. എന്നാൽ അവളുടെ ശക്തി കുറയ്ക്കാൻ മാർഗമുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ ചെയ്താൽ ഗുണം വരും. എന്നാൽ ദേവി അരുൾ ചെയ്താലും അവനെ ഇവിടെ കൊണ്ടുവരണം. ആരാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഇവിടെ എത്തിയാൽ നങ്ങേമ തങ്ങിയിരിക്കുന്ന ആ മുരിക്കിൽ അവൻ തറഞ്ഞുകൊള്ളും. ഇവിടെ ഞാൻ എങ്ങനെ വരുത്തും? അതിനല്ലേ വിദ്യയുള്ളത്. അതായിരിക്കുന്നവനില്ലേ, അവനെ കൊണ്ട് ഇവിടെ കൊണ്ടുവരുവിക്കണം. അതെങ്ങനെ? ആദ്യം അവന്റെ അമ്മയെ നിന്റെ ഇല്ലത്തിൽ കൂട്ടിക്കൊണ്ടുവരണം. കാരണം അവൾ ആ യക്ഷിക്ക് എതിരാണ്, ശത്രുവാണ്. യക്ഷിദ്രോഹം ഒഴിവാക്കാനാണെന്നു പറഞ്ഞാൽ അവൾ വരും. അതുകഴിഞ്ഞ് അമ്മയെ കാണാൻ മകൻ വരാനുള്ള വിദ്യ ഞാൻ പറഞ്ഞു തരാം. അവൻ എത്തിക്കഴിഞ്ഞാൽ അമ്മയ്ക്കു വേണ്ടി മുള്ളുമുരിക്കിന്റെ ചുവട്ടിൽ അർദ്ധരാത്രി ഹോമം നടത്തണമെന്ന് പറയണം. അവൻ ചെയ്യും. അപ്പോൾ നങ്ങേമ്മ അവനെ പ്രാപിക്കാനായി ഇറങ്ങി വരും. അതുമതി ദേവി, അതുമതി. ജയന്തൻ സന്തോഷിച്ചു. മാത്രമല്ല, എന്നെ നീ സന്തോഷിപ്പിച്ച നിലയ്ക്ക് ആ യക്ഷിയെ നിന്റെ വീട്ടുവേലയ്ക്ക് ആക്കുവാൻ എനിക്ക് കഴിയും. ഇതിൽ കൂടുതൽ ആനന്ദം ജയന്തനില്ലായിരുന്നു. അന്നു മാന്ത്രിക കണ്ണാടിയിൽ കണ്ട സുന്ദരിയെ തനിക്ക് ലഭിക്കാൻ പോകുന്നു. ഇനിയുള്ള ദിനങ്ങൾ എത്ര സുന്ദരമാണ്. ജയന്തൻ നമ്പൂതിരി ഉൾപ്പുളങ്കമണിഞ്ഞു. ധൂമാവതി വന്ന വഴിക്ക് മടങ്ങി. ശബ്ദം അകന്നുപോയി. ഗോപാലൻ നമ്പൂതിരി മരക്കുറ്റിയിൽ നിന്നും എണീറ്റ് വന്നു. എല്ലാം വിജയിച്ചു കാണും, അയാൾ ചോദിച്ചു. പിന്നില്ലേ? പക്ഷേ താൻ കൂടി വേണം. എങ്കിൽ എല്ലാം ശുഭം. ഞാൻ എന്തു ചെയ്യണം? നിങ്ങൾ പോയി സഹോദരിയെ കൂട്ടിക്കൊണ്ട് വിശ്വമംഗലത്ത് വരണം. സംഗതി അവളെ ഒതുക്കാനാണെന്ന് പറഞ്ഞേക്കൂ. അതുകൊണ്ട് തീർച്ചയായും വരും. സഹോദരി വരുമെന്ന് ഗോപാലൻ നമ്പൂതിരിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇനി മടങ്ങാം. ജയന്തൻ എണീറ്റു. അവർ വിശ്വമംഗലത്ത് എത്തിയപ്പോൾ പുലർച്ചെയായി കഴിഞ്ഞിരുന്നു. ഇനിയൊന്ന് ഉറങ്ങണം. ഗോപാലൻ നമ്പൂതിരി കിടക്കുമുറിയിൽ കയറി വാതിലടച്ചു. വളരെ വൈകിയാണ് അയാൾ എണീറ്റത്. ഉച്ചയൂണും കഴിഞ്ഞ് കുരുക്ഷേത്രത്തു മനയിലേക്ക് യാത്രയായി. അവിടെ എത്തി സഹോദരി സരസ്വതി അന്തർജനത്തിനോട് നടന്നതെല്ലാം പറഞ്ഞു. ആരോടും പറയണ്ട, ഞാൻ വരാം. അവർ സമ്മതിച്ചു. ഗോപാലൻ നമ്പൂതിരി പെട്ടെന്ന് വീണ്ടും വന്നപ്പോൾ ദേവപ്രിയയ്ക്ക് സംശയം തോന്നി. എന്തിനായിരിക്കും അയാൾ വന്നത്? അവൾ ചിന്തിച്ചു. പകൽ സമയം വിഷ്ണുദേവനെ തനിച്ചു കിട്ടാൻ അവൾ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. വിഷ്ണു ഇപ്പോൾ നാട്ടിലെ പ്രമാണിയായതുകൊണ്ട് പലരും കൂടെ കൂടെ കാണാൻ വരുമായിരുന്നു. മിക്കവാറും സമയങ്ങളിൽ വരാന്തയിൽ തന്നെയാണ് ഇരിപ്പ്. പലതവണ അവൾ ശ്രമിച്ചു നോക്കിയിട്ടും വിഷ്ണു അകത്തേക്ക് വന്നു കണ്ടില്ല. സന്ധ്യയായി. തുളസിത്തറയിൽ അവൾ തന്നെയാണ് വിളക്കുവച്ചത്. രാത്രി ഊണ് കഴിഞ്ഞ് വിഷ്ണുദേവൻ കിടപ്പുമുറിയിലെത്തി. അമ്മാവൻ വീണ്ടും വന്നിരിക്കുന്നു. എന്താണ് കാര്യമെന്നറിയാമോ? അവൾ ചോദിച്ചു. ഒന്നും പറഞ്ഞു കേട്ടില്ല. എനിക്കെന്തോ സംശയം തോന്നുന്നു.
ദേവപ്രിയ പറഞ്ഞത് ശരിയാണ്. അമ്മാവന്റെ ഈ വരവിന്റെ പിന്നിൽ എന്തോ ഗൂഢോദ്ദേശമുണ്ട്. ഈ കുടുംബത്തിന്റെ വളർച്ച അമ്മാവൻ ഒരിക്കലും സഹിക്കില്ല. ഇതിന്റെ പിന്നിലെ സംഗതിയെക്കുറിച്ച് അദ്ദേഹം ശരിക്കും സംശയിക്കുന്നുണ്ട്. വല്ല മന്ത്രവാദികളെ കൊണ്ടും നോക്കിച്ചു കാണുമോ എന്തോ അവൾ ചോദിച്ചു. അതേക്കുറിച്ച് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ഈ സമയം ഗോപാലൻ നമ്പൂതിരിയും സഹോദരിയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിശ്വമംഗലത്തു നിന്നും വരികയാ. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ്. വിശ്വമംഗലത്തിലെ ജയന്തൻ നമ്പൂതിരി മഹാമാന്ത്രികനാ. അദ്ദേഹം എല്ലാ വിവരവും പറഞ്ഞു. എന്ത്? അത്ഭുതത്തോടെ സരസ്വതി അന്തർജനം ചോദിച്ചു. നമ്മൾ സംസാരിക്കുന്നത് പോലും സൂക്ഷിച്ചു വേണം. ഇവിടുത്തെ ചുവരുകൾക്ക് പോലും കണ്ണും കാതുമുണ്ട്, ഗോപാലൻ നമ്പൂതിരി പറഞ്ഞു. അതെ അതെ, എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഏട്ടൻ മനസ്സിലാക്കണം. ആ കുട്ടി വന്ന പിന്നെയാ ഇവിടെ ഈ ഐശ്വര്യമെല്ലാം ഉണ്ടായത്. വിഷ്ണുവിന്റെ കാര്യം തന്നെ അറിയാമല്ലോ. കഥകളിപ്പദവും ചൊല്ലി നടന്നതല്ലേ. ഇപ്പോ ആരാ? അന്തർജനം മകനെക്കുറിച്ച് പറഞ്ഞു. സരസ്വതി, നീ പറയുന്നത് ശരി തന്നെ. ഇതൊക്കെ അവളുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയാണെന്നാ എനിക്ക് തോന്നുന്നേ. ശാശ്വതമാകണമെന്നില്ല. എന്ത്? ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചിലതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പൈശാചിക ശക്തിയുള്ള സ്ത്രീകൾ ചില ഗുണങ്ങളൊക്കെ ചെയ്തെന്നു വരും. അതിൻ്റെയൊക്കെ പിന്നിൽ അവരുടേതായ ഉദ്ദേശങ്ങളും കാണും. അതെല്ലാം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ സരസ്വതി അന്തർജനത്തിന് ഭയമായി. തനിക്കും മകനും എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് അവർ പകച്ചു. ഇനിയിപ്പോ എന്താ വഴി? അവർ ചോദിച്ചു. ഞാൻ അതൊക്കെ ശരിപ്പെടുത്തിയിട്ടു തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സരസ്വതി മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നാളെ എന്റെ കൂടെ പോരണം. എങ്ങോട്ട്? വിശ്വമംഗലത്തേക്ക്. ഗോപാലൻ നമ്പൂതിരി പതുക്കെ പറഞ്ഞു. അയ്യോ, അങ്ങോട്ട് ഞാൻ എന്തിനാ പോരുന്നത്? പതുക്കെ പറ. അവൾക്ക് കേൾവിശക്തി കൂടുതലാ. വിഷ്ണു ചോദിക്കില്ലേ എങ്ങോട്ടാണെന്ന്? അതിനൊക്കെ വഴിയുണ്ട്. എന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാൽ മതി. എതിര് പറയില്ല. അന്തർജനം ആലോചനയിലാണ്ടു. ഇതിനു മുമ്പ് ഒരിക്കലും അവിടെ പോയിട്ടില്ല. ഇന്ദു വന്നു നിൽക്കുന്ന കാലത്ത് പലനാൾ വിളിച്ചിട്ടുണ്ട്. അന്നു പോയാൽ ഒരു തരക്കേടുമില്ലായിരുന്നു. ഇന്നിപ്പോൾ ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് മാറി നിൽക്കാൻ വയ്യാത്ത സ്ഥിതിയിലാണ്. എന്താ ആലോചിക്കുന്നത്? ഗോപാലൻ നമ്പൂതിരി അവരെ തട്ടിയുണർത്തി. അല്ല, ഞാൻ ഇവിടുന്ന് പോന്നാൽ എങ്ങനാന്ന് നിരീക്കുക? സരസ്വതിയുടെ വിചാരം ഈ കാണുന്നതൊക്കെ നീണ്ടു നിൽക്കുമെന്നാണോ? മായാജാലം കൊണ്ടുണ്ടാകുന്നതൊന്നും സ്ഥിരമാവില്ല. ഒക്കെ ക്ഷണഭങ്കുരങ്ങളാ. അത് കേട്ടപ്പോൾ അവരുടെ മനസ്സ് മറ്റൊരു വഴിക്ക് തിരിഞ്ഞു. ജ്യേഷ്ഠൻ പറയുന്നത് ശരിയായിരിക്കാം. കിട്ടിയത് അങ്ങനെ തന്നെയല്ലേ? അപ്പോ പിന്നെ പോകാനും താമസമുണ്ടാവില്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിക്ക്. വിശ്വമംഗലം തിരുമേനിമാർ സാധാരണക്കാരല്ല. പിടിച്ച് കുടഞ്ഞു കളയും. അങ്ങനെ വല്ലതും സംശയമുണ്ടെങ്കിൽ അവർ പിടിച്ച് ആണിയടിച്ചോളും. പിന്നെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഏതിനും നാളെ ആവട്ടെ എന്നു പറഞ്ഞാലൊക്കില്ല. രാവിലെ പുറപ്പെടണം, വെയിൽ ഉറയ്ക്കുന്നതിന് മുൻപ് തന്നെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തു ചെയ്യും? വെറുതെ അങ്ങ് ഇട്ടെറിഞ്ഞ് വരാനൊക്കുമോ? എന്നാ പിന്നെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. സൗകര്യം പോലെ ചെയ്തോളൂ. സരസ്വതി അന്തർജനം പിന്നെയും ചിന്തിച്ചു. ചേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. എങ്കിലും വിഷ്ണുവിനോട് ചോദിക്കാതെ എങ്ങനെയാണെന്ന് അവര് മനസ്സിൽ പറഞ്ഞു. ഗോപാലൻ നമ്പൂതിരി ആലോചിച്ചു നോക്കിയപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പെങ്ങളെ നിർബന്ധിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. ചിലപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞാൽ ആകെ കുഴയും. അതുകൊണ്ട് വിഷ്ണുവിനോട് പറയേണ്ട വാചകം അയാൾ തന്നെ പറഞ്ഞുകൊടുത്തു. കേട്ടോ സരസ്വതി, ഇങ്ങനെ പറഞ്ഞാൽ മതി. അമ്മായിക്ക് സുഖമില്ലാതിരിക്കുകയാ. അത്രടം പോയിട്ട് ഉടനെ മടങ്ങി വരാം. കൂടുതലൊന്നും പറയണ്ട. പോകണ്ടെന്ന് പറഞ്ഞാൽ പോയിട്ട് ഉടനെ വരാമെന്ന് തറച്ചു പറഞ്ഞുകൊള്ളണം. ജ്യേഷ്ഠൻ തന്റെ ഗുണത്തിനാണല്ലോ പറയുന്നതെന്ന് വിശ്വസിച്ച് അവർ ഒടുവിൽ സമ്മതിച്ചു. എന്തുകൊണ്ടോ പിറ്റേന്ന് പതിവിലും നേരത്തെ വിഷ്ണു ഉണർന്നു. ദേവപ്രിയ അപ്പോഴേക്കും പുഴയിൽ പോയി കുളി കഴിഞ്ഞ് അടുക്കളയിൽ കയറിയിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവൾ എണീക്കുക പതിവാണ്. പുലർച്ചെ കോഴി കൂവുന്നതിന് മുമ്പ് അവളുടെ യഥാർത്ഥ രൂപം മായുന്നതിന് മുൻപ് കുളി കഴിഞ്ഞ് കാവിൽ പോയി തൊഴുതു മടങ്ങും. ദേവിയോട് എല്ലാം പറയും.
അന്ന് ദേവി അവളോട് പറഞ്ഞു, സൂക്ഷിക്കണം, നീ ബുദ്ധിശൂന്യതയോടെ ചിലതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ അവർ അത് മനസ്സിലാക്കിയിട്ടില്ല. ദേവി പറഞ്ഞതിൻ്റെ പൊരുൾ അവൾക്ക് പിടികിട്ടിയില്ല. കേൾക്കുകയല്ലാതെ അങ്ങോട്ട് ചോദിക്കാൻ പറ്റുമോ? ദേവി പറഞ്ഞതിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് അടുക്കും ചിട്ടയുമില്ലാതെ അവൾ അടുക്കളയിൽ ജോലി ചെയ്തു. വിഷ്ണുവും അമ്മാവനും ഒന്നിച്ചാണ് കാപ്പി കുടിക്കാനിരുന്നത്. ദേവപ്രിയ രണ്ടാൾക്കും ഇഡ്ലിയും ചമ്മന്തിയും കൊണ്ടുവന്നു. ഗോപാലൻ നമ്പൂതിരി അവളുടെ ഓരോ ചലനവും വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ദേവപ്രിയ അവിടെ വന്നിട്ട് 3 മാസം കഴിഞ്ഞിരുന്നു. ഗോപാലന്റെ നോട്ടം അവളുടെ വയറിലേക്കായിരുന്നു. സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം കാണേണ്ടതാണ്. പൊക്കിൾ ചുഴിയുടെ ഭാഗം ഇപ്പോഴും അകത്തേക്ക് വലിഞ്ഞു തന്നെയിരിക്കുന്നു. മുന്നോട്ട് അല്പം പോലും ഉന്തിയിട്ടില്ല. ദേവപ്രിയയുടെ ആരോഗ്യം വെച്ച് നോക്കുമ്പോൾ ഒരമ്മയാകാനുള്ള ആദ്യഘട്ടം കഴിയേണ്ട സമയമായിരിക്കുന്നു. അയാളുടെ സംശയം വീണ്ടും വർദ്ധിച്ചു. മനഃപൂർവ്വം അയാൾ ഇഡ്ഡലി വീണ്ടും ചോദിച്ചു. കൊള്ളാം, അസലായിരിക്കുന്നു. ആരാണ് ഇഡ്ഡലിക്ക് ആട്ടിയത്? അയാൾ ചോദിച്ചു. ഒക്കെ ഇവൾ തന്നെയാ, സരസ്വതി അന്തർജനം പറഞ്ഞു. കേട്ടോ സരസ്വതി, ഞാൻ പുകഴ്ത്തുകയാണെന്ന് ധരിക്കരുത്. ഇവിടുത്തെ ആഹാരത്തിന് ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നുണ്ട്. നളപാകം എന്നു ഞാൻ കേട്ടിട്ടേയുള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോൾ അത് ഞാൻ അനുഭവിക്കുന്നു. പറഞ്ഞു കേട്ടപ്പോൾ സരസ്വതി അന്തർജനത്തിനും തോന്നി ശരിയാണെന്ന്. ദേവപ്രിയ അരിയാട്ടാനിരുന്നാൽ വളരെ കുറച്ചു സമയം മതി. ആട്ടിയ മാവ് ഊതിയാൽ പറക്കും. ഇഡ്ഡലി ഉണ്ടാക്കിയാൽ വെണ്ണ അച്ചിൽ വാർത്തെടുത്തതുപോലെയാണ്. വിഷ്ണു, ഞാൻ അമ്മാവന്റെ കൂടെ അത്രടം വരെ ഒന്ന് പോവാ. കിട്ടിയ സന്ദർഭം ഉപയോഗിച്ച് അവർ പറഞ്ഞു. അത് കേട്ടയുടൻ ദേവപ്രിയയുടെ മുഖത്ത് ഭാവമാറ്റമുണ്ടായി. അവൾ വിഷ്ണുദേവനെ നോക്കി. എന്താമേ ഇത്ര ആവശ്യം? സാവത്രിക്കുട്ടിക്ക് എന്തോ അസുഖമാണത്രേ. ഞാൻ പോയിട്ട് ഉടനെ വരാം. വിഷ്ണു ആകെ വിഷമത്തിലായി. നാളെ തന്നെ ഇങ്ങെത്താൻ നോക്കാം, അമ്മ വീണ്ടും പറഞ്ഞു. വിഷ്ണു എഴുന്നേറ്റ് കൈ കഴുകി അകത്തേക്ക് പോയി. പിന്നാലെ ദേവപ്രിയയും. സരസ്വതി, ഇങ്ങു വന്നേ. ആ പെണ്ണിന്റെ വയറ് നോക്കിയോ? അവൾക്കൊന്നുമില്ല. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ? ഈ 3 മാസത്തിനുള്ളിൽ അവൾ അടുക്കളേന്ന് മാറി നിന്നിട്ടുണ്ടോ? അയ്യോ, നേരാണല്ലോ. ഒരു അടിയേറ്റതുപോലെ സരസ്വതി അന്തർജനം നിന്നു. ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. ഗോപാലൻ നമ്പൂതിരി പെങ്ങളുടെ മുഖത്തേക്ക് നോക്കി. സരസ്വതി അന്തർജനം അതേക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ദേവപ്രിയ ഇവിടെ വന്നിട്ട് മാസം 3 കഴിഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ 1 മാസത്തിൽ 4 ദിവസമെങ്കിലും അടുക്കളയിൽ കയറാതിരിക്കേണ്ടതാണ്. ഞാൻ ഉരപ്പുരയിൽ കിടന്നോളാമെന്ന് അവൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഇനി അതല്ല, അവൾ ഗർഭം ധരിച്ചതിൻ്റെതായ യാതൊരു ലക്ഷണവും കാണുന്നുമില്ല. ഒന്ന് മനം പുരട്ടുകയോ പുളിയാഹാരങ്ങളോട് താല്പര്യം ജനിക്കുകയോ അവൾക്കുണ്ടായിട്ടില്ല. അത്തരത്തിലൊരു പെണ്ണ് ഭൂമുഖത്തുണ്ടോ? എന്തൊക്കെയോ മറിമായം ഇവിടെ നടക്കുന്നുണ്ട്. എന്താണെന്ന് വ്യക്തവുമല്ല. ഇനി ഒന്നുകൂടി പറയാം, ഗോപാലൻ നമ്പൂതിരി തുടർന്നു. എനിക്ക് സർപ്പദംശനമേറ്റപ്പോൾ അവളൊന്ന് സ്പർശിച്ചതേയുള്ളൂ. വൈദ്യം പോലും അത്ഭുതപ്പെട്ടുപോയി. ഒന്നുകിൽ അവളൊരു മന്ത്രവാദിനിയാണ്, അല്ലെങ്കിൽ യക്ഷിയോ മറ്റോ ആണ്. ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് വിഷമമുണ്ട്. ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയാതിരിക്കാമോ? സരസ്വതി അറിയണമല്ലോ. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. വിഷ്ണുവിനൊന്നും വരാതിരുന്നാൽ മതി. ആ ഒരൊറ്റ കാര്യത്തിനു വേണ്ടിയാണ് ഞാനും എൻ്റെ ഈ സമയമൊക്കെ കളയുന്നത്. അല്ലാതെ അവിടെ വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. എന്തൊക്കെയാണെങ്കിലും ഇതിനെന്താ ഒരു പരിഹാരം? അതല്ലേ ഞാൻ പറഞ്ഞത്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. എന്നാൽ ചേട്ടനിരിക്ക്, ഞാനിതാ വന്നു കഴിഞ്ഞു. ഈ സമയം ദേവപ്രിയ കിടപ്പറയിൽ വിഷ്ണുദേവനുമായി സംസാരിക്കുകയായിരുന്നു. ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾ വരുത്തിവെക്കാനാണ് അമ്മാവൻ വന്നിരിക്കുന്നത്, അവൾ പറഞ്ഞു. പോകണമെന്ന് പറഞ്ഞ് അമ്മ ഒറ്റക്കാലിൽ നിൽക്കുകയാ. ഇപ്പോ എന്താ ചെയ്യുക? പോട്ടെ, പോയിട്ട് വരട്ടെ. ഇനിയിപ്പോ തടയാനൊന്നും പോകണ്ട. ദേവപ്രിയയ്ക്ക് ദോഷമായി വരുമോന്നാ എൻ്റെ പേടി. എന്തു ചെയ്യാനാ? ഓരോരുത്തർ ഇങ്ങനെ തുടങ്ങിയാൽ. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ കരുതിയില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യ്. അമ്മ പോകുമ്പോൾ ഈ മാല കഴുത്തിലിട്ടോളാൻ പറ.
അമ്മയ്ക്കെന്തെങ്കിലും ഉപദ്രവം വരാതിരിക്കട്ടെ. അവൾ കഴുത്തിൽ കിടന്നിരുന്ന കാശുമാലയൂരി വിഷ്ണുവിന്റെ കയ്യിൽ കൊടുത്തു. മോനെ വിഷ്ണു, അമ്മ വിളിച്ചു. അയാൾ ചെന്നപ്പോൾ അവർ പുറപ്പെടാനുള്ള തയ്യാറിലാണ്. ഇതാ ഈ മാല കൂടി ഇട്ടോളൂ. അയ്യോ വേണ്ട മോനെ, നിന്റെ അച്ഛൻ മരിച്ചേ പിന്നെ ഞാൻ ആഭരണമൊന്നും ഇടാറില്ലല്ലോ. അത് മാല അച്ഛൻ തരാഞ്ഞിട്ടല്ലേ, പിന്നെ നമുക്കതിന് കഴിഞ്ഞിട്ടുമില്ല. അമ്മ വെറും കഴുത്തോടെ പോകണ്ട. വിഷ്ണു നിർബന്ധിച്ചപ്പോൾ അത് വാങ്ങി അവർ കഴുത്തിലിട്ടു. അവൾ എവിടെ? അമ്മ ചോദിച്ചു. ഇതാ ഞാനിവിടെയുണ്ട്. അവൾ അങ്ങോട്ട് ചെന്നു. അമ്മ എപ്പോഴാ മടങ്ങുക? അവൾ ചോദിച്ചു. അധികം വൈകില്ല. അവർ പടിപ്പുര കടക്കുന്നത് രണ്ടുപേരും നോക്കി നിന്നു. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ അവർ വിശ്വമംഗലത്തെത്തി. ഗോപാലൻ നമ്പൂതിരി അല്പം അധികാരത്തിലാണ് ദേവകിയെ വിളിച്ചത്. ഇത് പെങ്ങളാ, അയാൾ പരിചയപ്പെടുത്തി. വരൂ. ദേവകി സരസ്വതി അന്തർജനത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജയന്തൻ അപ്പോൾ സ്ഥലത്തില്ലായിരുന്നു. സന്ധ്യയോട് കൂടിയാണ് അയാൾ വന്നത്. വിഷ്ണുദേവന്റെ അമ്മ വന്നുവെന്ന് കേട്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി. ഇനി തന്റെ കരുക്കൾ ഓരോന്നും നീക്കാമെന്ന് അയാൾക്ക് ഉറപ്പായി. തന്നെ ഭീഷണിപ്പെടുത്തുകയും അപകടപ്പെടുത്തുകയും ചെയ്യാൻ ശ്രമിച്ച യക്ഷിയെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യാനുള്ള തന്റെ തന്ത്രം സഫലമാകുമെന്ന് അയാൾ കരുതി. രണ്ടാളും കൂടി കുളിക്കാൻ പോയി. പോകുന്ന വഴി പലതും പറഞ്ഞു. എന്നാൽ വിഷ്ണുദേവനും നങ്ങേമയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞില്ല. ബ്രഹ്മരക്ഷസായ നങ്ങേമയ്ക്ക് വിഷ്ണുവിനെ നൽകിയാൽ അവർ തന്റെ കാമദാഹം തീർത്ത് അയാളെ കൊല്ലുമെന്നും പിന്നീട് അയാളുടെ മരണത്തെ തുടർന്ന് ദേവപ്രിയ തന്റെ ചൊൽപ്പടിക്ക് വരുമെന്നും അങ്ങനെ അവളെ തകർക്കാമെന്നും ജയന്തൻ സ്വപ്നം കണ്ടു. ആഹാരം കഴിഞ്ഞ് പെണ്ണുങ്ങളും കോലായിലെത്തി. സംസാരം ദേവപ്രിയയെക്കുറിച്ച് തന്നെയായിരുന്നു. കേട്ടോ അമ്മായി? മുറുക്കാൻ ചവച്ച് 2 വിരലുകൾക്കിടയിൽ ചുണ്ടുകൾ അമർത്തി മുറ്റത്തേക്ക് നീട്ടി തുപ്പിയ ശേഷം സരസ്വതി അന്തർജനത്തോട് ജയന്തൻ പറഞ്ഞു. ആ പെണ്ണ് മനുഷ്യസ്ത്രീ ഒന്നുമല്ല, സാക്ഷാൽ യക്ഷിയാണ്. അതിനുള്ള തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ജയന്തൻ പറഞ്ഞു. അന്തർജനം കേട്ടിരുന്നു. ഞാൻ തന്നയച്ച ഏലസിൽ ഉണ്ടായിരുന്നത് മറുമരുന്നില്ലാത്ത വിഷസർപ്പമായിരുന്നു. വിഷ്ണുദേവനുമായി ശയിക്കുമ്പോൾ ആ സർപ്പം അവളെ തന്നെ കൊത്താൻ വേണ്ടിയാണ് ഞാൻ അതിനെ ജപിച്ചുവിട്ടത്. ഒരു മനുഷ്യ സ്ത്രീക്ക് ഒരിക്കലും അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. ആ നിലയ്ക്ക് അവൾ യക്ഷി തന്നെ. അത് കേട്ടപ്പോൾ സരസ്വതി അന്തർജനത്തിന്റെ മുഖം വിവർണമായി. വിഷ്ണു എങ്ങനെ അവളോടൊപ്പം കഴിയുന്നു? അവർ ചിന്തിച്ചു. മകന്റെ കാര്യമല്ലേ ചിന്തിച്ചത്? ജയന്തൻ ചോദിച്ചു. അതെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. കാഞ്ഞിര മരത്തിലും മറ്റും തറച്ച ചില യക്ഷികൾ യാദൃച്ഛികമായി അതിൽ നിന്നും മോചനം പ്രാപിച്ച് ചിലരോടൊപ്പം കഴിഞ്ഞുകൂടിയ കഥകൾ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ അവസാനം അത് തനിനിറം കാണിച്ചേ അടങ്ങൂ. അത് കേട്ട് പകച്ച മുഖത്തോടെ സരസ്വതി അന്തർജനം നോക്കി. എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് ഞാൻ തുറന്നു പറയാം. അല്ലെങ്കിൽ തന്നെ പറഞ്ഞാലെന്താണ്? അയാൾ തുടർന്നു. ഈ യക്ഷികൾ പൊതുവെ കാമാർത്തരാണ്. ഒരു പുരുഷന്റെ ശാരീരിക ബലം ഏറെ നാൾ അവരെ സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ ഒടുവിൽ അവർക്ക് മുഷിവ് തോന്നും. പിന്നീടത് വൈരാഗ്യമായി മാറും. അത് ചിലപ്പോൾ അപകടത്തിൽ കലാശിക്കും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ? സരസ്വതി അന്തർജനം ജയന്തന്റെ നേരെ തിരിഞ്ഞു. എന്താ, ചോദിച്ചോളൂ. അവൾ ഒരു യക്ഷിയാണെങ്കിൽ പകൽ സമയം എങ്ങനെ കഴിഞ്ഞുകൂടാനൊക്കും? ഇവർക്കൊക്കെ ഓരോ സമയമുണ്ടെന്നാ മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് ശരി തന്നെ അമ്മായി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. പകൽ മനുഷ്യ സ്ത്രീയുടെ ഭാവങ്ങളോടെ കഴിഞ്ഞുകൂടാൻ ആരോ അവളെ സഹായിച്ചിട്ടുണ്ട്. എന്നെപ്പോലുള്ള ചില മന്ത്രവാദികൾക്ക് അതിന് കഴിയും. പണ്ട് മുത്തശ്ശൻ സൂര്യനാരായണൻ ഭട്ടതിരിപ്പാടുണ്ടായിരുന്ന കാലത്ത് ഒരു യക്ഷിയെക്കൊണ്ട് അടിച്ചു തളിപ്പിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് കുട്ടികളായിരുന്നു. ഞങ്ങളെ കളിപ്പിക്കുകയും കഥകൾ പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ദിവസം എങ്ങനെയോ കണ്ടില്ല. അച്ഛൻ അമ്മയോട് പറയുന്നത് കേട്ടു. ഒരു അടിച്ചുതളിക്കാരിക്കുണ്ടായ ഒരു കുട്ടിയെ കാണാതായപ്പോൾ മുത്തശ്ശൻ അവളെ കാവിന്റെ പടിഞ്ഞാറേ കാഞ്ഞിര മരത്തിൽ തറച്ചെന്ന്. അയ്യോ എൻ്റെ ഓമല്ലൂർക്കാവിൽ അമ്മേ! സരസ്വതി അന്തർജനം ചങ്കത്തു കൈവച്ചുപോയി. അമ്മായി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഒക്കെ നേരെയാക്കി തരാം. അവളല്ല, അതിലും വലിയവളെ ഞാൻ തളച്ചിട്ടുണ്ട്.
പക്ഷെ എവിടെയോ ഒരു ഉടക്ക് കിടപ്പുണ്ട്. അതാണ് അറിയേണ്ടത്. ഏതോ ഒരു വലിയ പിൻബലം അവൾക്കുണ്ട്. അതാണ് ഇതിനൊക്കെ കാരണം. അന്തർജനം ആകെ അസ്വസ്ഥയായി. സാരമില്ല, അവളുടെ പിന്നിൽ ആരാണുള്ളതെന്ന് നോക്കാം. ഇവരെയൊക്കെ കാണണമെങ്കിൽ രാത്രി പ്രശ്നം വെച്ചെങ്കിലേ ശരിയാകൂ. ജയന്തൻ പ്രശ്നപ്പലകയും രാശിയും എടുത്തുകൊണ്ടുവന്നു. നിലവിളക്ക് നീക്കിവെച്ചു. 2 തിരികൾ കൂടി കൊളുത്തി പ്രകാശം 3 ഇരട്ടിയാക്കി. ജയന്തൻ കബഡി സഞ്ചിയിൽ നിന്നും ഒരു പിടി വാരി രാശിപ്പലകയിൽ വച്ചു. അപ്പോൾ സരസ്വതി അന്തർജനത്തിന്റെ കഴുത്തിൽ കിടന്ന കാശുമാലയിൽ നിന്നും പ്രകാശം രാശിപ്പലകയിൽ പ്രതിഫലിച്ചു. പെട്ടെന്ന് ജയന്തന്റെ മുഖം വല്ലാതെയായി. അയാൾ ഞെട്ടി പിറകോട്ടു മാറി. ജയന്തൻ കണ്ട കാഴ്ച ആരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഒരു സ്വർണ സർപ്പം രാശിപ്പലകയിൽ 10 ഉയർത്തിപ്പിടിച്ച് വളഞ്ഞു കിടക്കുന്നു. മറ്റുള്ളവർ അത് കണ്ടതുമില്ല. ഓഹോ, അങ്ങനെയാണോ? ജയന്തൻ പിറുപിറുത്തു. കബഡി വാരി അയാൾ പലകയിൽ വെക്കാൻ തുനിഞ്ഞപ്പോൾ ആ സർപ്പം ചലിക്കുന്നതായി തോന്നി. അയാൾ കൈ പിൻവലിച്ചു. തന്റെ പൂർവികനും മഹാമാന്ത്രികനുമായ സൂര്യനാരായണൻ നമ്പൂതിരിയെ മനസ്സാ ചിന്തിച്ചുകൊണ്ട് അയാൾ വീണ്ടും കബഡി നിരത്താൻ തുനിഞ്ഞു. അപ്പോഴും അതുതന്നെ കാഴ്ച. എങ്കിലൊന്ന് പൊരുതിയിട്ടേ ഉള്ളൂ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കഴുത്തിൽ കിടന്ന രുദ്രാക്ഷം ഊരി അയാൾ പ്രശ്നപ്പലകയിൽ വെക്കാൻ തുനിഞ്ഞപ്പോൾ കഴുത്തിൽ നിന്നും ഞാന്നു കിടന്നിരുന്ന മാല സാധാരണ മട്ടിൽ സരസ്വതി അന്തർജനം റൗക്കയ്ക്കുള്ളിലേക്ക് ഒതുക്കി വെച്ചു. അപ്പോൾ പലകയിൽ കണ്ട സർപ്പം കാണാതാവുകയും ചെയ്തു. ജയന്തൻ കരുതിയത് തന്റെ രുദ്രാക്ഷം ഊരിയതുകൊണ്ടാണ് സർപ്പം മറിഞ്ഞതെന്നാണ്. അത് അയാൾക്ക് കൂടുതൽ ആത്മബലം നൽകുകയും ചെയ്തു. മാല കഴുത്തിലിട്ട ശേഷം അയാൾ കബഡി വാരി പലകയിൽ വെച്ചു. അതിൽ നിന്നും 2 എണ്ണം വെച്ച് കണക്ക് കൂട്ടാൻ ഭാവിച്ചപ്പോൾ പെട്ടെന്ന് ഒരു സംഭവമുണ്ടായി. മച്ചിൽ പറ്റിപ്പിടിച്ചു നിന്നിരുന്ന അസാധാരണ വലിപ്പത്തിലുള്ള ഒരു ഗൗളി പിടിവിട്ടു താഴത്തേക്ക് വീണു. ഒപ്പം നിലവിളക്കിൽ കത്തിയിരുന്ന 3 തിരികളും കെട്ടുപോയി. ഹോ, എന്താണ്? ജയന്തൻ ഉച്ചത്തിൽ പറഞ്ഞു. നിലവിളക്ക് കെട്ടപ്പോൾ ദേവകി അന്തർജനം ഓട്ടുവിളക്കുമായി വന്നു. വീണ്ടും തിരികൾ കത്തിച്ച ശേഷം സരസ്വതി അന്തർജനത്തെയും കൂട്ടി അവർ അകത്തേക്ക് പോയി. ആകെയൊരു അശുഭ ലക്ഷണമാണല്ലോ, ജയന്തൻ പറഞ്ഞു. അതെ അതെ, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഗോപാലൻ നമ്പൂതിരി ചോദിച്ചു. ഭയപ്പെടാനൊന്നുമില്ല, എല്ലാറ്റിനും ഞാൻ വഴിയുണ്ടാക്കാം. ഇന്നുവരെ വിശ്വമംഗലം തറവാടിന് ദോഷം സംഭവിച്ചിട്ടില്ല. സംഭവിക്കുക സാധ്യമല്ല. ഗോപാലൻ നമ്പൂതിരി കേട്ടിരുന്നു. അല്ലാതെ എന്തു പറയാനാണ്? എന്താ ഇതിനൊക്കെ ഒരു വിഘാതം? ഗോപാലൻ നമ്പൂതിരി ചോദിച്ചു. ഇവിടിപ്പോ നമുക്കറിയേണ്ട കാര്യം അവളെക്കുറിച്ചാണ്. അവൾ മനുഷ്യസ്ത്രീയാണോ അതോ മറ്റു വല്ല തരത്തിലുമുള്ളതാണോ എന്നാണ്. മനുഷ്യസ്ത്രീ അല്ലെന്നുള്ളത് വ്യക്തമല്ലേ? പറയാനൊക്കില്ല. സേവയുണ്ടെന്നും വരാം. എങ്കിൽ അതങ്ങ് മാറ്റിക്കൂടെ? സാധിക്കുമായിരുന്നു. ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. എന്താണ്, നമുക്ക് സാധിച്ചുകൂടെ? അത് പറ്റും. സംഗതി പരമരഹസ്യമാണ്. നിങ്ങളോട് എങ്ങനെ പറയും എന്ന് ഞാൻ ശങ്കിച്ചിരിക്കുകയാണ്, ജയന്തൻ പറഞ്ഞു. എന്താണെന്നറിയാനുള്ള ജിജ്ഞാസ ഗോപാലൻ നമ്പൂതിരിക്കുണ്ടായി. ഈ കാര്യത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ടായാലും അതിനെയൊക്കെ നേരിടാൻ അയാൾ തീരുമാനിച്ചിരുന്നു. മരുമകന്റെ അഹങ്കാരവും അവന്റെ ഭാര്യയുടെ വലിപ്പവും തീർന്നിട്ടേ അടങ്ങുവെന്ന് അയാൾ ശപഥം ചെയ്തിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ഒക്കെ ഒരുങ്ങി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത്തവണ പിന്നോട്ടില്ല എന്ന് വ്യക്തം. എങ്കിൽ പറയട്ടെ, പറഞ്ഞോളൂ. ഞങ്ങളുടെ തറവാട്ടിൽ ഒരു ബ്രഹ്മരക്ഷസുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാരണവരുടെ കോപം കൊണ്ട് സംഭവിച്ചതാണ്. സൗന്ദര്യത്തിന്റെ എല്ലാമായിരുന്നു നങ്ങേമ. ഒരേയൊരു പ്രാവശ്യം സംഭവിച്ച ഒരു ശാരീരിക ബന്ധത്തിൽ അവർ ഗർഭിണിയായി. അതിന്റെ ഫലമായിരുന്നു ആ മരണം. അതിനിപ്പോ എന്തു ചെയ്യണമെന്നാണ്? ഗോപാലൻ നമ്പൂതിരി ചോദിച്ചു. അതിസുന്ദരനും ആരോഗ്യവാനുമായ ഒരു ബ്രാഹ്മണ യുവാവ് നങ്ങേമയെ തൃപ്തിപ്പെടുത്താൻ തയ്യാറായാൽ അവരുടെ കാരുണ്യം നമുക്ക് ലഭിക്കും. നങ്ങേമ തനിക്കെതിരാണെന്ന വിവരം ജയന്തൻ വെളിപ്പെടുത്തിയിട്ടില്ല. അയാളുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. വിഷ്ണുദേവനെ വിശ്വമംഗലം തറവാട്ടിൽ വരുത്തുകയും അയാളെ നങ്ങേമയ്ക്ക് സമ്മാനിക്കുകയും ചെയ്താൽ വാസു നമ്പൂതിരിക്ക് സംഭവിച്ചതുപോലെ വിഷ്ണുദേവനും അവസാനിക്കും. അതോടെ തറവാടിന്റെ മേലുള്ള നങ്ങേമയുടെ ശാപം തീരുകയും കുരുക്ഷേത്രത്തുമനയിലുള്ള യക്ഷി ഏകയായി തീരുകയും ചെയ്യും. പിന്നെ അവളെ നിലയ്ക്ക് നിർത്താനുള്ള വഴി നോക്കുകയും ചെയ്യാം.
അങ്ങനെ ഒരമ്പിന് 2 പക്ഷിയെന്നായിരുന്നു അയാളുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അതിനു പറ്റിയ ആൾ നമ്മുടെ അനന്തരവൻ തന്നെയാണ്, ഗോപാലൻ നമ്പൂതിരി പറഞ്ഞു. എങ്കിൽ പിന്നെ ഒട്ടും സംശയിക്കാനില്ല, സംഗതി ഞാൻ ഏറ്റതു തന്നെ, ജയന്തൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവനെ ഇങ്ങോട്ട് വരുത്തിയാലോ? ഗോപാലൻ നമ്പൂതിരി അഭിപ്രായം ആരാഞ്ഞു. ആയിക്കോട്ടെ, അമ്മ ഇവിടെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് നല്ലൊരാശയമാണെന്ന് ഗോപാലൻ നമ്പൂതിരിക്കും തോന്നി. എങ്കിൽ നാളെ തന്നെ ഞാൻ അങ്ങോട്ട് തിരിക്കാം, അയാൾ തുടർന്നു. ഊണു കഴിഞ്ഞ് ദേവകി അന്തർജനത്തോടൊത്ത് കട്ടിലിൽ കിടക്കുമ്പോൾ ഗോപാലൻ നമ്പൂതിരിയുടെ ചിന്ത കുരുക്ഷേത്രത്തു മനയെക്കുറിച്ചായിരുന്നു. ദേവപ്രിയയെക്കുറിച്ച് അയാൾക്ക് നല്ലതുപോലെ സംശയമുണ്ടായിരുന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഏതോ അത്ഭുതകരമായ ശക്തിവിശേഷം അവളിൽ അന്തർലീനമായി കിടപ്പുണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവിടെ ചെന്നാലും എങ്ങനെയാണ് വിഷ്ണുദേവനെ കൂട്ടിക്കൊണ്ടുവരികയെന്നത് സംശയമായിരുന്നു. എന്താ, ഉറക്കം വരുന്നില്ലേ? ദേവകി ചോദിച്ചു. ഇല്ല. എന്താണ് ആലോചിക്കുന്നത്? പിറ്റേ ദിവസം കുരുക്ഷേത്രത്തു മനയിൽ പോകുന്നതിനെക്കുറിച്ചും വിഷ്ണുദേവനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിനെക്കുറിച്ചും അയാൾ പറഞ്ഞു. അനന്തരവനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. ആളെങ്ങനെയുണ്ട്? അന്തർജനം ചോദിച്ചു. മിടുക്കനാണ്. എന്നുവെച്ചാൽ എല്ലാ തരത്തിലും അവൻ മോശമല്ല. ഞാൻ ചോദിച്ചത് സൗന്ദര്യമല്ല, ആരോഗ്യം. അതെന്താ അങ്ങനെ പറയുന്നത്? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ദേവകി അന്തർജനത്തിന്റെ മനസ്സ് പ്രത്യേക രീതിയിലുള്ളതായിരുന്നു. 40 വയസ്സാകുന്നതുവരെ പുരുഷസ്പർശനമേൽക്കാതെ പ്രകാശം കയറാത്ത 4 കെട്ടിനുള്ളിൽ വളർന്നു വന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനായിട്ട് ആദ്യം കണ്ടത് ദാനവേദൻ നമ്പൂതിരിയെ ആയിരുന്നു. എന്നാൽ തൊട്ടുണർത്തിയ അവരുടെ വികാരങ്ങൾക്ക് അല്പമെങ്കിലും ശമനം ലഭിച്ചത് പിന്നീട് പരിചയപ്പെട്ട ഗോപാലൻ നമ്പൂതിരിയിൽ നിന്നാണ്. അതോടെ അവരുടെ മനസ്സ് മറ്റൊരു തരത്തിലായി തീർന്നു. വ്യത്യസ്തതയുള്ള പുരുഷന്മാരെ പ്രാപിക്കുക, ഓരോരുത്തരിൽ നിന്നുള്ള അനുഭവങ്ങൾ മാറി മാറി മനസ്സിലാക്കുക. വികാരം ഒരു അഗ്നിയായി അവരിൽ ജ്വലിച്ചു കഴിഞ്ഞിരുന്നു. വിഷ്ണുദേവനെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ അയാളെ സ്വന്തമാക്കണമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അയാൾ എങ്ങനെയിരിക്കുമെന്ന് സങ്കല്പിക്കുകയും ചെയ്തു. ഗോപാലൻ നമ്പൂതിരിയുടെ വലതുകൈ അവരുടെ നഗ്നമായ മാറിൽ ചുറ്റിയപ്പോൾ അവർ തിരിഞ്ഞു കിടന്നു. എന്തുകൊണ്ടോ ആ കൈയുടെ സ്പർശം അവർ വെറുത്തുപോയി. എന്താ, എന്തുപറ്റി? അയാൾ ചോദിച്ചു. ഓ, ഒന്നുമില്ല, ഉറക്കം വരുന്നു. അവർ സാവധാനം ആ കൈ നീക്കി. സൂര്യന്റെ ചൂട് കൂടുന്നതിന് മുൻപ് തന്നെ ഗോപാലൻ നമ്പൂതിരി യാത്രയായി. കുരുക്ഷേത്രത്തു മനയിലെത്തിയപ്പോൾ തുളസിത്തറയിൽ വിളക്ക് വെച്ചിരുന്നു. നേരെ കിണറ്റുകരയിൽ പോയി കയ്യും കാലും മുഖവും കഴുകി കോലായിലേക്ക് വന്നപ്പോൾ ദേവപ്രിയ നിലവിളക്കിനടുത്തിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത് വിഷ്ണുദേവനുമുണ്ടായിരുന്നു. എന്താ അമ്മാവൻ ഈ നേരത്ത്? വിഷ്ണു ചോദിച്ചു. ഓ, ഒന്നുമില്ല, നാമം ജപിച്ചോളൂ. അയാൾ വരാന്തയുടെ അറ്റത്തേക്ക് മാറിയിരുന്നു. ദേവപ്രിയ സ്തോത്രം ചൊല്ലിക്കൊണ്ടിരുന്നു. യാതൊരു അക്ഷരത്തെറ്റും ഉച്ചാരണത്തിൽ മാറ്റവുമില്ലാതെയാണ് അവൾ ചൊല്ലിയത്. അയാൾ അത്ഭുതത്തോടെ കേട്ടിരുന്നു. ഇവൾ സാധാരണക്കാരിയൊന്നുമല്ല, അയാളുടെ മനസ്സ് മന്ത്രിച്ചു. സ്തോത്രം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ വിഷ്ണുദേവൻ ചോദിച്ചു. എന്താ അമ്മാവൻ പെട്ടെന്ന് പോന്നത്? അമ്മ എവിടെ? പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു അസുഖം പോലെ. എന്ത്? അമ്മയ്ക്ക് അസുഖമോ? ഇവിടുന്ന് പോകുമ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. നേരത്തെ ഉണ്ടായിരുന്ന അസുഖമാണ്. അവിടെ ചെന്നപ്പോൾ പുറത്തു വന്നു. ഞാൻ വൈദ്യന്റെ വീട്ടിൽ ആക്കിയിരിക്കുകയാണ്. എങ്കിൽ എങ്ങനെയാ? ഇപ്പോൾ തന്നെ പോയാലോ? വിഷ്ണുദേവൻ ദേവപ്രിയയെ നോക്കി. ദേവപ്രിയ വിഷ്ണുദേവനെ ഒന്നമർത്തി നോക്കിയ ശേഷം അകത്തേക്ക് കയറിപ്പോയി. ഗോപാലൻ നമ്പൂതിരി ഏതോ വക്രതയുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ തന്റെ സ്വയരൂപത്തിലാണ്. വേണമെങ്കിൽ അയാളെ ഉപദ്രവിക്കാൻ കഴിയും. തന്നെയും താൻ സ്നേഹിക്കുന്ന പുരുഷനെയും വഞ്ചിക്കാൻ വന്നിരിക്കുന്ന അയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുവാൻ അവൾക്കറിയാം. അന്ന് രാത്രി അവിടെ തങ്ങുമെന്നുള്ളത് തീർച്ചയാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ മുന്നിൽ തന്റെ സ്വയം രൂപം കാണിച്ചാൽ അയാൾ പിന്നെ കിടക്കയിൽ നിന്ന് ഒരിക്കലും എണീക്കത്തില്ല. അധർമ്മത്തെ അധർമ്മം കൊണ്ട് നേരിടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ലെന്ന് അവൾക്കറിയാം. എന്നാൽ സംഗതി ഏതെങ്കിലും തരത്തിൽ വെളിച്ചത്തായാൽ തനിക്കും വിഷ്ണുവിനും അത് ദോഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതി അവൾ പിൻവാങ്ങി. അപ്പോൾ എങ്ങനെയാണ്? വിഷ്ണു നമുക്ക് അങ്ങോട്ട് പോയാലോ? അമ്മാവൻ ചോദിച്ചു.
അമ്മയുടെ അസുഖമെന്നു കേട്ടപ്പോൾ വരാതിരിക്കുന്നത് ശരിയല്ല. പക്ഷെ ഇവിടെ ഇവളെ തനിച്ചാക്കിയിട്ട് വരണമെന്ന് ചിന്തിക്കുമ്പോൾ അല്പം വൈക്ലഭ്യമുണ്ട്. വിഷ്ണു താണ സ്വരത്തിൽ പറഞ്ഞു. കൊള്ളാം, നല്ല കാര്യായി. അമ്മയ്ക്ക് സുഖമില്ലാന്നറിഞ്ഞപ്പോൾ ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുകയാണോ? അത്രമാത്രം കൂടുതലാണോ അമ്മയ്ക്ക്? അങ്ങനെ ചോദിക്കുന്നത് തന്നെ ശരിയാണോ? അമ്മയ്ക്ക് അസുഖമാണെന്നറിയുമ്പോൾ പിന്നോക്കം ചിന്തിക്കാതെ പുറപ്പെടേണ്ടതാണ് കടമ. പിന്നെ നിന്റെ ഇഷ്ടം. വിഷ്ണുദേവൻ ആകെ വിഷമത്തിലായി. ഭാര്യ ഒരു ഭാഗത്ത്, അമ്മ ഒരു ഭാഗത്ത്. ഇതിനു മുൻപ് നടന്ന ചില സംഭവങ്ങൾ വെച്ച് നോക്കിയാൽ തന്റെ അഭാവത്തിൽ ദേവപ്രിയയ്ക്ക് എന്തെങ്കിലും അപകടം വരുത്തി വെക്കാനാണോ അമ്മാവന്റെ ഉദ്ദേശമെന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒടുവിൽ ദേവപ്രിയയോട് അഭിപ്രായം ചോദിക്കാൻ തന്നെ വിഷ്ണു തീരുമാനിച്ചു. ഏതായാലും അമ്മാവനിരിക്കെ ഊണ് കഴിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ഗോപാലൻ നമ്പൂതിരിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കഴിഞ്ഞുകൂടുക എന്നത് ബുദ്ധിമുട്ടായിരുന്നു. കഴിവതും വേഗം വിശ്വമംഗലത്തു ചെന്ന് ദേവകി അന്തർജനത്തെ കാണുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. ഒരു രാത്രിയിലെ നേരൻ പോക്ക് വേണ്ടെന്ന് വെക്കുകയോ? അയാൾക്കത് സഹിച്ചുകൂടായിരുന്നു. അവർ പുരട്ടുന്ന കാച്ചെണ്ണയുടെ മണവും ദേഹത്ത് തേക്കുന്ന പച്ചമഞ്ഞളിന്റെയും ചന്ദനത്തിന്റെയും സുഗന്ധം അയാൾക്ക് ചുറ്റും കറങ്ങി നിൽക്കുന്നു. അതുപോലെ തന്നെ വെണ്ണയുടെ മിനുമിനുപ്പുള്ള ആ ശരീരവും. കഴിവതും വേഗം അവിടെ എത്തുവാൻ അയാളുടെ മനസ്സ് പ്രേരിപ്പിച്ചു. വിഷ്ണുദേവൻ അടുക്കളയിൽ ചെന്നു. ദേവപ്രിയ പാചകത്തിൽ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. അവിയൽ, സാമ്പാർ എന്നിവ തയ്യാറായി കഴിഞ്ഞിരുന്നു. പപ്പടം കാച്ചാനുള്ള ശ്രമത്തിലായിരുന്നു അവൾ. എന്താ വേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുക. അമ്മയെക്കുറിച്ച് അറിഞ്ഞാൽ പോരെ? അവൾ ചോദിച്ചു. അതെ, അത്രമാത്രം മതി. അക്കാര്യം വിഷമിക്കണ്ട. അമ്മാവനോട് കുളിച്ച് ഊണ് കഴിച്ച് ഇവിടെ കിടക്കാൻ പറയുക. വിഷ്ണുവിന് ഞാൻ പറയണത് വിശ്വാസമാണല്ലോ? അവൾ തിരക്കി. തീർച്ചയായും, അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. എങ്കിൽ ഊണ് കഴിച്ച് കിടക്കാൻ പറഞ്ഞോളൂ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പോകുന്നതിനെക്കുറിച്ചോ പോകാതിരിക്കുന്നതിനെക്കുറിച്ചോ അമ്മാവനോട് പറയണ്ട. വിഷ്ണുദേവൻ കോലായിലേക്ക് വന്നു. അമ്മാവൻ ധൃതി പിടിച്ചിരിക്കുകയാണ്. വരൂ അമ്മാവ, കുളിക്കാൻ പോകാം, അയാൾ വിളിച്ചു. ഊണ് കഴിക്കേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് ഗോപാലൻ നമ്പൂതിരി എതിര് പറഞ്ഞില്ല. വിഷ്ണുവും അയാളും കൂടി പുഴയിലേക്ക് പോയി. അധിക സമയം കുളിക്കാൻ വേണ്ടി ഗോപാലൻ നമ്പൂതിരി ഉപയോഗിച്ചില്ല. അയാൾ പെട്ടെന്ന് തന്നെ കുളിച്ച് കരയ്ക്കു കയറി. മനയ്ക്കലെത്തിയപ്പോൾ ഊണ് തയ്യാറായിരുന്നു. ഇലയിൽ പുന്നെല്ലിന്റെ ചോറ്, അവിയൽ, സാമ്പാർ, കണ്ണിമാങ്ങ, അമ്പഴങ്ങ, പപ്പടം എന്നിവയാണ് വിഭവങ്ങൾ. ഇത്ര സുഗന്ധമുള്ള കറിവകകൾ ഇവിടെ വെച്ചു മാത്രമേ ഗോപാലൻ നമ്പൂതിരി ആഹരിച്ചിട്ടുള്ളൂ. ഇതിനൊക്കെ ദേവപ്രിയയുടെ കൈകളാണോ പ്രവർത്തിച്ചിട്ടുള്ളത്? അതെ അതെ, പാചകത്തിൽ ഇവൾ ബഹുവിശേഷമാ, വിഷ്ണു പറഞ്ഞു. നളപാചകം തന്നെ, ഗോപാലൻ നമ്പൂതിരി കൂട്ടിച്ചേർത്തു. ഇങ്ങനെയാണെങ്കിൽ പായസം കുടിക്കുമ്പോൾ എന്താണാവോ പറയുക? അവൾ ചിരിച്ചു. അപ്പോൾ അതും കാലാക്കിയിട്ടുണ്ടോ ഇത്ര പെട്ടെന്ന്? അയാൾ അതിശയിച്ചു. ഊണ് കഴിഞ്ഞിട്ട് മതിയല്ലോ എന്ന് നിരീക്കുക. അതു സാരമില്ല, കൊണ്ടുവന്നോളൂ, ഗോപാലൻ നമ്പൂതിരി പറഞ്ഞു. ദേവപ്രിയ അടുക്കളയിലേക്ക് പോയി അല്പം കഴിഞ്ഞ് മടങ്ങി വന്നു. അവളുടെ കയ്യിൽ തേച്ചു മിനുക്കിയ ഒരു വട്ടപാത്രത്തിൽ ആവി പറക്കുന്ന പാൽപായസവും തിളങ്ങുന്ന 2 ഓട്ട് ഗ്ലാസുകളും ഉണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ അവൾ അത് വെച്ചു. ഗോപാലൻ നമ്പൂതിരിക്ക് പായസത്തിന്റെ മണം അനുഭവപ്പെട്ടപ്പോൾ ഊണ് കഴിക്കുന്നതിനു മുമ്പ് തന്നെ അത് കഴിക്കണമെന്ന് തോന്നിപ്പോയി. 1-2 തവണ അയാൾ അതിൽ സൂക്ഷിച്ചു നോക്കുന്നത് ശ്രദ്ധിച്ചപ്പോൾ ദേവപ്രിയ തണുത്ത ഗ്ലാസിൽ പായസം ഒഴിച്ചു. അപ്പോൾ കുടിക്കാനുള്ള പാകത്തിന് ചൂട് കുറഞ്ഞു. ഗോപാലൻ നമ്പൂതിരി ഗ്ലാസ് എടുത്ത് ഒരിറക്ക് പായസം കുടിച്ചു. എന്താണ് അതിന്റെ രുചിയെന്ന് പറയുക വയ്യ. അത്ഭുതകരം തന്നെ. അമൃത് എന്ന് ഗോപാലൻ നമ്പൂതിരി കേട്ടിട്ടേയുള്ളൂ. ഒരിക്കൽ ദേവാസുരന്മാർ അതിനു വേണ്ടിയാണല്ലോ പോരടിച്ചത്. അതെ, അമൃതാണ് താനിപ്പോൾ കഴിച്ചത്. ഒരു പകുതിയിൽ വിഷ്ണുദേവൻ ഭാഗ്യവാനാണെന്ന് തോന്നുകയും മറുപകുതിയിൽ അയാളോടുള്ള അസൂയയും വൈരാഗ്യവും മൂർച്ഛിക്കുകയും ചെയ്തു. കൂടാതെ എങ്ങനെയെങ്കിലും ഈ കുടുംബത്തെ ഇല്ലാതാക്കണമെന്നുള്ള വൈരാഗ്യം അയാളുടെ മനസ്സിൽ ഉണരുകയും ചെയ്തു. ഊണ് കഴിക്കാൻ കുറെ സമയമെടുത്തു. അത് കഴിഞ്ഞ് അവർ ഇരുവരും വരാന്തയിൽ വന്നിരുന്നു. അപ്പോൾ എങ്ങനെയാ, പോകേണ്ടേ? ദേവകി അന്തർജനത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗോപാലൻ നമ്പൂതിരി പറഞ്ഞു. വിഷ്ണുദേവൻ വീണ്ടും വിഷമത്തിലായി.
അപ്പോൾ ദേവപ്രിയ മുറുക്കാൻ ചെല്ലവുമായി അങ്ങോട്ട് വന്നു. ഇതാ അമ്മാവ, കളിപ്പാക്കും തുളസി വെറ്റിലയും അരിഞ്ഞ് ശർക്കരയിൽ വിളയിച്ച പുകയിലയുമുണ്ട്, അവൾ പറഞ്ഞു. മുറുക്കാൻ ഒരു ദൗർബല്യമായിരുന്ന ഗോപാലൻ നമ്പൂതിരി തുളസി വെറ്റിലയെടുത്ത് ചുണ്ണാമ്പ് തേച്ചു. മുറുക്ക് കഴിഞ്ഞ് 1-2 തവണ നീട്ടിത്തുപ്പി കഴിഞ്ഞപ്പോൾ ഗോപാലൻ നമ്പൂതിരിക്ക് ഒന്ന് മയങ്ങണമെന്ന് തോന്നി. എങ്കിൽ വെളുപ്പിനെ പോകാം, എനിക്ക് നന്നായി ഉറക്കം വരുന്നു. പാതി ഉറക്കത്തിലേക്ക് വഴുതി വീണതുപോലെ അയാൾ പറഞ്ഞു. അയാൾക്ക് അകത്തളത്തിൽ ദേവപ്രിയ പായ ഇട്ടുകൊടുത്തു. പെട്ടെന്ന് അയാൾ കൂർക്കം വലിച്ച് ഉറങ്ങുകയും ചെയ്തു. രാത്രി ഭക്ഷണം ഇല്ലാതിരുന്നതുകൊണ്ട് അവൾ പെട്ടെന്ന് കിടക്ക റൂമിലേക്കെത്തി. ദേവീ ശക്തി കൊണ്ട് ദേവപ്രിയ എന്നും വിഷ്ണുദേവന്റെ മുന്നിൽ കന്യക തന്നെയായിരുന്നു. അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും അവളുടെ കന്യകാത്വം നഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ഓരോ ദിവസവും വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ രാത്രികളായിരുന്നു എല്ലാ രാവുകളും. അതുകൊണ്ട് അയാൾക്ക് ഒരിക്കൽ പോലും ദേവപ്രിയയിൽ വിരക്തി തോന്നിയിരുന്നില്ല. അവളുടെ രാവുകളും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ്, നാളെ അമ്മാവനോടൊപ്പം പോകാൻ തീരുമാനിച്ചോ? അവൾ ചോദിച്ചു. പോകാതെ എന്തു ചെയ്യും? ഒരു കാര്യം ഞാൻ പറയാം. അല്പസമയം എനിക്ക് വേണ്ടി ക്ഷമിക്കണം. ചില വിനാഴികകൾക്കകം ഞാൻ മടങ്ങിയെത്താം. അതുവരെ തനിച്ചിരിക്കണം. വിശ്വമംഗലത്ത് പോയി ഞാൻ തിരികെ വരാം. ദേവപ്രിയ എണീറ്റ് പുറത്തേക്കു പോയി. അവൾ അന്തരീക്ഷത്തിലൂടെ പറന്ന് വിശ്വമംഗലം തറവാടിന്റെ പടിപ്പുരയിലെത്തി. അവിടെ നിന്നും അകത്തേക്ക് നോക്കിയപ്പോൾ വാതിൽക്കൽ ഒരു ഹോമം നടക്കുന്നത് കണ്ടു. സരസ്വതി അന്തർജനം വരാന്തയിൽ ഹോമകുണ്ടത്തിനു മുന്നിൽ ചാരിയിരിക്കുന്നു. സരസ്വതി അന്തർജനം അറവാതിലിന്റെ ഇടതുവശത്തുള്ള ചുവരിൽ ചാരിയിരിക്കുന്നത് കണ്ടപ്പോൾ ദേവപ്രിയയ്ക്ക് ആകെ പരിഭ്രമമായി. വിഷ്ണുവിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് തന്നെ കൂടി ബാധിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. കാരണം കുരുക്ഷേത്രത്തുമനയിൽ താൻ കാലുകുത്തിയത് മുതൽ ഇതുവരേക്കും യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. എന്നാൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളിതുവരെയുള്ള എല്ലാ പുരോഗതിയും അർത്ഥമില്ലാതായി തീരും. അതുകൊണ്ട് അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ തന്നെ അവൾ തീരുമാനിച്ചു. പെട്ടെന്ന് ഒരു വാവലിന്റെ രൂപം പ്രാപിച്ച് അവൾ തറവാടിന്റെ മോന്തായത്തിലേക്കെത്തി. അവിടെ നിന്നും മുകളെടുപ്പിൽ കൂടി മച്ചിനുള്ളിൽ കടന്ന് അറവാതിലിന്റെ മുകൾ ഭാഗത്തെത്തി. അവിടെ പലകയിൽ ഒരു വിള്ളലുണ്ടാക്കി താഴേക്ക് നോക്കി. സരസ്വതി അന്തർജനം മോഹാലസ്യത്തിലാണ്. ജയന്തൻ ഏതോ ഒരു മാന്ത്രിക വിദ്യ പ്രയോഗിച്ച് അവരെ അങ്ങനെയാക്കി തീർത്തതാണെന്ന് അവൾക്ക് മനസ്സിലായി. ആ മോഹനിദ്രയിൽ നിന്നും അവരെ ഉണർത്താൻ അവൾ ഒരു വിദ്യ പ്രയോഗിച്ചു. മച്ചിന്റെ മുകളിൽ കനത്ത ഇരുളിൽ അവൾ പരതി നോക്കി. കുറേയധികം താളിയോല ഗ്രന്ഥങ്ങൾ അവിടെ അടുക്കി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. തന്റെ അപ്പോഴത്തെ വേഷം മാറി സ്വയം രൂപം കൈക്കൊണ്ട് അവയിൽ ഒരു ഗ്രന്ഥത്തിന്റെ മേൽത്താളായി വെച്ചിരുന്ന ഒരു ഓല അടർത്തിയെടുത്ത് അതിൽ കഴുത്തിൽ കിടന്നിരുന്ന മാലയുടെ ശംഖിന്റെ ആകൃതിയിലുള്ള ലോക്കറ്റിന്റെ അഗ്രം കൊണ്ട് മൃതസഞ്ജീവിനി മന്ത്രമെഴുതി. അതിനുശേഷം പരമശിവനെ പ്രാർത്ഥിച്ച് ആ ഓല ഒരു സ്വർണ തകിടാക്കി സരസ്വതി അന്തർജനം ചാരിയിരുന്നിരുന്ന ചുവരിന്റെ ഭാഗത്തുകൂടി തലമുടിക്കെട്ടിൽ പിടിച്ചിരിക്കത്തക്ക വിധം അത് വളച്ച് താഴേക്ക് ഊർത്തിയിറക്കി. അത് താഴെയെത്തി അവരുടെ മുടിയിൽ സ്പർശിച്ച ഉടൻ തന്നെ അവർക്ക് ബോധം വീണ്ടു കിട്ടി. അവർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ തന്റെ മുന്നിൽ പുകയുന്ന ഹോമകുണ്ഡം കണ്ട് പെട്ടെന്ന് ചാടി എണീറ്റ് അകത്തളത്തിലേക്ക് കയറിപ്പോയി. അവിടെ ദേവകി അന്തർജനം നിൽപ്പുണ്ടായിരുന്നു. ഇതേക്കുറിച്ചുള്ള മറ്റ് രഹസ്യങ്ങളൊന്നും അറിയാൻ പാടില്ലായിരുന്ന ദേവകി അവരെ കൂട്ടിക്കൊണ്ട് തന്റെ കിടപ്പറയിലേക്ക് കൊണ്ടുപോയി. ജയന്തൻ അത്ഭുതത്തോടെ നോക്കിയിരിക്കുമ്പോൾ ഹോമകുണ്ടത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരുന്ന പുക സാവധാനം താഴേക്ക് ഊർന്നിറങ്ങി ഹോമകുണ്ടത്തിനുള്ളിലേക്ക് വിലയം പ്രാപിക്കുകയും അതിൽ നീറി നിന്ന അഗ്നി കെടുകയും ചെയ്തു. അതുകൂടി ആയപ്പോൾ ജയന്തന്റെ അത്ഭുതം ഇരട്ടിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു? അയാൾ സ്വയം ചോദിച്ചു. അതിനുശേഷം അയാൾ സഹോദരിയെ വിളിച്ചു. ദേവകി, ഇവിടെ വരൂ. സരസ്വതി അന്തർജനത്തിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ ശേഷം ദേവകി പുറത്തു വന്നു. ആയമ്മയ്ക്ക് എങ്ങനെയിരിക്കുന്നു? അയാൾ ദേവകിയോട് ചോദിച്ചു. എന്താ അങ്ങനെ ചോദിച്ചത്? അവർക്കൊരു കുഴപ്പവുമില്ലല്ലോ. അല്ല, ഇവിടെയൊരു തലകറക്കമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അകത്തേക്ക് കയറിയത്. അവർക്ക് ഒരു കുഴപ്പവുമില്ല. ഗോപാലനെ കാണുന്നില്ലല്ലോ.
ഇന്നു തന്നെ വരുമെന്ന് പറഞ്ഞാണ് പോയത്. ദേവകി അന്തർജനം പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് അവർ തമ്മിൽ പ്രകടമായ ബന്ധമുള്ള രീതിയിലാണ് അന്തർജനം സംസാരിച്ചത്. അതിൽ ജയന്തന് പന്തികേട് തോന്നിയതുമില്ല. വളരെ കാലങ്ങളായി ഒരു പുരുഷനെ കാത്തിരുന്ന അവർക്ക് ഇതൊരു അനുഗ്രഹമാണല്ലോ എന്ന് അയാൾ കരുതുകയും ചെയ്തു. ശരി ദേവകി, പൊയ്ക്കോളൂ, ജയന്തൻ പറഞ്ഞു. അതിനുശേഷം അയാൾ എഴുന്നേറ്റ് പഴയ തറവാട്ടിലേക്ക് പോയി. കുറെ നാളുകളായി തനിക്ക് എല്ലാറ്റിലും ഒരു പതർച്ച തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് അയാൾക്ക് സംശയം ജനിച്ചു തുടങ്ങിയിരുന്നു. എന്തു ചെയ്താലും അത് പാളിപ്പോകുന്നു. ശരിയായ ലക്ഷ്യത്തിൽ ചെന്ന് കൊള്ളുന്നില്ല. ആരോ മാർഗ തടസ്സം നിൽക്കുന്നുണ്ട്. ആരാണെന്നറിയാം. പക്ഷെ അവൾക്ക് തന്നേക്കാൾ ശക്തിയുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. ജയന്തന് മാത്രമേ സംഭവിക്കാൻ പറ്റൂ. അതിനെതിരായി എന്തെല്ലാം വന്നാലും അതും തട്ടി നീക്കണം. ഇല്ലെങ്കിൽ മാന്ത്രിക വിദ്യ കത്തിപ്പിളർന്നു നിൽക്കുന്ന വിശ്വമംഗലം തറവാടിന്റെ കീർത്തി തന്നാൽ നഷ്ടപ്പെട്ടു പോകും. ജയന്തൻ തറവാടിന്റെ മുന്നിലെത്തി. അവിടെ വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. വിളക്ക് കൊളുത്തുന്നത് മുത്തച്ഛന്റെ യോഗിനികളാണ്. അവരെ കൊണ്ടാണ് മുറ്റം വൃത്തിയാക്കുന്നതുവരെ. വിളക്കിനു മുന്നിൽ ഒരു കരിനാഗം പത്തി വിടർത്തി നിൽപ്പുണ്ട്. മുത്തച്ഛാ, മുത്തച്ഛാ, ജയന്തൻ വിളിച്ചു. എന്താ ജയന്ത? അകത്തു നിന്നും വിളി കേട്ടു. സഹായിക്കണം. മനസ്സിലായി. മുത്തശ്ശന്റെ ശബ്ദം അടുത്തു കേട്ടു. നിലവറയിലെ സമാധിയിൽ നിന്നും മുത്തശ്ശൻ എണീറ്റു കഴിഞ്ഞു. പിന്നെ വരുന്നത് പിന്നിൽ കൂടിയാണ്. ഒരിക്കലും തറവാടിന് അകത്തുകൂടി വരാറില്ല. അതിനെന്തെങ്കിലും കാരണം കാണുമായിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? ജയന്തൻ തിരക്കി. ഒറ്റ വഴിയേ ഉള്ളൂ. മുത്തശ്ശൻ ഒഴിവു പറഞ്ഞു. എന്താണ്? നങ്ങേമയെ സന്തോഷിപ്പിക്കുക. നങ്ങേമയ്ക്ക് ശക്തിയുണ്ട്. നങ്ങേമ നമുക്ക് എതിരാണ്. കാരണം പണ്ടു നടന്നത്. അതുകൊണ്ട് നങ്ങേമയെ തൃപ്തിപ്പെടുത്തിയാൽ രക്ഷയുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ഇതുവരെ ശ്രമിച്ചതും. എന്നിട്ടും തോൽവി തന്നെ. അതിന് യക്ഷിയാണ് കാരണം. ഓമല്ലൂർ കാവിലെ യക്ഷി. അവളെ തറയ്ക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടാനൊന്നുമില്ല. അവൾക്കും ശക്തി ഇത്തിരി കൂടുതലാ. അറിയാം. അതിനുള്ള വഴി നങ്ങേമയെ കൊണ്ട് എതിർക്കണം, മുത്തശ്ശൻ ഉപദേശിച്ചു. അതെങ്ങനെയാണ്? കുരുക്ഷേത്രത്തു മനയിലെ ചെക്കനെ നങ്ങേമയ്ക്കു നൽകിയാൽ പിന്നെ അവനെ നങ്ങേമ വിടില്ല. അപ്പോൾ യക്ഷിയെ എതിർത്തുകൊള്ളും. ആദ്യം അത് ചെയ്യൂ. ജയന്തൻ തിരികെ നടന്നു. മുത്തശ്ശൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ജയന്തന് തോന്നി. നങ്ങേമയും യക്ഷിയും തമ്മിൽ പോരാടിക്കൊള്ളും. ആ പോരാട്ടത്തിനിടയിൽ തനിക്ക് കാര്യം സാധിക്കുകയും ചെയ്യാം. അതിനുള്ള വഴി സരസ്വതി അന്തർജനത്തെ കാണാൻ വിഷ്ണുദേവൻ വരിക എന്നുള്ളതാണ്. അതിനുള്ള വഴി ചെയ്യണം. ജയന്തൻ രാത്രി മുഴുവൻ ആലോചിച്ചു കിടന്നു. അതിരാവിലെ എണീക്കാൻ തീരുമാനിച്ചു കിടന്നു. ദേവപ്രിയ തിരികെ വിഷ്ണുദേവന്റെ അടുക്കലെത്തി. എന്താണ് സംഗതി? അമ്മയ്ക്ക് എങ്ങനെയിരിക്കുന്നു? അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ ചെല്ലുമ്പോൾ അമ്മ മോഹാലസ്യത്തിലായിരുന്നു. അതു ഞാൻ മാറ്റി. സുഖമായതിനു ശേഷം പോരുകയും ചെയ്തു, അവൾ പറഞ്ഞു. അതെന്താ അങ്ങനെ അമ്മയ്ക്ക് പെട്ടെന്ന് സംഭവിക്കാൻ കാരണം? അപ്പോൾ അമ്മാവൻ പറഞ്ഞത് ശരിയാണല്ലോ. അത് വരുത്തി തീർത്തതാണ്. ഇതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. അല്ലാതെ വരില്ല. ഞാനൊന്ന് പോയാലോ? അത്രയ്ക്ക് അസുഖം ഞാൻ കണ്ടില്ല. എങ്കിലും അമ്മാവനോടൊത്ത് നാളെ പോയിട്ട് വരാം. ദേവപ്രിയ കൂടി പോന്നോളൂ. അയ്യോ, ഞാനോ? അതൊരിക്കലും സാധ്യമല്ല. പകൽ ഞാൻ വെറും ഒരു സാധാരണ സ്ത്രീയാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ രക്ഷയില്ല. കാവിലമ്മയ്ക്കു കൂടി എന്നെ സഹായിക്കാൻ പറ്റില്ല. എങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോകാം. അമ്മയെ കൂട്ടിക്കൊണ്ടു പോരുകയും ചെയ്യാം, വിഷ്ണുദേവൻ പറഞ്ഞു. ഇഷ്ടം പോലെ, അയാളെ പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞു. അതിരാവിലെ പതിവ് പോലെ ദേവപ്രിയ ഉണർന്നു. മുറ്റമടിച്ചു തളിച്ചു അവൾ അടുക്കളയിൽ കയറി. ദോശ ആയിരുന്നു പലഹാരം. പാറുക്കുട്ടിയമ്മ പാൽ കറന്നുകൊണ്ടുവന്നു. അമ്മാവനും മരുമകനും കുളി കഴിഞ്ഞു വന്നപ്പോൾ അവൾ കാപ്പി തയ്യാറാക്കി വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറപ്പെടുകയാണ്. വിഷ്ണുദേവന്റെ അനുവാദത്തിനു കാത്തു നിൽക്കാതെ ഗോപാലൻ നമ്പൂതിരി പറഞ്ഞു. വിഷ്ണുദേവൻ ദേവപ്രിയയെ നോക്കി. അവൾ ചതിവ് ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന ഗോപാലൻ നമ്പൂതിരിയെ നോക്കുകയായിരുന്നു. കാപ്പികുടി കഴിഞ്ഞ് രണ്ടുപേരും വസ്ത്രം മാറാൻ ഒരുക്കമായി. ഈ സമയം കിണറ്റുകരയിൽ നിന്നിരുന്ന പാറുക്കുട്ടിയമ്മ അടുക്കള വാതിക്കൽ വന്ന് ദേവപ്രിയയെ വിളിച്ചു. എന്താ പാറുക്കുട്ടി? അവൾ ചോദിച്ചു. തമ്പുരാട്ടി, ആരോ മുറ്റത്ത് വന്നു നിൽക്കുന്നു. കണ്ടിട്ട് ഏതാണ്ട് പോലെ. വല്ലാത്ത ഒരു മുഖഭാവം. പേടിയാവുന്നു. ആരാണെന്നറിയാനുള്ള തിടുക്കത്തോടെ ദേവപ്രിയ വരാന്തയിലേക്ക് ചെന്നു.
പടിപ്പുരയിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് അവൾ കണ്ടു. ആരാ, മനസ്സിലായില്ലല്ലോ? ദേവപ്രിയ ചോദിച്ചു. ഞാൻ ഇവിടെ അടുത്തുള്ളതാ. ആ സ്ത്രീ അകത്തേക്കു കയറി വന്നു. കാഴ്ചയിൽ അവർക്ക് 50 വയസ്സിൽ കൂടുതൽ പ്രായം തോന്നിക്കും. തലമുടി അങ്ങിങ്ങായി നരച്ചിട്ടുണ്ട്. മുണ്ടും റൗക്കയും തോളിലൊരു രണ്ടാമുണ്ടും ഇട്ടിട്ടുണ്ട്. മുഖത്ത് ചുളിവുകൾ കാണാമായിരുന്നു. ആ കണ്ണുകളിൽ ഭീതി നിഴലിക്കുന്നതായി ദേവപ്രിയ കണ്ടു. എന്തു വേണം? അവൾ അവരോട് ചോദിച്ചു. എനിക്ക് തമ്പുരാട്ടിയോട് ഒരു രഹസ്യം പറയാനുണ്ട്. മറ്റാരും അറിയരുത്. അത് കേട്ടപ്പോൾ ദേവപ്രിയ അകത്തേക്ക് നോക്കി. വിഷ്ണുദേവനും അമ്മാവനും ഏതു സമയത്തും കടന്നുവരാം. എന്തോ രഹസ്യം പറയണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവർ വന്നാൽ കുഴപ്പമാണ്. എന്തായിരിക്കും അവർ പറയാൻ വരുന്നത്? അവൾ ചിന്തിച്ചു. തൽക്കാലം ആ സ്ത്രീയെ അവരുടെ കണ്ണിൽ നിന്നും മറയ്ക്കുവാൻ അവൾ തീരുമാനിച്ചു. ഒരു കാര്യം ചെയ്യ്, അടുക്കള വാതിൽക്കലേക്ക് ചെല്ല്. പാറക്കുട്ടി കാപ്പി തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അവർ വടക്കു ഭാഗത്തേക്ക് പോയി. ദേവപ്രിയ വിളിച്ചു പറഞ്ഞു. പാറക്കുട്ടിയമ്മേ, ആ വരുന്നവർക്ക് കഴിക്കാനുള്ളവ കൊടുക്ക്. ആ സ്ത്രീയെ കണ്ടപ്പോൾ പാറക്കുട്ടിയമ്മ അകത്തേക്ക് വലിഞ്ഞു കളഞ്ഞു. എന്താ പാറക്കുട്ടിയമ്മേ മാറി നിൽക്കുന്നത്? എന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ആ സ്ത്രീ ചോദിച്ചു. അതിനും പാറക്കുട്ടിയമ്മ മറുപടി നൽകിയില്ല. അവർ അപ്പോഴും മുഖഭാവം മാറ്റാതെ അവിടെ തന്നെ നിന്നു. ഒരു പക്ഷേ മറന്നു കാണും. ഞാൻ കുറെ നാളായി ഇവിടെ ഇല്ലായിരുന്നു. ഒരു ദൂരയാത്ര ചെയ്തു. കാശിയും കഴിഞ്ഞ് വടക്കോട്ടു പോയി. ബദ്രീനാഥും കണ്ടു. അത് കഴിഞ്ഞ് മല കയറി. ആ സ്ത്രീ ഉരപ്പുരയിൽ കടന്നിരുന്നു. എനിക്കറിയാം, നീ അറിഞ്ഞോണ്ട് ഇല്ലെന്ന് നടിക്കുന്നതാ. പക്ഷെ ഉണ്ണിച്ചിരിതേയി അമ്മയെ അങ്ങനെ പെട്ടെന്നാരും മറക്കില്ല. പിന്നെ ഞാനൊന്നു പറയാം. ഞാൻ നല്ലതിനാ വന്നിരിക്കുന്നത്, ദ്രോഹിക്കാനല്ല. അവർ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാലയിൽ തടവിക്കൊണ്ടു പറഞ്ഞു. അത് കേട്ടപ്പോൾ പാറക്കുട്ടിയമ്മയ്ക്ക് സമാധാനമായി. അറിയാഞ്ഞിട്ടല്ല അവർ ഉണ്ണിച്ചിരുതേയി അമ്മയെ കണ്ടിട്ട് അകന്നു നിന്ന് കളഞ്ഞത്. ആ സ്ത്രീയെ കണ്ടാൽ പലർക്കും ഭയവും അറപ്പും കലർന്ന സമ്മിശ്ര വികാരമായിരുന്നു. അഭിചാരിണി എന്നാണ് അവരെക്കുറിച്ച് പലരും പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കൂടി അവർ കേൾക്കെ ആരും വിളിച്ചിരുന്നില്ല. അന്യം നിന്നു പോയ ഒരു നായർ തറവാട്ടിലെ അവസാനത്തെ അംഗമാണ് അവർ. അവർക്കിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞിരിക്കും. മെലിഞ്ഞ ശരീരമാണ്. മുഖത്തും കൈത്തണ്ടയിലും വിരലുകളിലും മാംസം ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ട്. നെറ്റിയിൽ എപ്പോഴും കളഭക്കുറിയും ഒരു ചുവന്ന പൊട്ടും കാണാം. തലമുടി മിക്കവാറും നരച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴുത്തിൽ ഒരു രുദ്രാക്ഷമാലയും വലതു കൈയിൽ വെള്ളി നൂലിൽ കെട്ടിയ ഒരു രുദ്രാക്ഷവുമുണ്ട്. വലതു കൈയിലെ മോതിര വിരലിൽ സർപ്പാകൃതിയിലുള്ള ഒരു മോതിരവും കിടപ്പുണ്ട്. ഉണ്ണിച്ചിരുതേയി അമ്മയുടെ കുടുംബത്തിലെ കാരണവന്മാർ അഭിചാരക്രിയകൾ ചെയ്തിരുന്നവരാണ്. അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതായി അറിവില്ല. ദുർമന്ത്രവാദങ്ങളിൽ കൂടി പല കുടുംബങ്ങളെയും അവർ നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വന്നു ചേരുന്നതും അതുതന്നെയായിരുന്നു. അപകട മരണങ്ങൾ മൂലമാണ് അവിടെയുള്ള അംഗങ്ങളിൽ പലരും മരണമടഞ്ഞത്. ആ തറവാട്ടിലെ അവസാനത്തെ കണ്ണിയായിരുന്നു ഉണ്ണിച്ചിരുതേയി അമ്മ. നശിച്ചുപോയ ആ തറവാട്ടിൽ അവർ ഒറ്റയ്ക്കാണ് കഴിഞ്ഞുകൂടിയതും. ദൂരസ്ഥലങ്ങളിൽ നിന്നും അറിഞ്ഞുകേട്ട് പലരും അവരെ കാണാൻ വരാറുണ്ടായിരുന്നു. വന്നവരൊന്നും നല്ല കാര്യത്തിനായിരുന്നില്ല. അവസാനം അവരെ സന്ദർശിക്കാൻ വരുന്നവരെ നാട്ടുകാർ തടഞ്ഞ് താക്കീത് കൊടുത്ത് പറഞ്ഞുവിടാൻ തുടങ്ങിയതോടെ ഉണ്ണിച്ചിരുതേയി അമ്മയുടെ ആഹാരത്തിന് വഴിമുടങ്ങി. അവരെ ആരും വിവാഹം കഴിച്ചിരുന്നില്ല. ആരെങ്കിലുമായിട്ടും ബന്ധം പുലർത്തിയതായും ആർക്കും അറിഞ്ഞുകൂടാ. കാഴ്ചയിലും അവർ വലിയ സുന്ദരിയൊന്നുമായിരുന്നില്ല. വേണമെങ്കിൽ അവരെ ഒരു വൃദ്ധ കന്യകയെന്നു വിളിക്കാം. ജീവിക്കാൻ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ 10 വർഷം മുമ്പ് അവർ നാടുവിട്ടു. അവരെക്കുറിച്ച് ആരും ചിന്തിച്ചതുമില്ല. അതിനുശേഷം അവർ ഇപ്പോഴാണ് വരുന്നത്. ആരെയും ഉപദ്രവിക്കാനല്ല അവർ വന്നിരിക്കുന്നതെന്ന് പാറുക്കുട്ടിയമ്മയ്ക്ക് മനസ്സിലായപ്പോൾ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവർ അകത്തേക്ക് പോയി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുരുക്ഷേത്രത്തുമന അഭിവൃദ്ധിയിലാണെന്നും അതിനെന്തെങ്കിലും ദ്രോഹം വരുത്താനാണ് അവർ വന്നതെന്നുമാണ് പാറുക്കുട്ടിയമ്മ കരുതിയത്. ഏതായാലും തമ്പുരാട്ടി പറഞ്ഞതുകൊണ്ട് കാപ്പിയും ഇഡ്ഡലിയും അവർ ഉരപ്പുരയിൽ കൊണ്ടുവച്ചു. ഉണ്ണിച്ചിരുതേയിയമ്മ കൈ കഴുകി തുടച്ചു. ഇഡ്ഡലിയിൽ നിന്നും അല്പം അടർത്തിയെടുത്ത് ചെറിയ നുള്ളുകളായി തെറിപ്പിച്ചു.
അത്ഭുതമെന്ന് പറയട്ടെ, അവർ തെറിപ്പിച്ചു കളഞ്ഞ ഇഡലി തുണ്ടുകൾ അവിടെ എങ്ങും വീണതായി പാറുക്കുട്ടിയമ്മ കണ്ടില്ല. അവയൊക്കെ അന്തരീക്ഷത്തിൽ ലയിച്ചു പോയതുപോലെ അവർക്ക് തോന്നി. അതിനുശേഷം ഉണ്ണിച്ചിരുതേയിയമ്മ ഇഡലി കഴിച്ച് കാപ്പിയും കുടിച്ചു. കാപ്പി കുടിക്കുന്നതിനു മുമ്പ് അതിൽ നിന്നും 3-4 തുള്ളികൾ തെറിപ്പിക്കുവാൻ അവർ മറന്നിരുന്നില്ല. ഈ സമയം ഗോപാലൻ നമ്പൂതിരിയും വിഷ്ണുദേവനും പടിപ്പുര കടന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞു. അവർ കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ ദേവപ്രിയ അടുക്കളയിലേക്ക് വന്നു. പാറുക്കുട്ടിയമ്മേ, ദേവപ്രിയ വിളിച്ചു. അത് കേൾക്കേണ്ട താമസം അവർ ഓടി അടുക്കളയിലെത്തി. ആരാ അവിടെ വന്നിരിക്കുന്നത്? ദേവപ്രിയ ചോദിച്ചു. കുഞ്ഞ് അങ്ങോട്ടൊന്നും പോകണ്ട, അതൊരു നാശം പിടിച്ച സ്ത്രീയാണ്, പാറുക്കുട്ടിയമ്മ പറഞ്ഞു. എന്നാലും അങ്ങനെയല്ലല്ലോ, ഈ വീട്ടിൽ വന്നതല്ലേ. ഉറപ്പുരയിലേക്ക് ദേവപ്രിയ പോകാനൊരുങ്ങിയപ്പോൾ പാറുക്കുട്ടിയമ്മ തടഞ്ഞു. കുഞ്ഞങ്ങോട്ട് പോവണ്ട, അവർ വീണ്ടും പറഞ്ഞു. കാര്യം എന്താണെന്ന് പറയൂ പാറുക്കുട്ടിയമ്മേ, ദേവപ്രിയ ചോദിച്ചു. അതൊരു സാധാരണ സ്ത്രീയല്ല തമ്പുരാട്ടി, ഇത്തിരി പെശക. അങ്ങനെയുള്ളവരുടെ മുന്നിൽ തമ്പുരാട്ടി നിൽക്കരുത്, വല്ലതും മനസ്സിൽ വിചാരിക്കും. അത് കേട്ട് ദേവപ്രിയ ഊറി ചിരിച്ചു. ഒപ്പം പാറുക്കുട്ടിയമ്മയ്ക്ക് തന്നോടുള്ള അകമഴിഞ്ഞ സ്നേഹത്തിൽ അവരോട് സന്തോഷം തോന്നുകയും ചെയ്തു. പാറുക്കുട്ടിയമ്മ ഭയപ്പെടേണ്ട, ആരും എന്നെ കണ്ണുവെക്കില്ല. എന്നെ ആരും ദ്രോഹിക്കാതിരിക്കാൻ എൻ്റെ അമ്മ എനിക്ക് രക്ഷ കെട്ടിയിട്ടുണ്ട്. ഏതായാലും ഞാൻ അവരെ ഒന്ന് കാണട്ടെ. ദേവപ്രിയ ഉരപ്പുരയിലേക്ക് നടന്നു. അവളെ കണ്ട മാത്രയിൽ ഉണ്ണിച്ചിരുതേയിയമ്മ പെട്ടെന്ന് എഴുന്നേറ്റു. അവരുടെ മുഖത്ത് ഭയം തളം കെട്ടി നിന്നു. കാപ്പി കുടിച്ചോളൂ, പേടിക്കണ്ട, ദേവപ്രിയ പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും മടിച്ചാണ് ഉണ്ണിച്ചിരുതേയിയമ്മ ഇരുന്നത്. ആരാണ്, മനസ്സിലായില്ലല്ലോ, ദേവപ്രിയ ചോദിച്ചു. ഇവിടെ തന്നെ ഉള്ളതാ, കുറെ കാലം ഇവിടെ ഇല്ലായിരുന്നു. അവർക്കെന്തോ രഹസ്യമായി പറയാനുണ്ടെന്ന നാട്യത്തിൽ പാറുക്കുട്ടിയമ്മയെ അവർ നോക്കി. അത് മനസ്സിലാക്കിയ ദേവപ്രിയ പാറുക്കുട്ടിയമ്മയോട് പറഞ്ഞു. പോയി ജോലി ചെയ്തോളൂ, ഞാൻ ഇവരുമായി സംസാരിക്കട്ടെ. പശുക്കളെ അഴിച്ച് തൊടിയിൽ കൊണ്ടുപോയി തീറ്റിച്ചോളൂ, ഞാൻ വിളിക്കുമ്പോൾ വന്നാ മതി. സംശയഭാവത്തിൽ നോക്കിയ ശേഷം പാറുക്കുട്ടിയമ്മ പശുക്കളെ അഴിച്ച് തൊടിയിലേക്ക് വിട്ട് അതിന്റെ പിന്നാലെ പോയി. എന്താണ് പറയാനുള്ളത്? ദേവപ്രിയ ഉരപ്പുരയിൽ കിടന്ന കുരണ്ടി നീക്കിയിട്ട് അതിന്മേലിരുന്നു. പെട്ടെന്ന് ഉണ്ണിച്ചിരുതേയിയമ്മ ഭക്ഷണം കഴിച്ചു തീർത്ത ഓട്ടുകിണ്ണവും ഓട്ടു ഗ്ലാസും എടുത്ത് പുറത്തേക്ക് പോയി. കൈ കഴുകി വെടിപ്പായി തിരികെ വന്നു. അവർ പുറത്തേക്കുള്ള വാതിൽപ്പടിയോട് ചേർന്നിരുന്നു. എന്റെ പേര് ഉണ്ണിച്ചിരുതേയി. ഓമല്ലൂർ കാവിലെ ഭഗവതി വക സ്വത്തിലെ ഒരു കുടികിടപ്പ് കുടുംബമാണ് ഞങ്ങളുടേത്. കാരണവന്മാരായിട്ട് കാവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരായിരുന്നു. എല്ലാവരും ചത്തും കെട്ടും പോയി. പ്രവൃത്തിദോഷമാണെന്ന് കൂട്ടിക്കോളൂ. അവസാനം ഞാൻ മാത്രമായി. 10 കൊല്ലം മുമ്പ് നാടുവിട്ടു പോയതാണ്. അങ്ങ് വടക്ക് സ്ത്രീ പരമേശ്വരൻ കുടിയിരിക്കുന്ന ഇടം വരെ പോയി. ചെയ്ത തെറ്റുകൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്യണ്ടേ? തെറ്റുകളോ? ആരുടെ? കാരണവന്മാരുടെയും എന്റെയും എന്തു വേണേൽ പറയാം. ചെയ്ത തെറ്റെന്താ? കൂടോത്രമൊക്കെ ആയിരുന്നു. പിന്നെ എന്താ മടങ്ങിപ്പോന്നത്? അവിടെ വച്ച് ഒരു സന്യാസിയെ കണ്ടു. അദ്ദേഹം സമാധിയായിരിക്കുന്ന സമയമായിരുന്നു. അറിയാവുന്നതൊക്കെ അവസാനം പറഞ്ഞു തന്നു. അതുകൊണ്ടാ തിരിച്ചു പോന്നത്. എന്നുവെച്ചാൽ മാന്ത്രികത്തിന്റെ എല്ലാ വശങ്ങളും പഠിച്ചു. ഇനിയിപ്പോ പെട്ടെന്ന് അങ്ങനെ ആരും എതിർക്കില്ല. എതിർത്താലും തിരിച്ചു കൊടുക്കാമെന്ന് മനസ്സിലായി. ഈ തറവാടുമായി നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇങ്ങോട്ട് പോന്നത്? കാവിൽ തൊഴാൻ പോയത് പുലർച്ചയ്ക്ക് മുൻപാണ്. അവിടെ എത്തിയപ്പോൾ ഒരു കുറവ് തോന്നി. സന്യാസി പറഞ്ഞു തന്ന വിദ്യ ഞാൻ വെറുതെ ഒന്ന് പ്രയോഗിച്ചു. അപ്പോൾ മനസ്സിലായി തമ്പുരാട്ടി ഇവിടെയുണ്ടെന്ന്. ഉണ്ണിച്ചിരുതേയിയമ്മ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ലെന്ന് നടിച്ചുകൊണ്ട് ദേവപ്രിയ പിന്നെയും ചോദിച്ചു. എന്തേ പറഞ്ഞത്? 2 ആളെയും നോക്കി. അപ്പോൾ ഒരാളെ കണ്ടില്ല. പിന്നെയാണ് മനസ്സിലായത് ഇങ്ങോട്ട് പോന്നെന്ന്. ദേവപ്രിയ ഉണ്ണിച്ചിരുതേയിയമ്മയെ സൂക്ഷിച്ചു നോക്കി. ഉണ്ണിച്ചിരുതേയിയമ്മ ദേവപ്രിയയെ അത്ഭുതത്തോടെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടു തന്നെയിരുന്നു. അവരുടെ കണ്ണുകളിൽ പലതരത്തിലുള്ള വികാരങ്ങൾ തെന്നിമറഞ്ഞു. തന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം അവർക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. പരമ്പരാഗതമായി മാന്ത്രിക വിദ്യകൾ വശത്താക്കിയ ഒരു സ്ത്രീയായിരുന്നു അവർ. അവരുടെ മുത്തശ്ശൻ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്.
കുഞ്ഞുട്ടി നായർക്ക് കൂടുവിട്ട് കൂടുപായാനും അകലെ ഇരുന്നു കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കാനും അറിയാമായിരുന്നു. കുഞ്ഞുകുട്ടി നായരുടെ അവസാന കാലത്ത് ഉണ്ണിച്ചിരുതേയി അമ്മയ്ക്ക് 10-12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവർ രജസ്വല ആകാതിരുന്നതുകൊണ്ട് ഹോമാദി കർമ്മങ്ങൾക്ക് മുത്തശ്ശൻ അവരെയാണ് കൂട്ടിക്കൊണ്ടുപോയിരുന്നത്. അന്ന് പലതരത്തിലുള്ള അത്ഭുതകരമായ കാഴ്ചകൾക്കും അവർ സാക്ഷി നിന്നിട്ടുണ്ട്. ഒരിക്കൽ ഓമല്ലൂർക്കാവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ടായത് അവരുടെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിന്നിരുന്നു. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു അത്. സംഭവം ഇതായിരുന്നു. ഒരു ദുർഗാഷ്ടമി നാളിൽ ഓമല്ലൂർ കാവലമ്മ കുളിക്കാൻ പോയി. അന്ന് ക്ഷേത്രത്തിന് മുന്നിൽ ഒരു കുളമുണ്ടായിരുന്നു. ഒരിക്കലും വറ്റാത്ത ഉറവയുള്ള ഒരു കുളം. ഒരു പരിധി കഴിഞ്ഞാൽ ഒഴുകിപ്പോകാനുള്ള വഴിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുളത്തിലെ വെള്ളം എപ്പോഴും തെളിഞ്ഞു നിന്നിരുന്നു. കുഞ്ഞുകുട്ടി നായരും പേരക്കിടാവ് ഉണ്ണിച്ചിരേതിയും കൂടെ ഹോമം കഴിഞ്ഞ് വരികയായിരുന്നു. അർദ്ധരാത്രി സമയം. കാവിലെ കുളത്തിന്റെ വടക്കുവശത്തുള്ള അരയാലിന്റെ ചുവട്ടിൽ ഉണ്ണിച്ചിരുതേയിയെ ഇരുത്തിയ ശേഷം കുഞ്ഞുകുട്ടി നായർ മറവ് കണ്ട സ്ഥലത്തേക്ക് കയറി. ഹോമം കഴിഞ്ഞപ്പോൾ അല്പം മദ്യപിച്ചിരുന്നു. വയറ്റിൽ പിടിച്ചിട്ടില്ല. ഉണ്ണിച്ചിരുതേയി ചിത്രകൂടങ്ങൾക്ക് ചുറ്റും വച്ചിരുന്ന അരയാലിന്റെ ചുവട്ടിലുള്ള കൽത്തറയിൽ ഇരിക്കുകയായിരുന്നു. കിഴക്ക് സ്വർണ്ണ തളിക പോലെ നിലാവ് ആകാശത്തിൽ പൊന്തി നിൽക്കുന്നു. ചന്ദനം അരച്ച് കലക്കി ഒഴിച്ചതുപോലെ പ്രകാശം അങ്ങുമിങ്ങും ചിതറിക്കിടന്നു. ശ്രീകോവിലിന്റെ തെക്കുമാറി കാണപ്പെട്ട നിലാവിൽ നിന്നും പ്രകാശം അരയാൽ ചുവട്ടിലേക്ക് എത്തിയിരുന്നു. ഒറ്റക്കല്ലിൽ കൊത്തിയിരുന്ന സർപ്പപ്രതിഷ്ഠകളിൽ ഒരു പ്രകാശം പതിച്ചു. പഴക്കമേറിയ ശിലയായിരുന്നതുകൊണ്ട് അവയിൽ വൃത്താകാരത്തിലുള്ള പായലുകൾ പിടിച്ചിരുന്നു. അത് ചെതുമ്പലു പോലെ കാണപ്പെട്ടു. ജീവനുള്ള സർപ്പങ്ങൾ ചുറ്റുമിരിക്കുന്നതുപോലെ ഉണ്ണിച്ചിരുതേയിക്ക് തോന്നിയെങ്കിലും അവൾക്ക് യാതൊരു ഭയവും ഉണ്ടായില്ല. കാരണം മുത്തച്ഛനുമായുള്ള പോക്കിൽ അവൾ പലതരത്തിലുള്ള അത്ഭുതങ്ങളും കണ്ടിരുന്നു. യക്ഷികളെയും പിശാചുക്കളെയും വരുത്തി ക്ഷമ പറയിച്ചിട്ടുള്ള ചരിത്രങ്ങൾ അവൾക്കറിയാം. നേരിട്ട് കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് വിജനമായ ആ സ്ഥലത്ത് ഒറ്റപ്പെട്ട ശ്രീകോവിൽ മാത്രമുള്ള ആ ക്ഷേത്രത്തിനു മുന്നിൽ തനിച്ചിരിക്കുന്നതിന് അവൾക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവസ്ത്രീയെപ്പോലെ സുന്ദരിയായ ഒരു യുവതി അവരുടെ അടുത്തേക്ക് വന്നു ചോദിച്ചു, "എന്തേ കുട്ടി ഇവിടെ ഇരിക്കുന്നത്?" "ഓ, ഒന്നുമില്ല," വളരെ നിസാരമായി അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ യുവതിക്ക് അത്ഭുതം തോന്നി. കാരണം ഈ അർദ്ധരാത്രിയിൽ ഇങ്ങനെയൊരു സ്ഥലത്ത് തനിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയോട് സംസാരിച്ചിട്ട് അവൾക്ക് യാതൊരു ഭയവും തോന്നുന്നില്ല. "കുട്ടിക്ക് ഇവിടെ ഇരിക്കാൻ പേടിയില്ലേ?" ആ സ്ത്രീ ചോദിച്ചു. "എന്തിനാ പേടിക്കുന്നേ?" പെൺകുട്ടി മറുപടിയും കൊടുത്തു. "എന്നെ കണ്ടിട്ട് ഭയം തോന്നുന്നില്ലേ?" യുവതി അവളുടെ മുന്നിലേക്ക് മാറി നിന്നുകൊണ്ട് ചോദിച്ചു. പാലൊളി ചിതറുന്ന നിലാവിൽ ആ യുവതിയുടെ മുഖം വ്യക്തമായി കാണാമായിരുന്നു. "എന്തിനാ ഭയക്കണത്? നിങ്ങൾ എത്രയോ സുന്ദരിയാണ്. എന്നിട്ടും ഈ രാത്രിയിൽ കണ്ടിട്ടും പേടി തോന്നുന്നില്ലേ?" "എനിക്ക് യക്ഷിയോ പിശാചിനെയോ കണ്ടാൽ പേടിയില്ല." അത് കേട്ടപ്പോൾ ആ യുവതിക്ക് അത്ഭുതം തോന്നി. അവർ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇരുന്നു. ആ യുവതിക്ക് ഒരു പ്രത്യേക വാസനയുണ്ടായിരുന്നു. താമരപ്പൂവിന്റെ ഉള്ളിലുള്ള വാസന. കുറെ പൂക്കളുടെ ഇടയിൽ ഇരിക്കുന്നത് പോലെയാണ് കുട്ടിക്ക് തോന്നിയത്. "എനിക്ക് യക്ഷിയെയോ പിശാചിനെയോ ഒന്നും ഭയമില്ല," അവൾ വീണ്ടും പറഞ്ഞു. "അതെന്താ?" "എന്റെ മുത്തശ്ശൻ അവറ്റെയൊക്കെ പിടിച്ച് കെട്ടിയിട്ടുള്ള ആളാണ്." അത് കേട്ടപ്പോൾ ആ യുവതി കുലുങ്ങിച്ചിരിച്ചു. ആ ചിരിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. കുപ്പിവള കിലുങ്ങുന്നത് പോലെയോ ആഭരണങ്ങൾ കൂട്ടിത്തല്ലുന്നത് പോലെയോ ചിലങ്കകൾ കിലുങ്ങുന്നത് പോലെയോ ആയിരുന്നു അത്. എന്നിട്ടും ഉണ്ണിച്ചിരുതേയി ഭയന്നില്ല. "ഞാൻ യക്ഷിയാ," ആ യുവതി പറഞ്ഞു. "ഓഹോ, അങ്ങനെയാണോ?" അവൾ നിസാരമട്ടിൽ ചോദിച്ചു. "എന്താ, പേടി തോന്നുന്നില്ലേ?" വീണ്ടും ആ സ്ത്രീ തിരക്കി. "എന്തോന്നിന്? ഞങ്ങളിപ്പോ ഒരു യക്ഷിയെ ഒരു കാഞ്ഞിരത്തിൽ തറച്ചിട്ടാ വരുന്നത്. ഏതാണ്ട് നിങ്ങളെപ്പോലിരിക്കും." അത് കേട്ടപ്പോൾ ആ യുവതിയുടെ മുഖം വല്ലാതെയായി. എങ്കിലും ആ വല്ലായ്മ മറച്ചു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, "ഞാൻ ദേവിക്ക് കൂട്ടുവന്നതാ. ഇത് ദുർഗാഷ്ടമിയല്ലേ? ദേവി കുളിക്കാനിറങ്ങിയിരിക്കുകയാ. ഇനി 3-ാം യാമം അവസാനിക്കണം കയറി വരണമെങ്കിൽ." "ഓഹോ, അങ്ങനെയാണോ?
എന്നിട്ടും ഉണ്ണിച്ചിരുതേയിയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും വന്നില്ല. അവൾ ചോദിച്ചു, എന്താ പേര്? എന്റെ പേര് ദേവപ്രിയ. ഓഹോ, കുട്ടി ഇവിടെ തനിച്ചാണോ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛനുമുണ്ടെന്ന്. മുത്തച്ഛൻ അവിടെ മറയിലിരിക്കുകയാ, വയറ്റിന് സുഖമില്ലാതെ. അപ്പോൾ കുട്ടിയെ ഞാൻ കണ്ടത് നന്നായല്ലോ. ദേവി കുളിക്കുമ്പോൾ മുത്തച്ഛനോട് കുളത്തിൽ ഇറങ്ങരുതെന്ന് പറയണം. ദാ അവിടെയൊരു ഊറ്റുണ്ട്. അവർ പിന്നിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു. കുളത്തിൽ കടവിറങ്ങരുതെന്ന് പറഞ്ഞാൽ പോരെ? ഉണ്ണിച്ചിരുതേയി തുറന്നു ചോദിച്ചു. മതി, ദാ കുട്ടിയുടെ മുത്തശ്ശൻ വരുന്നു. ഞാൻ മാറി നിൽക്കാം. ആ യുവതി അപ്രത്യക്ഷയായി. കുഞ്ഞിക്കുട്ടൻ നായർ വന്നപ്പോൾ അവൾ വിവരം പറഞ്ഞു. അയാൾ ഓരിയിലേക്ക് പോവുകയും ചെയ്തു. തിരികെ വന്നപ്പോൾ അയാൾ ചോദിച്ചു, ഉണ്ണി, നീ അവരെ ശരിക്കും കണ്ടോ? കണ്ടു, നന്നായി കണ്ടിരിക്കുന്നു. എത്ര സുന്ദരിയാണെന്നോ. ഇത്ര കാലവും ഇതുപോലെ ഒരാളെ കണ്ടിട്ടില്ല. ശരി, പോകാം. നടന്നപ്പോൾ ഉണ്ണിച്ചിരുതേയി തിരിഞ്ഞു നോക്കി. ആ സ്ത്രീ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മുത്തച്ഛനോട് പറഞ്ഞില്ല. മുത്തച്ഛന്റെ സ്വഭാവം വല്ലാത്തതാ. ചിലപ്പോൾ കൂട്ടിക്കൊണ്ടു പോന്നെന്നുമിരിക്കും. ആ സ്ത്രീയുടെ മുഖം ഉണ്ണിച്ചിരുതേയി അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് മറന്നുപോയേയില്ല. ചില അവസരങ്ങളിൽ ആ രൂപം അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട്. എന്താ നോക്കിയിരിക്കണേ? ദേവപ്രിയ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഒരു കൂട്ടം ചോദിക്കട്ടെ? സത്യം പറയണം. ഉണ്ണിച്ചിരുതേയി അമ്മ അവളുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു. എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. പേര് ദേവപ്രിയ എന്നല്ലേ? അതു കേട്ടപ്പോൾ ദേവപ്രിയ പകച്ചുപോയി. ഒരു പരിചയവുമില്ലാത്ത സ്ത്രീ തന്റെ പേരിനെക്കുറിച്ച് പറയുന്നു. വളരെ ചുരുക്കം പേർക്കേ തന്റെ പേര് അറിയത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇന്നുവരെ ഇങ്ങോട്ട് ആരും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. എന്നാൽ ആദ്യമായി ഒരു സ്ത്രീ ചോദിക്കുന്നു. അവരെ കണ്ടിട്ടും വല്ലാത്ത ഒരു രൂപമാണ്. എന്റെ പേര് ആര് പറഞ്ഞു? അവൾ ചോദിച്ചു. കുട്ടി തന്നെയാ ഒരിക്കൽ എന്നോട് പറഞ്ഞത്. ഞാൻ പറയാം, ഓർത്തു നോക്കൂ. ഒരിക്കൽ ഞാനും എന്റെ മുത്തച്ഛനും കൂടി ഒരു ഹോമം കഴിഞ്ഞു വരികയായിരുന്നു. അന്ന് ഓമലൂർ കാവിലെ ആൽച്ചുവട്ടിൽ എന്നെ ഇരുത്തിയ ശേഷം മുത്തശ്ശൻ വയറിന് അസുഖമാണെന്നും പറഞ്ഞു പോയി. പാതിരാത്രിയായിരുന്നു താനും. ഞാനന്ന് കൊച്ചുകുട്ടിയാ, കഷ്ടിച്ച് 12 വയസ്സുണ്ടാവും. അന്ന് എന്റെ അടുത്തു വന്ന് ഇരുന്നില്ലേ, ദേവിയുടെ കാവൽക്കാരിയാണ്, പേര് ദേവപ്രിയാണെന്നൊക്കെ പറഞ്ഞ്. ഉണ്ണിച്ചിരുതേയി അമ്മയുടെ വാക്കുകൾ കേട്ട് ദേവപ്രിയ വിയർത്തുപോയി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഉണ്ണിച്ചിരുതേയി അമ്മ ചോദിച്ചു. ഞാൻ കള്ളം പറയുന്നില്ല, ദേവപ്രിയ പറഞ്ഞു. അല്ല, പറഞ്ഞാലും എന്റെ അടുത്ത് രക്ഷയില്ല. അങ്ങനെ പറയുന്നവരെ എനിക്ക് ഇഷ്ടവുമല്ല. ദേവപ്രിയ ഒന്ന് പരുങ്ങി. കേട്ടോ കുട്ടിയെ, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. കുട്ടിക്കറിയോ, എനിക്കിപ്പോൾ 60 കഴിഞ്ഞു. ഈ 60 വയസ്സുവരെ ഓർമ്മ വച്ച നാൾ മുതൽ ശ്രീ പരമേശ്വരനെ സ്തുതിച്ച് ധ്യാനിച്ചു കഴിയുകയാണ് ഞാൻ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു പുരുഷൻ എന്നെ സ്പർശിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെക്കുറിച്ച് മോശമായി പറയുന്നവരുമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ഞാൻ കെട്ടിയാൽ കെട്ടും, അഴിക്കാൻ ആർക്കും പറ്റില്ല. എന്തിനാ അതൊക്കെ പറയുന്നത്? ഞാനൊരു സംശയം ചോദിക്കട്ടെ? ദേവപ്രിയ പറഞ്ഞു. എന്താ? ചോദിച്ചോളൂ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ പറഞ്ഞില്ലല്ലോ. വളരെ രസമാ. ഇന്ന് കിഴക്കു വെള്ള വീശിയപ്പോൾ ഞാൻ കാവിൽ പോയി. കുറെ കാലമായി ഞാൻ അവിടെ ഇല്ലാന്ന് കൂട്ടിക്കൊള്ളൂ. ഇന്നലെ രാത്രിയാ വന്നത്. കാവിൽ ചെന്ന് തൊഴുതു. പക്ഷെ മനസ്സിലൊരു ശങ്ക. നോക്കിയപ്പോൾ ദേവി ശ്രീകോവിലില്ല. അപ്പോൾ ഒരു സംശയം എവിടെയാണെന്ന്. മനസ്സിൽ തന്നെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ വലതുഭാഗത്തുണ്ട് കാവൽക്കാരിൽ ഒരാളായിട്ട്. അങ്ങനെയെങ്കിൽ ഏത് കാവൽക്കാരിയാണ് പോയെന്ന് അറിയണല്ലോ. അതേക്കുറിച്ച് ഞാൻ പ്രശ്നം വച്ചു. ഇടതുഭാഗത്തുള്ള മന്ദാകിനി അവിടെ തന്നെയുണ്ട്. അപ്പൊ പിന്നെ അപ്പുറത്തെ ആള് ആരാണെന്ന് എനിക്കറിയാമല്ലോ. അതേക്കുറിച്ച് ഞാൻ കണക്ക് കൂട്ടി. ആളെ കണ്ടുപിടിച്ചു. ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാ വന്നത്. തന്നെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയ ഉണ്ണിച്ചിരുതേയി അമ്മ മേലിൽ എന്തെങ്കിലും കുഴപ്പം വരുത്തുമോ എന്ന് ദേവപ്രിയയ്ക്ക് സംശയം തോന്നി. പക്ഷെ അവരുടെ പ്രകൃതം കണ്ടിട്ട് വലിയ ഭയപ്പാടൊന്നും തോന്നുന്നില്ല. ഇതിനിടയ്ക്ക് മറ്റൊന്നുകൂടി. ഇവിടെ ചിലർക്കൊക്കെ സംശയം. അതും ഞാൻ പറഞ്ഞറിഞ്ഞതാ. ഉണ്ണിച്ചിരുതേയി അമ്മ തുടർന്നു. എന്താ കാര്യം?
കാവിലെ ദ്വാരപാലികയുടെ കാൽത്തള കണ്ടില്ലെന്നോ? അതറിയാൻ വേണ്ടി ക്ഷേത്രത്തിലെ ഊരായ്മ എവിടെയോ പോയിരിക്കുകയെന്നൊക്കെ. കാൽത്തളയില്ലാതെ എങ്ങനെയാ അങ്ങോട്ട് തിരിച്ചു ചെല്ലുക? ദേവപ്രിയയ്ക്ക് മറുപടി കൊടുക്കാൻ വയ്യാതെയായി. ഇന്നുവരെ ചിന്തിക്കാത്ത പല നൂലാമാലകളും ഈ സ്ത്രീ പൊക്കിക്കൊണ്ടുവരികയാണെന്ന് ദേവപ്രിയയ്ക്ക് തോന്നി. ഇതൊക്കെയാണെങ്കിലും ഒരു അവകാശിയെ കൊടുക്കാതെയാണോ ഇവിടുന്ന് പോകാൻ പോണത്? അങ്ങനെ പോയാൽ പിന്നെ ഇതൊക്കെ ആരാ അനുഭവിക്കുന്നത്? വന്ന നിലയ്ക്ക് തനിയെ പോകുന്നത് ശരിയല്ല. ഒരു പെൺകുട്ടിയെങ്കിലും ഉണ്ടാവണം. പിന്നെ കാൽത്തളയില്ലാതെ പോയാൽ അത് കുഴപ്പമാ. ഇവിടെ അധികനാൾ നിൽക്കുന്നതും ശരിയല്ല, ഉണ്ണിച്ചിരുതേയി അമ്മ പറഞ്ഞു. ദേവപ്രിയയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത സ്ഥിതിയായി. ഈ സ്ത്രീ അടുക്കും ചിട്ടയുമില്ലാതെയാണ് സംസാരിക്കുന്നത്. ഇനി തിരിച്ചു പോകുന്നില്ലെങ്കിൽ എനിക്കൊരു കാൽത്തള തരണം, അല്ലെങ്കിൽ തന്നെ പോകാൻ പറ്റില്ലല്ലോ, അവർ പറഞ്ഞു. അപ്പോൾ എന്നെ നന്നായി അറിയാം അല്ലേ? ദേവപ്രിയ ചോദിച്ചു. എന്താ തമ്പുരാട്ടി അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഒന്നുമില്ല. എന്നെ ശരിക്കും അറിയാവുന്ന ഒരാളെ ഞാൻ നേരിട്ട് ഇപ്പോഴാ കാണുന്നത്, ദേവപ്രിയ അമർത്തിയ സ്വരത്തിൽ പറഞ്ഞു. ആ സ്വരം ഒരു പന്തികേട് പോലെ ഉണ്ണിച്ചിരുതേയമ്മയ്ക്ക് തോന്നി. ഞാൻ ഇവിടെയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടു തന്നെയാണോ ഇങ്ങോട്ട് പോന്നത്? ദേവപ്രിയ ചോദിച്ചു. അങ്ങനെ തന്നെയാണ് തമ്പുരാട്ടി. ഇങ്ങോട്ടാരും പറഞ്ഞയച്ചതല്ലെന്ന് ഉറപ്പാണല്ലോ? അതെ തമ്പുരാട്ടി, ഉറപ്പാണ്. ആരും പറഞ്ഞയച്ചതല്ല. അടിയനത് നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ. കാവിലമ്മയെ തൊഴാൻ പോയി. അപ്പോൾ അവിടുത്തെ തിരുമറി മനസ്സിലായി. ഉടനെ മനസ്സിൽ പ്രശ്നം വച്ചു. ഇവിടെ വന്നതിന്റെ ഉദ്ദേശം? തമ്പുരാട്ടി എന്തൊക്കെയോ അർത്ഥം വെച്ച് ചോദിക്കുകയാണ്. അടിയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമല്ല. അപ്പോൾ കാൽത്തള ചോദിച്ചതിന്റെ അർത്ഥം? അയ്യോ, അത് പകലുപോലെ സത്യമല്ലേ. തമ്പുരാട്ടിയുടെ ഇടതുകാലിൽ മാത്രമേ കാൽത്തളയുള്ളല്ലോ. വലതുകാലിൽ കാൽത്തള ആർക്കോ കൊടുത്തിട്ടുണ്ടെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാ അടിയൻ ചോദിച്ചത്. അപ്പോഴാണ് ദേവപ്രിയയ്ക്കും അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. വലതുകാലിലെ കാൽത്തളയാണ് വിഷ്ണുദേവന് കൊടുത്തത്. അപ്പോൾ ഇടതുകാലിലെയും ഊരി വെക്കണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റില്ലായിരുന്നു. ഉണ്ണിച്ചിരുതേയമ്മയ്ക്ക് കാൽത്തള വേണമെന്ന് നിർബന്ധമാണോ? അല്ല, എനിക്കു കൂടി ഒരു സമ്മാനം. കാൽത്തള കിട്ടിയിട്ട് ആരെങ്കിലുമൊക്കെ കാണിക്കാനായിരിക്കും അല്ലേ? ദേവപ്രിയ ചോദിച്ചു. ദാനം തരുന്നതാവുമ്പോൾ ആരെയും കാണിക്കാമല്ലോ. ഓഹോ, അപ്പോൾ എല്ലാവരെയും കാണിക്കും അല്ലേ? അപ്പോ ഇവിടെ വന്നതിന്റെ ഉദ്ദേശ്യവും അതായിരുന്നു അല്ലേ? ഇങ്ങോട്ടേക്ക് നോക്കൂ, ദേവപ്രിയ നിവർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഉണ്ണിച്ചിരുതേയമ്മ താഴെ ഇരുന്നു കൊണ്ട് ദേവപ്രിയയെ നോക്കി. തന്റെ മുന്നിൽ നിന്നിരുന്ന അതീവ സുന്ദരിയായ ആ യുവതി മേൽപോട്ട് പതുക്കെ ഉയർന്നു വരുന്നതുപോലെ തോന്നി. അങ്ങനെ ഉയർന്ന് മേൽക്കൂരയോടടുത്തപ്പോൾ മേൽക്കൂര കാണാനില്ല. അവിടെ നിന്നും ഉയർന്നു. നിതംബം വരെയുള്ള ചുരുണ്ട മുടിയും ഭസ്മീകരിക്കുന്ന നോട്ടവും കണ്ടപ്പോൾ ഉണ്ണിച്ചിരുതേയമ്മ വിറച്ചുപോയി. നീ എന്നെ മനസ്സിലാക്കാൻ വന്നതാണ് അല്ലേ? എന്റെ കാൽത്തള വാങ്ങി പലരെയും നിനക്ക് കാണിക്കണം അല്ലേ? എന്നിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം അല്ലേ? ദേവപ്രിയയുടെ ഇടതുകരം താണുവന്ന് ഉണ്ണിച്ചിരുതേയമ്മയുടെ തലമുടിക്ക് കൂട്ടിപ്പിടിച്ച് മുകളിലേക്കുയർത്തി. ഏകദേശം 2 ആൾ ഉയരത്തിൽ നിന്നും അവർ കീഴ്പോട്ട് വന്നു വീണു. ശരീരം മുഴുവൻ നുറുങ്ങിയതുപോലെ അവർക്ക് തോന്നി. അയ്യോ, എന്നെ കൊല്ലല്ലേ, ഞാനിനി ഒന്നും ചോദിക്കില്ല, അവർ നിലവിളിച്ചു. ആരാണ് നിന്റെ മൂർത്തി? പറയൂ. മായാമോഹിനിയാണേ. ഓഹോ, മായാമോഹിനിയെ മന്ത്രം ചൊല്ലിയാണ് നീ എന്നെ കണ്ടുപിടിച്ചത് അല്ലേ? അതെ തമ്പുരാട്ടി. എങ്കിൽ മായാമോഹിനി മന്ത്രം ഇവിടെ വച്ച് എഴുതൂ, ഞാൻ പറഞ്ഞു തരാം. അതനുസരിച്ച് ഉണ്ണിച്ചിരുതേയമ്മ പഞ്ചകോണം, അഷ്ടദളം, വീതിവൃത്തം, ഭൂപുരം എന്നിങ്ങനെ യന്ത്രം വരച്ചു. ഇനി അതിൽ തൊട്ട് സത്യം ചെയ്യൂ, മേലാൽ ആരോടും എന്നെക്കുറിച്ച് പറഞ്ഞു പോകരുത്. ഉണ്ണിച്ചിരുതേയമ്മ അതിൽ തൊട്ട് സത്യം ചെയ്തു. ഇന്നു മുതൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതുവരെ ഉണ്ണിച്ചിരുതേയമ്മ എന്റെ ദാസിയായിരിക്കും. ഞാൻ പറയുന്നത് അനുസരിക്കണം. തൽക്കാലം നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ. അദ്ദേഹത്തിന്റെ അമ്മ വരുമ്പോൾ ഒരു ബാല്യക്കാരിയായി നിങ്ങളെ ആക്കിയിരിക്കുകയാണെന്ന് ഞാൻ പറയാം. ഇവിടുത്തെ തമ്പുരാട്ടി എന്നെ തിരിച്ചറിയുമോ ആവോ? അറിയുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ തന്നെ പാർക്കുട്ടിയമ്മ നിങ്ങളെ തിരിച്ചറിഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങളെ ഞാനൊരു ജോലി ഏൽപ്പിക്കാം. ഇവിടെ നിന്ന് നിങ്ങൾ വിശ്വമംഗലം ഇല്ലം വരെ പോകണം. അവിടെ ജയന്തൻ എന്നൊരു മാന്ത്രികനുണ്ട്.
അവിടെ എൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ അമ്മയുമുണ്ട്. അമ്മയുടെ ഏട്ടനാണ് അവിടെ കൊണ്ടുപോയത്. എന്തോ അപകടപ്പെടുത്താനാണ് അവിടെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ അവിടെ പോയി എന്താണ് ചെയ്യേണ്ടത്? അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഈ കാൽത്തള ഞാൻ നിങ്ങൾക്ക് തന്നെ തരും. നിങ്ങൾ ഇതുമായി വേണം പോകാൻ. അവിടെ ചെന്ന് പറയണം, ഈ കാൽത്തള എനിക്ക് കുളത്തിൽ മുങ്ങിക്കുളിച്ചപ്പോൾ കിട്ടിയതാണെന്ന്. ആരുടേതാണെന്ന് നിങ്ങൾ ചോദിക്കണം. എന്തിനാണ് തമ്പുരാട്ടി ഇത്? അതൊക്കെ അപ്പോൾ മനസ്സിലാവും. ശരി തമ്പുരാട്ടി. ദേവപ്രിയ തന്റെ കാൽത്തള അഴിച്ച് ഉണ്ണിച്ചിരുതേയമ്മയ്ക്ക് കൊടുത്തു. ഇവിടുത്തെ തമ്പുരാട്ടി അവിടെയുണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ ചെന്നാൽ എന്നെ തിരിച്ചറിയില്ലേ? അവിടെ വെച്ചാകുമ്പോൾ എങ്ങനെ തിരിച്ചറിയാനാ? ഒരിക്കലും അറിയില്ല. ശരി, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം. ഈ സമയം വിഷ്ണുദേവനും സരസ്വതി അന്തർജനവും വിശ്വമംഗലത്തായിരുന്നു. ജയന്തൻ തന്റെ പുതിയ രാശിപ്പലക എടുത്തുവച്ച് അതിൽ കവടി നിരത്തി പ്രശ്നം പറയുകയായിരുന്നു. വിഷ്ണുദേവന്റെ നാള് വിഷ്ണുവിന്റെ നാള് തന്നെയാണ്. 18ാം രാഹു തുടങ്ങി. ഇപ്പോൾ വയസ്സ് 31. 32.5 വരെയേ രാഹു ഉള്ളൂ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വളരെ ശരിയാ. ഇവന്റെ നാള് തിരുവോണം തന്നെയാ. ഇവന്റെ 18.5 വയസ്സിൽ അച്ഛൻ മരിച്ചു. സരസ്വതി അന്തർജനം പറഞ്ഞു. ഇനിയിപ്പോൾ 36 കർമ്മമുണ്ട്. ഇനിയിപ്പോ ആരെയാ കർമ്മം ചെയ്യുക? അത് കേട്ടപ്പോൾ സരസ്വതി അന്തർജനത്തിന് ഭീതിയായി. ജയന്തൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോ മറ്റൊരു കാര്യം കൂടി തെളിയുന്നുണ്ട്. വിഷ്ണുവിന്റെ കൂടെ ഒരു അസുരാംഗം കൂടിയുണ്ട്. എന്നുവച്ചാൽ ഒരു യക്ഷി എന്നർത്ഥം. പിന്നെ ഇതുവരെ ഒരു കുഴപ്പവും വരാത്തത് നാള് ലോക സൃഷ്ടാവിൻ്റെതായതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതിനു മുമ്പേ ശരിയാക്കിയേനെ. എന്നാൽ ഇങ്ങനെ പോയാൽ അത്ര ശരിയല്ല. നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല, തെറ്റാണ്. വിഷ്ണുദേവൻ കയറി പറഞ്ഞു. അതെന്താ ഉണ്ണി അങ്ങനെ പറയുന്നത്? ഞാൻ പറയുന്നത് ശരിയല്ലാന്നുണ്ടോ? ഉണ്ണി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വിശ്വമംഗലം തറവാട്ടിൽ പ്രശ്നത്തിലും മാന്ത്രിക വിദ്യയിലും ആർക്കും പരാജയം സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കുകയുമില്ല. വിഷ്ണുവിന് ധൈര്യമുണ്ടോ ഈ രാശി ചക്രത്തിന് മധ്യത്തിലുള്ള ത്രിശൂലത്തിൽ സ്പർശിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കളവാണെന്ന് പറയാൻ? തന്നെ വെട്ടിലാക്കുന്ന ചോദ്യമാണ് ജയന്തൻ തന്റെ നേരെ എറിഞ്ഞതെന്ന് വിഷ്ണുവിന് മനസ്സിലായി. പക്ഷെ അയാൾ പറയുന്നത് അനുസരിക്കുന്നത് വിഡ്ഢിത്തമാണ്. കാരണം ശ്രീ സുബ്രഹ്മണ്യന്റെ ആയുധമാണ് ശൂലം. ജ്യോതിഷത്തിന്റെ സൃഷ്ടാവും അദ്ദേഹമാണ്. വേലിനെ തൊട്ട് കള്ളം പറഞ്ഞാൽ മുരുകനെ തൊട്ട് കള്ളം പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും മറുകൃതി പറഞ്ഞ് രക്ഷപ്പെടുകയാണ് യുക്തമെന്ന് വിഷ്ണുദേവന് തോന്നി. വിഷ്ണുദേവൻ ആലോചിച്ചു, എന്താണ് ഇതിനു മറുപടി പറയുക? ഒടുവിൽ അതിനു പറ്റിയ ഒരു മാർഗം കണ്ടുപിടിച്ചു. വിശ്വമംഗലം തിരുമേനിമാർ മഹാമാന്ത്രികന്മാരാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സത്യവിരുദ്ധമായി അവർ ഒന്നും ചെയ്യുകയില്ലെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിന് പ്രകാരം ഞാൻ എങ്ങനെ രാശിപ്പലകയിൽ തൊട്ട് സത്യം ചെയ്യും? അതിന് തക്കതായ മറുപടി കൊടുക്കാൻ ജയന്തന് കഴിഞ്ഞില്ല. എങ്കിലും ഒരു കാര്യം ചെയ്യ്. അമ്മയല്ലേ ഈ ഇരിക്കുന്നത്, അമ്മയെ തൊട്ട് സത്യം ചെയ്യ്. ജയന്തൻ അടുത്ത അടവെടുത്തു. അത് കേട്ടപ്പോൾ വിഷ്ണുദേവന്റെ മുഖഭാവം മാറി. ആ മുഖത്ത് ഗൗരവം നിഴലിച്ചു. ചേച്ചേ, അമ്മയെ തൊട്ട് സത്യം ചെയ്യുകയോ? എന്താണീ പറയുന്നത്? തന്നെയുമല്ല, എന്നെ യക്ഷി ബാധിച്ചിട്ടുണ്ടെന്നോ? വിഡ്ഢിത്തം പറയുന്നതിന് ഒരു അതിരു വേണം. ഇതിനു വേണ്ടിയാണോ ഇവിടെ വന്നത്? വിഷ്ണുദേവൻ ക്രുദ്ധനായി. ക്ഷമിക്കൂ വിഷ്ണു, പൈശാചിക ശക്തികൾ ഒരിക്കലും വിഷ്ണുവിന് ഗുണം ചെയ്യില്ല. ആദ്യമൊക്കെ നന്നായി തോന്നും. ജയന്തൻ അടുത്തതായി എന്തു പറയണമെന്ന് ആലോചിച്ചു. എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ കുടുക്കണമെന്ന് തോന്നി. അയാൾ ഏതോ ഉറച്ച വിശ്വാസത്തിലാണെന്ന് ജയന്തന് മനസ്സിലായി. എന്താണൊരു വഴി? അയാൾ വീണ്ടും വീണ്ടും ആലോചിച്ചു. അവസാനം ഒരു പഴുത് കണ്ടുപിടിച്ചു. എങ്കിൽ ഒരു കാര്യത്തിൽ എന്നെ വിശ്വസിക്കൂ. വിഷ്ണുവിന് മേലിൽ ഒരാപത്തും വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. വിഷ്ണുവിന് മാത്രമല്ല, അമ്മയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും. അതെന്താണ്? അമ്മ ചോദിച്ചു. ഒരു ഹോമം നടത്തിയാൽ മതി. അമ്മയ്ക്ക് യാതൊരു ദോഷവും വരാതിരിക്കാൻ വേണ്ടിയാണ്. മോനെ വിഷ്ണു, ഇദ്ദേഹം പറയുന്നതിൽ എന്താണ് തെറ്റ്? നമുക്ക് വേണ്ടിയല്ലേ പറയുന്നത്? അതിനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ജയന്തൻ ആ അവസരം ഉപയോഗിച്ചു. അത് നല്ലതാണ്. ഗോപാലൻ നമ്പൂതിരിയും പിന്താങ്ങി. കൂടുതൽ ഒന്നും വേണ്ട. ഒരു ഹോമം നടത്തുക. അത് അർദ്ധരാത്രിയിലാക്കണമെന്ന് മാത്രം. ഉണ്ണി തന്നെ നടത്തിയാൽ മതി. ആരും അടുത്തുണ്ടാകേണ്ട. അത് ഇവിടെ വെച്ചു വേണ്ട.
ഒടുവിൽ വിഷ്ണുദേവൻ അത് സമ്മതിച്ചു. അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് അതിനു വഴങ്ങിയത്. സമ്മതിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നു രാത്രി തന്നെ ഹോമം നടത്താം. ഞങ്ങളുടെ പഴയ തറവാട്ടിൽ വെച്ചാകാം. അതോടെ എല്ലാ കുഴപ്പങ്ങളും അവസാനിക്കും. സന്ധ്യയാകുമ്പോൾ ഗോപാലൻ നമ്പൂതിരി ഹോമത്തിനു വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവന്നു. ഗോപാലൻ നമ്പൂതിരിയുടെ ആഗ്രഹവും ജയന്തന്റെ ആഗ്രഹവും രണ്ടും രണ്ടായിരുന്നു. ഗോപാലൻ നമ്പൂതിരിയുടെ ഉദ്ദേശം ദേവപ്രിയയെ നശിപ്പിക്കുക എന്നതായിരുന്നു. ജയന്തന്റെ ആഗ്രഹം വിഷ്ണുദേവനെ നങ്ങേമയ്ക്ക് നൽകി അവരുടെ പക അവസാനിപ്പിക്കുക എന്നതായിരുന്നു. അന്നു രാത്രി പാതിരാവായപ്പോൾ വിശ്വമംഗലത്തെ പഴയ തറവാട്ടിൽ ഹോമത്തിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി. വിഷ്ണുദേവൻ ഹോമം ആരംഭിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഹോമാഗ്നിക്കപ്പുറത്ത് ഒരു രൂപം തെളിഞ്ഞു വരുന്നത് വിഷ്ണുദേവൻ കണ്ടു. തന്റെ മുന്നിൽ കത്തി നിൽക്കുന്ന ഹോമകുണ്ടലത്തിലെ അഗ്നിനാളങ്ങൾക്ക് പിന്നിൽ അവ്യക്തമായി കണ്ട രൂപം തെളിഞ്ഞു വരുന്നത് വിഷ്ണുദേവൻ ശ്രദ്ധിച്ചു. ഒടുവിൽ ആ രൂപം അതിസുന്ദരിയായ ഒരു യുവതിയായി മാറി. ദേവപ്രിയയോടൊത്ത് ജീവിക്കുന്ന വിഷ്ണുദേവന് അവളെ കണ്ടിട്ട് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. സാധാരണ മട്ടിൽ തന്നെ അയാൾ ഇരുന്നു. അത് കണ്ടപ്പോൾ അവളുടെ മുഖത്തും അത്ഭുതം ജനിച്ചു. എന്താ, എന്നെ കണ്ടിട്ട് യാതൊന്നും തോന്നുന്നില്ലേ? അവൾ ചോദിച്ചു. ഇല്ലല്ലോ. വളരെ സാവകാശം വിഷ്ണുദേവൻ മറുപടി പറഞ്ഞു. അതു കേട്ടപ്പോൾ അവൾ വീണ്ടും അമ്പരന്നു. ഞാൻ സുന്ദരിയല്ലേ? അവൾ ചോദിച്ചു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സുന്ദരിയെന്നു മാത്രമല്ല, അതിസുന്ദരിയാണ്. എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാതിരിക്കത്തക്ക യാതൊന്നും നിനക്കില്ലല്ലോ. അവളുടെ നഗ്നമായ മാറിടത്തിലേക്ക് നോക്കി വിഷ്ണുദേവൻ പറഞ്ഞു. നേരിയ കസവ് കരയുള്ള ഒരു മുണ്ടാണ് അവൾ ഉടുത്തിരുന്നത്. അതും പുക്കിളിന് താഴെ വെച്ച്. ധാരാളം തലമുടി അവൾക്കുണ്ടായിരുന്നു. എന്നെ മനസ്സിലായോ? അവൾ ചോദിച്ചു. ഇല്ല, എന്റെ പേര് നങ്ങേമ. ഞാൻ ഈ തറവാട്ടിലുള്ളതാ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഹോമാഗ്നിക്ക് പിന്നിൽ നിൽക്കുന്നത്? ഇങ്ങോട്ട് മാറി ഇവിടെ ഇരുന്നുകൂടെ? അതിനെന്താ, ഇരിക്കാമല്ലോ. അവൾ അവിടെ നിന്നും ഇപ്പുറത്തു വന്ന് വിഷ്ണുദേവന്റെ അടുത്തായി ഇരുന്നു. നങ്ങേമ എന്താ ഇങ്ങനെയായി തീർന്നത്? പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് വിഷ്ണുദേവൻ. വിഷ്ണു ഇവിടെ വന്നത് എന്തിനാണ്? എന്നെ കാണാനാണോ? അല്ല, ഒരിക്കലുമല്ല. അതാണ് ഞാൻ സംശയിച്ചത്. ഇതിനു മുമ്പും ഒരാൾ ഇവിടെ വന്നിരുന്നു. അയാളുടെ നോട്ടവും ഭാവവും കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അയാളെ പിടിച്ചുകൊണ്ടുപോയി. അപൂർവമായി മാത്രം കാണാറുള്ള ആ മുള്ളുമുരിക്കിൽ അടിച്ചു കൊന്നു. ഇപ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നുമുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? എന്നെ പരീക്ഷിക്കാൻ അയച്ചവർക്ക് മനസ്സിലാവട്ടെ എന്നു കരുതി ചെയ്തതാണ്. ഞാൻ പുരുഷ സ്പർശനത്തിനു വേണ്ടി ദാഹിക്കുകയാണെന്ന് അവർ കരുതി കാണും. എങ്കിലും അത് ശരിയായില്ല. അയാളെ അവർ ഒരു കരുവാക്കുക മാത്രമല്ലേ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ എന്നെയും അതിനല്ലേ അയച്ചിട്ടുള്ളത്? എങ്കിൽ ഞാൻ പറയാം, ഒരു പുരുഷന് വേണ്ടി ദാഹിച്ചൊന്നുമല്ല ഞാൻ നടക്കുന്നത്. ഞാൻ ഒരു പുരുഷനെ സ്നേഹിച്ചു. അങ്ങനെ ഞാൻ ഗർഭിണിയായി. സ്നേഹിക്കാൻ കാരണം എനിക്കൊരു പുടവ തരില്ലെന്ന് മനസ്സിലായി. ഈ തറവാട്ടിൽ അങ്ങനെയായിരുന്നു. ഒന്നിൽ കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ മൂത്ത സഹോദരിക്ക് ഭർത്താവ് വരും. ബാക്കിയുള്ളവരും അയാൾക്ക് വഴങ്ങണമത്രേ. എന്റെ ചേച്ചിയെ വേളി കഴിച്ചയാൾ കുതിരയെപ്പോലെ മോന്തയുള്ള ഒരുത്തനായിരുന്നു. അയാളുടെ മുഖച്ഛായിയാണ് ഇപ്പോഴത്തെ ജയന്തന്. എന്നെ അയാൾ ഒരു രാത്രി ബലാത്കാരം ചെയ്യാൻ വന്നു. ഞാൻ സമ്മതിച്ചില്ല. അയാൾ നല്ലതുപോലെ മദ്യസേവ നടത്തുന്ന ആളായിരുന്നു. ഞാൻ വഴങ്ങാതെ വന്നപ്പോൾ കാരണവർക്ക് ഇഷ്ടപ്പെട്ടില്ല. വിഷ്ണുദേവൻ അവളുടെ കഥ കേട്ടിരുന്നു. ഒരു ബ്രഹ്മരക്ഷസിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്വഭാവമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ആ വൈരാഗ്യത്തിൽ ഞാൻ മറ്റൊരാളിൽ നിന്നും ഗർഭിണിയായതെന്നറിഞ്ഞപ്പോൾ പരാക്രമിയായ അമ്മാവൻ എന്നെ തൊഴിച്ച് എറിയുകയാണുണ്ടായത്. ഞാൻ ചെന്നു വീണത് ആ മുള്ളുമുരിക്കിന്റെ ശിഖരങ്ങൾക്കിടയിലാണ്. വർഷങ്ങളായി ഞാൻ അതിൽ കഴിയുന്നു. എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് നങ്ങേമയ്ക്ക് ഊഹിക്കാമോ? ഞാനൊരു പുരുഷന് വേണ്ടി ദാഹിക്കുകയാണെന്നും നിങ്ങളുമായി ബന്ധം പുലർത്തിയാൽ അതു മാറി ഞാൻ ഈ തറവാടിന് ദ്രോഹം ചെയ്യാതെ അടങ്ങിക്കൊള്ളുമെന്നും അവർ ചിന്തിച്ചു കാണും. ഇനിയിപ്പോൾ നങ്ങേമയ്ക്ക് എന്തു ചെയ്യാനാണ് ഭാവം? ഈ തറവാട്ടിലുള്ളവരോട് ഞാൻ എന്നും എതിരായിരിക്കും. അല്ലെങ്കിൽ തന്നെ എന്ത് ദുഷ്ടപ്രവൃത്തികളാണ് അവർ ചെയ്തത്? നങ്ങേമ ഇങ്ങനെ രക്ഷസായി നടക്കുന്നത് എന്തിനാണ്? എങ്ങനെയാണ് നങ്ങേമയ്ക്ക് മോക്ഷം കിട്ടുക? സത്യം പറഞ്ഞാൽ ഒരു പുരുഷ സാമീപ്യം കൊണ്ട് മാത്രമേ എനിക്ക് മോക്ഷം കിട്ടുകയുള്ളൂ.
പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനായിരിക്കണം. എനിക്കറിയാം നങ്ങിയമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. പക്ഷെ എന്നെ മാത്രം ഇഷ്ടപ്പെടുന്ന, എനിക്ക് വേണ്ടി എന്തു ത്യാഗവും ചെയ്യാനൊരുങ്ങുന്ന ഒരു പെണ്ണുണ്ട്. അവളെ ദ്രോഹിക്കാൻ എനിക്ക് മനസ്സു വരുന്നില്ല. അല്ലാതെ ഞാനൊരു ഏകപത്നി വ്രതക്കാരനൊന്നുമല്ല, ശ്രീരാമനെ പോലെ. വിഷ്ണുവിന്റെ ആ സ്വഭാവത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. സത്യം തുറന്നു പറഞ്ഞല്ലോ. വിഷ്ണുവിനോടൊപ്പം ഞാൻ വരുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു പെണ്ണിനെ കുറിച്ച്. അവളുടെ പേര് ദേവപ്രിയ എന്നാണ്. നങ്ങേമയെ കൂട്ടിക്കൊണ്ടു ചെന്നാൽ അവൾ എന്തു വിചാരിക്കും? ആരും അറിയില്ല. ഞാൻ കൂടെ വരാം. ഇനി ഇവിടെ കഴിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കൂടെ വരുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. ഒരു ദാസിയെപ്പോലെ ഞാൻ അവിടെ കഴിഞ്ഞുകൊള്ളാം. നങ്ങേമയ്ക്ക് രൂപം മാറാൻ കഴിയുമോ? എന്നുവെച്ചാൽ ഒരു മനുഷ്യ സ്ത്രീയെപ്പോലെ ജീവിക്കാൻ സാധിക്കുമോ? തീർച്ചയായും. പക്ഷെ ഒരു കാര്യം, ദേവപ്രിയയ്ക്ക് യാതൊരു സംശയവും ഉണ്ടാവരുത്. ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം. ശരി, ഞാൻ പോട്ടെ. അതിനു മുമ്പ് എന്റെ വാസസ്ഥലം കാണണ്ടേ? ഞാൻ കൊണ്ടുപോയി കാണിക്കാം. എന്റെ കയ്യിൽ പിടിച്ചുകൊള്ളൂ. നങ്ങേമ്മ കൈ നീട്ടി. വിഷ്ണുദേവൻ അവളുടെ കയ്യിൽ പിടിച്ചു. പെട്ടെന്ന് അയാൾ മുകളിലേക്കുയർന്നു. വിഷ്ണുദേവനെയും കൊണ്ട് അവർ പറക്കുകയാണ് ചെയ്തത്. മുള്ളുമുരിക്കിന്റെ മുകളിൽ അവർ എത്തി. ആ മുള്ളിൽ ചവിട്ടിയിട്ടും അയാൾക്ക് വേദന തോന്നിയില്ല. ഇവിടെ വച്ചാണ് ഞാൻ അയാളെ ചതച്ചു കൊന്നത്. ഈ മുകളിലേക്ക് ഒരാളെ വലിച്ചു എറിഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ എത്രമാത്രം വേദന അനുഭവിച്ചു. അവൾ വിഷ്ണുവിനെയും കൊണ്ട് മുരിക്കിന്റെ ചുവട്ടിലെത്തി. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത് കൊണ്ട് ഇനി ഈ മുരിക്കിന്റെ ആവശ്യമില്ല. നങ്ങേമ്മ ആ മുരിക്കിൽ കൈ അമർത്തി തള്ളി. കാഴ്ചയിൽ ഭീകരത തോന്നിക്കുന്ന ആ വൃക്ഷം ഒരു വശത്തേക്ക് ചെരിഞ്ഞപ്പോൾ ചുറ്റുമുള്ള മണ്ണുകളിൽ വിള്ളലുണ്ടായി. വേരുകൾ പൊന്തി വന്നു. ആ ഭീകര ശബ്ദത്തോടെ അത് ഒരു വശത്തേക്ക് മറിഞ്ഞു. ഇനി പൊയ്ക്കൊള്ളൂ. വിഷ്ണുദേവൻ അവിടെ നിന്നും ജയന്തന്റെയും മറ്റും പുതിയ ഇല്ലത്തെത്തി. വിഷ്ണുദേവനെ കണ്ടപ്പോൾ ജയന്തൻ അത്ഭുതത്തോടെ നോക്കിപ്പോയി. വിഷ്ണു ഒരിക്കലും മടങ്ങി വരുമെന്ന് അയാൾ ചിന്തിച്ചതേയില്ലായിരുന്നു. പക്ഷെ അയാൾ തിരികെ എത്തിയിരിക്കുന്നു. കണ്ടിട്ട് യാതൊരു മാറ്റവുമില്ല. യാതൊന്നും സംഭവിക്കാത്തതുപോലെയാണ് അയാൾ വന്നിരിക്കുന്നത്. അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് ജയന്തന് ചോദിക്കാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് ചോദിച്ചില്ല. എനിക്ക് ഉറക്കം വരുന്നു, ഞാനൊന്ന് മയങ്ങട്ടെ. വിഷ്ണു ചാവടിയിലേക്ക് കയറി. അർദ്ധരാത്രി കഴിഞ്ഞ് 2 നാഴിക കൂടി പിന്നിട്ടു. ജയന്തൻ ഒഴികെ എല്ലാവരും അവിടെ ഉറക്കമാണ്. അയാൾ തനിയെ ഇരുന്ന് ചിന്തിച്ചു. വീണ്ടും പരാജയത്തിലേക്ക് താൻ പോവുകയാണ്. അപ്പുറത്ത് യക്ഷി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തന്റെ തൊഴിലുമായി മുന്നോട്ടു പോകാൻ സാധ്യമല്ലെന്ന് അയാൾക്ക് തീർച്ചയായി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിക്കാൻ അയാൾ തീരുമാനിച്ചു. മുത്തശ്ശനെ എപ്പോഴും ശല്യം ചെയ്യുന്നത് ശരിയല്ലെന്ന് അറിഞ്ഞിട്ടുകൂടിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതേ മാർഗമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പഴയ തറവാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച് അയാൾ എണീറ്റു. കൂരിരുട്ട് എങ്ങും തിങ്ങി നിറഞ്ഞിരുന്നു. ജയന്തൻ സാവധാനം പുതിയ തറവാടിന്റെ വടക്കുവശത്തേക്ക് നടന്ന് പിന്നിലുള്ള പടിപ്പുരയിലെത്തി. അവിടെ നിന്നും താഴേക്കിറങ്ങി. എന്നിട്ട് ജയന്തൻ മുത്തശ്ശനെ വിളിച്ചു. എന്തേ ഇതുവരെയില്ലാത്ത ഒരു ശല്യപ്പെടുത്തൽ? നിലവറയ്ക്കുള്ളിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ഞാൻ ആകെ കുഴപ്പത്തിലായിരിക്കുന്നു, രക്ഷിക്കണം. ഇങ്ങനെ പോയാൽ തറവാടിന് അന്തസ് കാണില്ല. നങ്ങേമ്മയുടെ കാര്യം എന്തായി? അയാൾ പോയി മടങ്ങി വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിലെന്തോ രഹസ്യമുണ്ട്. ഒരുപക്ഷെ അയാളുടെ വലയിൽ നങ്ങേമ്മ വീണിരിക്കുമോ? മുത്തശ്ശൻ ചോദിച്ചു. ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ടൂ. മറ്റു വഴി കാണുന്നില്ല. എങ്കിലൊരു കാര്യം ചെയ്യൂ. ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു കേന്ദ്രസ്ഥാനം ആരാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ഇല്ലായ്മ ചെയ്തേക്കണം. അത്ര തന്നെ. മുത്തശ്ശൻ പോംവഴി നിർദ്ദേശിച്ചു. ജയന്തൻ തിരികെ വന്നു. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കേന്ദ്രസ്ഥാനം. ജയന്തന്റെ മനസ്സിൽ കടന്നു വന്നത് ദേവപ്രിയ ആണെന്നാണ്. പക്ഷെ അവളെ എന്തു ചെയ്യാനൊക്കും? തന്റെ ഏറ്റവും വലിയ ശത്രു അവളാണ്. പക്ഷെ അവളെ ഒരു തരത്തിലും നേരിടാൻ കഴിയുന്നില്ല. ഇന്നുവരെ താൻ നേരിട്ടിട്ടുള്ള യക്ഷി ഗാന്ധർവന്മാരും ദുർദേവതകളും അവളുടെ മുന്നിൽ ഒന്നുമല്ലെന്ന് തോന്നുന്നു. എത്രയോ പ്രേത പിശാചുക്കളെ താൻ നേരിട്ടിരിക്കുന്നു. അവയൊക്കെ താൻ നേരിട്ട് പരാജയപ്പെടുത്തി തന്റെ വരുതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവളെ മാത്രം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അയാളുടെ മനസ്സിൽ മറ്റൊരാശയം കടന്നുകൂടി.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിന്റെ എല്ലാം കേന്ദ്രസ്ഥാനം വിഷ്ണുദേവനല്ലേ? അതുകൊണ്ട് അയാളെ ഇല്ലാതാക്കിയാൽ എല്ലാത്തിനും പഴുതുണ്ടായത് തന്നെ. ജയന്തൻ മെല്ലെ അറ തുറന്നു.